എല്ലാ വർഷവും രാമായണം എല്ലാവരും ഫംഗ്ഷൻ കണ്ടിട്ടാണ്. ഇന്ന് വേണ്ടി നമ്മളൊരു ടോക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞങ്ങള് ഒരേ കമ്മിറ്റി മൈക്ക് വന്ന് നീക്കുക അപ്പോ അതുമായിട്ട് ഇവിടെ എല്ലാവർക്കും പറയാം. കൂടാതെ നമ്മുടെ പരിവാർ പ്രസിഡന്റ് അവർ സോഷ്യൽ സേവന സെക്ഷൻ ഹരികരമാമ അവരെ കാര്യങ്ങൾ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ രാമായണവും കൃഷ്ണനും ഒരുപാട് നടന്നു. ഇത്തവണ എല്ലാം നടന്നത് ആലോചിക്കുന്ന സമയത്ത് നമ്മള് ശ്രീരാമനോട് സംഗീതം വെച്ചായിട്ടും ഇവിടെ ഒരു വ്യാഖ്യാനം നടത്താനുള്ള തീരുമാനിച്ചത് നമ്മുടെ ഹരികരമാമാവ് അവരുടെ കൂട്ടമുള്ള ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ മികച്ചിട്ടാണ് നടന്നത്. അപ്പൊ നമ്മള് സ്ഥലം ഇങ്ങനെ ഫിക്സ് ചെയ്തു. പിന്നെ എല്ലാം കൂടെ നമ്മള് എല്ലാം മൊത്തം സ്പീഡ് ചെയ്തത് നല്ല. പിന്നെ നമ്മള് ഹരികരമാമക്ക് ചെറുത കാര്യങ്ങളില് നമ്മുടെ സമയത്ത് മുഖത്ത് വ്യക്തിയും നമ്മുടെ പുരാണത്തിലുള്ള കാര്യങ്ങളെല്ലാം ആഴമായ പഠനം നടത്തിയിട്ടുള്ള ചില പ്രത്യേകമായ ഒരു ബിരുദമുള്ള ആളാണ്. അപ്പൊ അവരെ ഇന്ന് വ്യാഖ്യാനത്തിന് ദിവസം നമ്മുടെ ഒരു മത്സരമായിട്ട് നമ്മൾ നടത്തുന്നു. അപ്പോൾ പ്രോഗ്രാം കഴിയുന്നവരെല്ലാവരും വിശദമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളെല്ലാവരും കേട്ട് ശ്രദ്ധിച്ച് നല്ല എല്ലാ നല്ല ചിന്തകളൊന്നും മാക്സിമം നമ്മൾ താമസിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ മാറാതെ കേട്ടുകൊള്ളും. ജ്യേഷ്ഠരാജം ബ്രഹ്മണപദ ആനശ്യന്വന്മുരുവി ചിതസാധനം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീര്യേത്. വ്യാസായ വിഷ്ണുരൂപായ അസരൂപായ വിഷ്ണവേ നമോ ബ്രഹ്മണതേ വാസിഷ്ഠായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കം ലങ്കയതീഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണ നാരായണ നാരായണ. എൻ്റെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എന്നോട് വിനീതമായ നമസ്കാരം. ആദ്യമേ എനിക്കുള്ളൊരു ചിന്ന പ്രോബ്ലത്തെ ചൊല്ലറേൻ. പ്രായത്തോട് ബുദ്ധിമുട്ടുണ്ടോ എന്നാക്കി എനിക്ക് തിരിയാതെ എനിക്ക് അടുത്ത കാലം കൊണ്ട് ഒരുപാട് മറവി സംബന്ധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാക്കി പറഞ്ഞത് പേരുകൾ അതേമാതിരി മറന്നു പോകും, തെറ്റിപ്പോകും. അങ്ങനെ എന്തുണ്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പേര് വിഭീഷണനായിരിക്കില്ല, ചിലപ്പോൾ വായിലായിട്ട് സുഗ്രീവനായിരിക്കും. അതിൽ നിങ്ങൾ സത്യം ക്ഷമിക്കണം. ഞാനിതൊരു തമാശയായിട്ടോ കാര്യമായി തുടരാൻ സീരിയസ് ആയിട്ടും തുടരാൻ. അപ്പോൾ അപ്പടി വരപ്പെട്ട അബദ്ധങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് നേരത്തെ കേട്ടുக்கிறേ. പിന്നെ എന്നോട് ചെറുപ്പകാലം മുതൽ இந்த ഭയനമടുത്ത വളർന്ന് ജീവിച്ചവനാക്കി ഞാൻ എന്നോട് ഓർമ്മ വയ്ക്കുന്നത് இந்த ഭയനമടുത്ത വെച്ചാക്കി. പിന്നെ ഒരു പ്രഭാഷണന്മാരെയോ അവരുടെ എന്തുമാതിരി ഒരു സബ്ജക്റ്റോ ഒന്നും ഞാൻ പൊതുവേദികളിലെ ഒന്നും അവതരിപ്പിച്ച് എനിക്ക് യാതൊരു ശീലവും കിടയാതെ. ചെറുപ്പം മുതൽ പല ആൾക്കാരുടെയും കഥകൾ ചൊല്ലറ പരിപാടികളുണ്ട്. ഇന്നേക്കും ചില ആൾക്കാർ കേൾപ്പാം. ഇപ്പം പൊതുവെ ഇതെല്ലാം കേൾക്കത്തുള്ള ആൾക്കാർ കുറവാണ്. കൂടുതലും ആത്മീയ വിഷയങ്ങൾ കേൾക്കരുത്തേക്ക് താല്പര്യമുള്ള ആളുകൾ എനിക്ക് ரொம்ப കുറവാണ്. ഇതാരും കേട്ടാൽ ചൊല്ലലാം നല്ലതേക്ക് സ്വമേധയാ ഞാൻ ഏതോ ചൊല്ലിത്തറയും അപ്പം ചൊല്ലി നമ്മൾ ആരും ചൊല്ലപ്പെടാതെ. അതൊക്കെ ഉണ്ട് ശാസ്ത്രം. എങ്കിട്ട് ഇപ്പോൾ വല്ലപ്പോഴും ഒരാൾ
இந்த மாதிரி കേട്ട് വരതുണ്ടെന്നാണ് നമ്മ അനന്തമാമാർക്കുള്ള മൂർത്തിയായി. പ്രായം കൊണ്ട് ഞാനും അവന് ശരിക്കും തന്നെ സമമല്ല. അവരുടെ അണ്ണ അമ്പിക്കുട്ടി ഞാനും ഒരു പ്രായമാക്കും. പക്ഷെ അവർക്ക് ഇതിൽ താല്പര്യമുള്ളുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പാൻ ചിലപ്പോൾ ഞങ്ങൾ പേശിപ്പോൾ ഇന്ത പേച്ച കേട്ടിട്ട് മൂർത്തി എടുത്ത ഒരു തീരുമാനമാക്കി ഇത് സത്യത്തിൽ. അപ്പോൾ പഴയ കാലത്തെ രീതിക്കല്ല എന്നാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്തമാതിരി കഥകളെല്ലാം ചൊല്ലിയിട്ടിരിപ്പേ. പിന്നെ എന്നോട് ചെറുപ്പത്തിലെ പെരുമ്പാവൂർ കോവിലിൽ മതപാഠശാല ഉണ്ടായിരുന്നത്. അപ്പം அந்த മതപാഠശാലയിൽ എല്ലാ ഞായറാഴ്ചക്കിഴമയും கொஞ்சம் നേരം പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. അന്നൊക്കെ இந்த പെരുമ്പാവൂരിലെ സ്വാമിയിൽ കുറിപ്പോട് മാമനാർ ഒരു വേലായുധമുള്ള സാറുണ്ട്. അവരാദ്യം നമുക്ക് കൊഞ്ചം സ്തോത്രങ്ങളെല്ലാം ചൊല്ലിത്തരുക. അൻപിനെ കുടവയർ അഴകും ഒരൊറ്റ കൊമ്പോട്ട് തുമ്പി കരമുടയോനെ ഉമ്പർ കുരാന്തകൻ ഓമന മകനെ കുമ്പിട്ട് എൻ്റെ ഗണനായകനെ ഇപ്പിടി തുടങ്ങും അന്ന പാട്ടുകളെല്ലാം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-68 വർഷം പിന്നാലെ എനിക്ക് 8-9 വയസ്സ് പ്രായത്തിലെ പോലെ കഥാക്കും. പിന്നെ ദേവൻ സാറ് നമ്മ പെരുമ്പാവൂരിൽ നമ്മ ആളാക്കും. ദേവൻ സാറ് തെരിയപ്പെട്ട പഴയ ആൾക്കാരും അത് കാണുന്ന എനിക്കറിയാം. നമ്മുടെ അമ്പി പരശുറാമുള്ള ഒരു പെരിയപ്പാവാക്കും അവർ. ഷർട്ടൊന്നും പോട്ടുക മാറ്റാൻ തോളിൽ 2-3 പൊട്ടിന് വരുവാൻ വന്ന് இந்த രാമായണ കഥ മഹാഭാരത കഥ ഇതെല്ലാം അവർ ചൊല്ലിത്തരുവാൻ. അപ്പോൾ അന്ത ഒരു ഇൻട്രസ്റ്റ് ആക്കും സത്യത്തിൽ എനിക്കത്തെ കഥകളിൽ വന്നു ചേർന്നത് സത്യത്തിൽ. പിന്നെ കാലങ്ങൾ പോകണപ്പോൾ ചില പുസ്തകങ്ങൾ വായിക്കുന്നത് അതിലെന്ത് കിടക്കപ്പെട്ട ജ്ഞാനങ്ങൾ പിന്നെ അത് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യരുത്. ഇപ്പിടി അത് വർദ്ധിക്കുന്നല്ലാക്കി നമ്മൾ നനക്കരമായ ഒരു വിഷയം നമുക്ക് തിരയണമെന്ന് അത് മുഴുവൻ പഠിക്കണമെന്നില്ലേ. എന്നുവെച്ചാൽ അത് തന്നെ അറിവുകൾ കടയ്ക്കും. ഒരു ആത്മാവിനെ തുടരാക്കിനെ ആര് ശ്രമിച്ചാലും കടയ്ക്കും. കാരണം അറിവുകൾ മുഴുവൻ എന്താ പ്രപഞ്ചത്തിലും ഉണ്ട്. നമ്മുടെ എല്ലാ ചോദ്യത്തോടും ഉത്തരവും പ്രപഞ്ചത്തിലും ഉണ്ട്. അത് നമ്മൾക്ക് വിചാരിച്ചാൽ കടയ്ക്കും. നമ്മൾ ആഗ്രഹിച്ചാലും കടയ്ക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മറ്റേ സാധനം വേണ്ട വേറെ ഒരു കടലാസ് പേപ്പർ നോട്ടിലായിരിക്കും ചിലപ്പോൾ എന്താ ഇത് കിടക്കുന്നത്. ഏട്ടാ നമ്മൾ എങ്കേത് പോരത്തെ തന്നെ പ്രഭാഷണം നടക്കും. അന്ത പ്രഭാഷണം നടക്കാൻ സ്ഥലത്തിൽ നമ്മൾ പോയി അന്നേക്ക് ഇതാക്കി എന്നാൽ അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊക്കെ കിടക്കും. അപ്പോൾ അറിവുകൾ എല്ലാറ്റിനും കിടക്കും. നമ്മൾ ശ്രമിക്കാത്ത കുഴപ്പമെന്താ ഉള്ളത്. ഇനി അടുത്തത് രാമായണ കഥ വ്യാഖ്യാനം തന്നെ ചൊല്ലി പോട്ടാൻ അത് വ്യാഖ്യാനത്തോടെ പാടവുമെല്ലാം എനിക്ക് കൊണ്ടാട്ടാൻ എനിക്ക് தெரியாது. പിന്നെ രാമരോട് സന്നിധിയിൽ ഇരുന്ന് രാമകഥ ചൊല്ലണമെന്നാൽ അന്ത രാമരോട് അനുഗ്രഹം ഉണ്ടെന്നാണ് മാത്രമേ എനിക്കെന്നെ ചൊല്ലപ്പറ്റും. അല്ലെങ്കിൽ എനിക്കെന്നെ ചൊല്ലപ്പറ്റും എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇരിക്കുന്നതില്ലേ. ഇത് ഞാൻ മനഃപൂർവ്വം വിനയം കാട്ടുന്നതല്ല. സത്യമായ ഒരു ആഗ്രഹത്തിൽ കൊല്ലപ്പെട്ടതാക്കും. അത് ഞാൻ ചൊല്ലറേന്ന് ചൊല്ലി നമുക്ക് അപ്പോൾ ചൊല്ല സാധിക്കും. അവർ വിചാരിച്ചാൽ തന്നെ നിന്നെ വാക്കുവായില്ലെന്ത് വരും. പിന്നെ എല്ലാ രാമായണങ്ങളും ഒരുപാടുണ്ട് ഇന്ത്യയിൽ. മുഖ്യമാനത് വാൽമീകി രാമായണമാക്കും, സംസ്കൃതത്തിൽ എഴുതുന്ന കാവ്യം. പിന്നെ മറ്റൊന്ന് അധ്യാത്മ രാമായണം, അത് വ്യാസനിർമ്മിതമാക്കും. രണ്ടും സംസ്കൃതമാനാലും രണ്ടിനുമുള്ള വ്യത്യാസം എന്നാ കേട്ടാ വാൽമീകി രാമരെ അവതാര പുരുഷനായാലും തീർത്തും മനുഷ്യൻ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റും കൊണ്ടുവരിക. അവർ ദൈവിക പരിവേഷം ഒട്ടും കൊടുത്തിട്ടില്ലേ. അങ്ങനെ വ്യാസർ അപ്പടിയല്ല. വ്യാസർക്ക് ആവശ്യം പോലെ ഭഗവാനുക്ക് ദൈവിക പരിവേഷം കൊടുത്തിരിക്കാൻ, ഭക്തി നിറയെ കൊടുത്തിരിക്കാൻ. അത് വ്യാസ രാമായണത്തെ ഒട്ടിയാക്കും. നമ്മ കേരളത്തിൽ നിൽക്കുന്ന തുഞ്ചത്ത് രാമാനുജനെ എടുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നുള്ളി ചമച്ചിരിക്കുന്നത്. ഉമാമഹേശ്വര സംവാദം എന്നുള്ള രൂപത്തിലായിരിക്കും അതവർ ചെയ്തിരിക്കാൻ. പിന്നെ തമിഴ് കമ്പരാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, അഗസ്ത്യ രാമായണമുണ്ട്. ഇവിടെ പല പല രാമായണമുണ്ട്. ചൊറ മുഖ്യമായ ആൾക്കാരെപ്പോൾ ചൊല്ലർത്തേം വാൽമീകി രാമായണത്തെ എടുക്കാം. രാമായണം ഏത് കാലത്തിൽ നടന്നത് എന്ന് ആർക്കും ചൊല്ലപ്പറ്റാതെ. രാമായണം പലതുണ്ട് ചൊറ. രാമായണം വാൽമീകി മിന്നാലും കൊണ്ടാട്ട തിരിയാതെ. ഒരു കാര്യം നമുക്ക് ചൊല്ലലാം, രാമനാമം ജപിച്ചാക്കും രത്നാകരൻ ചൊല്ലപ്പെട്ട കാട്ടാളൻ വാൽമീകി മഹർഷിയായിട്ട് മാറുന്നത്. അപ്പം அந்த രാമനാമം അവരോട് അന്തസമിതിയിൽ വഴി കടച്ചിരിക്കുന്നൊരു സത്യം തന്നെ. അപ്പം അതൊരു സംഭവമാക്കും. അപ്പം രാമനാമത്തോട് മഹിമയെ ആരെക്കാട്ടിലും മനസ്സിലാക്കിയിട്ട് കിടക്കും വാൽമീകി. അപ്പോൾ അന്ത രാമകഥ അവർക്ക് സുഖമായി എഴുത സാധിച്ചത്. ഇന്നേക്കിപ്പോൾ നമ്മൾ ഒരു കഥാതന്തു എടുക്കറാക്കുന്നതിനാൽ നമ്മൾ കേരളത്തിൽ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ട് അത് ചൊല്ലറാക്കുന്നതിനാൽ പാർവതി ദേവി പരമശിവൻ കെട്ടൊക്കെ രാമകഥ രാമതത്വം അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് കേൾക്കരുത്. ഭഗവാൻ തുടരാൻ ரொம்ப സന്തോഷമായിട്ട് എങ്കിട്ട് നാളിതുവരെ ഒരു മനുഷ്യർ ഇതിപ്പറ്റി കേട്ടിട്ടില്ലേ, ആദ്യമായി നീ താൻ കേൾക്കറായി, അതുകൊണ്ട് എനിക്ക് ചൊല്ലിത്തരത്തിൽ ரொம்ப സന്തോഷം എന്ന് ചൊല്ലി അപ്പടി അവരെന്താ കഥ തത്വങ്ങൾ ചൊല്ലറ മാതിരിയാക്കി ആരംഭിച്ചിരിക്കാം. എല്ലാ പുരാണ കഥകളോടും തത്വം ആദ്യം കഥയെ രത്ന ഒന്ന് ചുരുക്കി ചൊല്ലരുത്.
ചുരുക്കി തുടർത്ത് എനിക്കിത് വിസ്തരിച്ച് കേൾക്കണമെന്ന് കേൾക്കപ്പെട്ടാൽ ചുരുക്കുക. ഭാഗവത്തിൽ ഇവിടെ നിറയെ കാണല. കൃഷ്ണകഥയെ പറ്റി ശൂകമഹർഷി ചൊല്ലർത്ത വ്യാസർ ഓടിച്ച് ശൂകമഹർഷി അതെല്ലാം ഒന്ന് ഓടിച്ച് ചൊല്ലർത്ത് എനിക്കിത് പോരാ, ഭഗവത് കഥ മുഴുവനും വ്യക്തമായി കേൾക്കണം എന്നിവർ ചൊല്ലറത്ത് അതനുസരിച്ചിട്ട് വ്യാഖ്യാനിച്ച് തുടരായിട്ടൊക്കെ നമ്മളിതിൽ കാണണം. ഇന്ത്യൻ സംഭവം അതുതന്നെ. ഇപ്പോൾ രാമായണ കഥ വിസ്തരിച്ചൊന്നും ചൊല്ലേണ്ട കാര്യം പറഞ്ഞില്ലേ, കാരണം രാമായണം തിരിയാത്ത ആൾക്കാരാരുമില്ലേ. എന്നാലും നമ്മൾ പരാമർശിക്കുന്ന സമയത്തിൽ പല സന്ദർഭത്തിലും ഇത്ത കഥകളെല്ലാം നമ്മൾ കൂടെ അറിയാതിക്ക് വരും. രാമായണത്തോട് കഥാപാത്രങ്ങളിലെ പലരെയും നമ്മൾ കടന്നു പോകുന്നതിന് രാമായണ കഥയ്ക്ക് ഒരു തിരുപ്പം ചെയ്യപ്പെട്ടത് രാമരുടെ വനവാസമാക്കും. അത് കാരണക്കാരി മന്ദരയാക്കും. മന്ദര എന്ന് കൊല്ലപ്പെട്ട കഥാപാത്രത്തിൽ നിമിഷ നേരം താൻ அந்த കഥാപാത്രത്തിൽ അതിൽ ആയുസുള്ളത്. പക്ഷെ അവൾ ചെയ്യപ്പെട്ട കൃത്യം അസാധ്യമാക്കും. എപ്പടിയാക്കും മന്ദരയ്ക്ക് ഇത്രയും പവർ വരുന്നത്? അവളോട് വർണ്ണിച്ചിരിക്കുന്നത് വൃദ്ധയും കൂനിയും വിരൂപയും എന്നൊക്കെ അവളുടെ ഇത്. അപ്പോൾ അപ്പടിപ്പെട്ട മന്ദരെ എപ്പടി കൈകേയിക്ക് ഇത്രമാത്രം സ്വാധീനം? ഒരു പക്ഷെ ആലോചിച്ച് പാത്ത കുഴന്തയിൽ കൈകയെ എടുത്തു വളർത്തുന്ന ബന്ധം വരെ മന്ദരയ്ക്ക് ഇരിക്കലാം. അല്ലാത്ത ഒരു ദാസി എന്നൊക്കെ അവൾ ചുരുക്കിയിരിക്കാം. അവൾക്ക് ഇവിടെ കയറി ഒരു വിഡ്ഢിന്നോ മൂഢ എന്നെല്ലാം ചൊല്ലടത്തുകൊള്ളൊരു പവർ എങ്ങനെ കിടക്കും? രാമപട്ടാഭിഷേകം കൈകയെ കേൾക്കുന്നത് മന്ദര വായിലേക്കും. അപ്പോൾ രാമായണം വനവാസത്തിൽ തൊട്ട് തലേ ദിവസം രാമരെ കാണുന്നതിന് നാരദ മഹർഷി പറയാൻ. അപ്പോൾ ബാലകാന്ഡം കഴിഞ്ഞ് അയോധ്യകാന്ഡം ആരംഭിക്കുന്ന സന്ദർഭം. അപ്പം നാരദ മഹർഷി വന്നപ്പോൾ നാരദരെ സീതയെ രണ്ടുപേരും പാദ നമസ്കാരം ചെയ്ത് എല്ലാം ഉപദേശിച്ച് സംസ്കരിക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ നാരദ തുടരാൻ ഭഗവാനെ മനുഷ്യനെ അവതരിച്ച് നീരെന്ത കാട്ടായ്മയെല്ലാം ഇങ്ങോട്ട് കാട്ടേ. സത്യത്തിൽ ഞാൻ ഇത് വന്നിരിക്കുന്നത് ദേവകളോട് ആഗ്രഹപ്രകാരമാക്കും. ഒരു അവതാരം എടുത്ത് നീരുമായിട്ട് സുഖമാ ദാമ്പത്യം വായിച്ച് കല്യാണം വായിച്ചൊരു സുഖം അവിടെ ജീവിച്ചിട്ടിരിക്കാൻ. അടുത്ത നടപടികളൊന്നും കാണുന്നതില്ലേ, എല്ലാവരും വിഷമിച്ചിട്ടിരിക്കാം. ഇപ്പം രാമന് തുടരാൻ നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നുണ്ട് എന്നുള്ള പദം അങ്ങ് ചൊല്ലുന്നതുണ്ട്. രാമരപ്പടി ചൊന്നതുകൊണ്ടാകുമോ தெரியாது. അപ്പോഴത്തേക്കും ദശരഥനിക്ക് അന്ത സമയത്തിൽ പെട്ടെന്ന് ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. അവർ വസിഷ്ഠമുഖ്യ അവരുടെ മന്ത്രിമാരെയെല്ലാം കൂപ്പിട്ട് യോഗം തുടരാൻ രാമന് പെട്ടെന്ന് ഒരു പട്ടാഭിഷേകം നടത്തണം. അടുത്ത യുവരാജാവായിട്ട് അവന് വാഴിക്കണം തുടരാൻ. വസിഷ്ഠം പാത്രത്തിൽ തുടരാൻ നാളെ പൂയം നക്ഷത്രമാണ്, നല്ല ദിവസമാണ്, നമുക്ക് നാളെ തന്നെ നടത്താം എന്ന് ചൊല്ലിയിട്ടാക്കും അത് ആരംഭിക്കണം. ഉടനെ ഇവർ സുമന്ത്രരെല്ലാം കൂപ്പിട്ട് സർവ്വ അമാത്യന്മാരെയും കൂപ്പിടാൻ വസിഷ്ഠ മഹർഷിയുടെ കേട്ടിട്ട് നാളേക്ക് ഇതൊക്കെ ആവശ്യമുള്ള സർവ്വ സംഭാരങ്ങളും നിങ്ങൾ ഒരുക്കുമ്പോൾ പട്ടാഭിഷേകം നമുക്ക് നന്നായി നടത്തണം എന്ന് തുടരാൻ വിഷയത്തെ കൗശല്യത്തെ പേര് തുടരാൻ അവൾ സന്തോഷപ്പെടാം. രാമൻകിട്ടേയും ചുറ്റി വെക്കാൻ വസിഷ്ഠ രാമൻകിട്ട പേര് തുടരാൻ രാമൻകിട്ടയെ സീതങ്കിട്ട് തുടരാൻ ഇന്ന് ഉപവാസം നിങ്ങൾ ഇരിക്കണം, നാളേക്ക് പട്ടാഭിഷേകം. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഉപവസിക്കണം ചൊല്ലിയിട്ട് പോരാൻ. ഇത് കഴിഞ്ഞ് രാത്രിയോടെ രാത്രി കോലാഹലമായ അയോധ്യ മുഴുവനും അലങ്കാരങ്ങളെല്ലാം നടക്കുന്നത്. നേരം വെളുത്ത സമയത്തിൽ കൈകേയി പാലിക്കറ ഇപ്പം മന്ദര കിട്ടാൻ നിൽക്കറ. എന്താണ് ഇവിടെ ഒരു കോലാഹലമൊക്കെ നടക്കുന്നത്? പെട്ടെന്ന് അപ്പം മന്ദരെ ഒരു വെറുപ്പോട് കൂടിയാലും ചൊറ, ഓ രാമൻ്റെ പട്ടാഭിഷേകമാണത്രേ. അത് കേട്ടതും കൈകി തുള്ളിച്ചാടറ, ആഹാ എൻ്റെ രാമൻ്റെ പട്ടാഭിഷേകം, ഇത് നീ ഇത്ര രാഘവത്തോടെയാണ് പറയണത്. സന്തോഷം കൊണ്ട് കഴുത്തിലൊരു മാല എടുത്ത് മന്ദരി കൊടുക്കുവാക്കും. മന്ദരന്ത മാല വലിച്ചേറാക്കും. മൂടെ നീ എന്ത് വിചാരിച്ചു? രാമൻ്റെ പട്ടാഭിഷേകം എന്നുള്ളത് കൗസല്യയോട് തന്ത്രത്തിൽ അവ തീരുമാനിച്ചെടുത്തിരിക്കാം. നിന്റെ രാമൻ നീ വരണം. നിന്റെ രാമൻ അവിടെ രാജാവായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ രാമനൊന്നും ഇല്ല. പിന്നെ കൗസല്യാണ് പട്ടമഹർഷി, രാജമാതാവ്. സുമിത്രയ്ക്ക് പിന്നെ ഒന്നുമില്ലെങ്കിലും ലക്ഷ്മണൻ രാമൻ്റെ അനുചരനാണ്, കൂടെ എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് അവളുടെ കാര്യം വലിയ കുഴപ്പമില്ല. പക്ഷെ നിൻ്റെയും നിൻ്റെ മകൻ ഭരതൻ്റെയും കാര്യം ആലോചിച്ചാലാണ് കഷ്ടം. നീ ഇനി കൗസല്യയുടെ ദാസിയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയണം, ഭരതൻ രാമൻ്റെ ദാസനായിട്ട്. ഇപ്പിടി കൊഞ്ചം കൊഞ്ചമ വിഷമേറ്റി കൈയ്യേക്ക് എന്നാണ് തിരിയില്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണത്? ഇപ്പം തോട്ടാടി മൂഢേ, നിനക്കറിയില്ലേ പണ്ട് നിനക്ക് ദശരഥൻ രാജാവ് 2 വരം തന്നിട്ടുണ്ട്, നീ അന്ന് അത് വേണ്ടെന്ന് വെച്ചു. ദേവാസുര യുദ്ധത്തിൽ സ്വന്തം പതിയെ രക്ഷിച്ചതിന് 2 വരം നൽകാമെന്നും അത് ആവശ്യമുള്ളത് ചോദിക്കാമെന്നുമാണ് നീ പറഞ്ഞിരിക്കുന്നത്. ആ വരം നീ ഇപ്പോൾ ചോദിക്കണം. രാമന് 14 വർഷം വനവാസം ചോദിക്കുക, നിന്റെ പുത്രനായ ഭരതൻ രാജ്യവും കൊടുക്കുക. മാത്രമല്ല നീ നിൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് തലമുടി അഴിച്ചിട്ട് നേരെ ക്രോധാലയം அப்படி ഒരു വാക്ക് ചൊല്ലുക. ഇത് ക്രോധിക്കരുത് വേണ്ടി ആൾക്ക് പ്രത്യേകം മുറിയിരിക്കോ ശരിയല്ലേ? രാമായണൻ വായിച്ചാകും നീ ചെല്ല ക്രോധാലയത്തിൽ ചെല്ലണം തൊടുക. അങ്ങ് പോയി പഠിച്ചുപോന്നാക്കും.
ശരി, അതനുസരിച്ച് കയ്യേക്ക് ഉടനെ ക്രോധാലയം പോയേച്ചി മന്ദരയോട് ജോലി കഴിഞ്ഞാൽ കിട്ടിയ ഇനി മന്ദര ഞങ്ങൾക്ക് പാർട്ടിയില്ല. ഇവിടുത്തെ മന്ദരെ ഇത്രയും ഭംഗിയായ സംഗതി ചെയ്ത അത് കഴിഞ്ഞ് രാമൻ എന്നാ ദശരഥ മഹാരാജാവ് കൈകേയി റൂമിൽ പറയാൻ പുറത്ത് അങ്ങ് കാണത്തില്ലേ. അപ്പോൾ പരിചാരകരുടെ കേൾക്കാൻ ദേവി എവിടെ പോയി ക്രോധാലയത്തിലാണ് പറഞ്ഞത്. ഇവർക്ക് തൂക്കിയിട്ട് ക്രോധാലയത്തിൽ പിന്നെ ഉടനെ ഓടി പോരാൻ പുറത്ത് ഇവളങ്ങ് അഴുത് പെരഞ്ച് ആകപ്പാട് ആവശ്യത്തെ കടക്ക വെക്കും. ഉടനെ കേൾക്കാൻ നിനക്ക് എന്ത് പറ്റി, ഇന്ന് നല്ലൊരു സുദിനമല്ലേ, നിനക്ക് എന്ത് വേണ്ടെന്ന് പറയൂ, എന്ത് ഞാൻ ചെയ്തു തരാം, എന്താ നിൻ്റെ ആഗ്രഹം, അപ്പോൾ ഒരുപാട് കൂട്ടി കേൾക്കാൻ. അപ്പോൾ അവൾ കേൾക്കറ പണ്ട് അങ്ങ് എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ വരം ഇപ്പം ഞാൻ ആവശ്യപ്പെടുകയാണ്. അതാണോ കാര്യം, എന്ത് വേണമെങ്കിലും ചോദിക്കുമെന്ന് വരുമ്പോൾ ലാഘവത്തോടെ അവൾ തുടരാം. ആദ്യത്തെ വരം അങ്ങ് രാമന് 14 വർഷം വനവാസത്തിന് അയക്കണം. രണ്ടാമത് എൻ്റെ പുത്രൻ ഭരതന് രാജ്യഭാരം കൊടുക്കണം തുടരാം. ഇത് കേട്ടതുകൂടി ദശരഥ മഹാരാജാവിക്ക് ബോധരഹിതന വിടരാന്നൊക്കെ തുടരാം. ഏന്തിരുന്നിട്ട് അവർ വിലവെക്കറാൻ എപ്പടി ഇത്തമാതിരി ദുഷ്ടത്തരം കൊല്ലത്ത് വന്നാൽ സാധിച്ചത്. ഓൻ പുള്ളിയെ രാജാവാക്കണവനെ രാമൻ കാട്ടുപോവാനേ ഇപ്പോഴത്തെ പാദങ്ങൾ എപ്പടി ചൊല്ലറായിരുന്നാലും കേട്ട് വിഷമിക്കറാൻ. അപ്പോൾ ദശരഥ മഹാരാജാവ് അങ്ങ് വീഴ്ന്തൂട്ടായിരുന്നു. അവരെ കാണായിക്കാനപ്പോൾ രാമനും ലക്ഷ്മണനെല്ലാം കൂടി അപ്പ എങ്കിരിക്കാൻ നിന്നിട്ട് കൈയ്യ റൂമിലുണ്ട് അങ്ങ് പോരാൻ. അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സന്ദർഭം കണ്ടപ്പോൾ രാമനിക്ക് ഒരു പന്തിയില്ല. അപ്പ ദുഃഖിച്ച് കിടക്കാൻ കൈകെ മാതാവാനാലും എല്ലാത്ത രീതിയിലിരിക്കാം. എന്ത് പറ്റി നേക്കണം, അച്ഛൻ എന്ത് പറ്റി? അപ്പം കൈകി ലാഘവത്തോടെ തുടരാ, മറ്റൊന്നും അല്ല പുത്ര, പണ്ട് നിൻ്റെ അച്ഛനോട് ഞാൻ 2 വരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 14 വർഷം നിനക്ക് വനവാസവും ഭരതൻ രാജ്യഭാരവും ചോദിച്ചു. അത് നിന്നോട് പറയാനുള്ള സങ്കോചം കൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. പിന്നെ സത്യലംഘനം വരാൻ പാടില്ലല്ലോ, ആ ഒരു ഭയവുമുണ്ട്. രാമൻ കൂളത്തോടെ അതിനെന്താ, എനിക്കത് സന്തോഷമേ ഉള്ളൂ. എൻ്റെ അനുജൻ ഭരതൻ എല്ലാം കൊണ്ടും രാജ്യഭാരത്തിന് പരമയോഗ്യനാണ്. പിന്നെ വനവാസം ഒരു കണക്കിന് നല്ലതാണ്. കുറേ കാലം വനത്തിലൊക്കെ പോയി ഞാൻ ആഗ്രഹപ്പെടുന്നതാണ്, ഒരു തടസ്സവുമില്ല എന്ന് വലിയ ഇവരുടനെ അതിക്കുള്ള തയ്യാറെടുപ്പോട് രാമന് പോരാൻ ക്രമേണ കൗസല്യം അല്ലാത്ത വിവരങ്ങൾ അറിയറാം. അത് കഴിഞ്ഞിട്ട് ദശരഥൻ அந்த റൂമിലും തന്നെ എപ്പോഴാവുന്ന നിങ്ങൾ കൗസല്യോട് റൂമിൽ കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ പരിചാരികളെല്ലാം എടുത്ത് രാജാ ദശരഥനെ കൗസല്യോട് മുറിയിലെ കൊണ്ട് പോടാം. കൗസല്യ തുടരാം, എന്നെ പാതകൻ ഞാൻ ചെയ്തേൻ, അന്ത കയ്യുകൾ വാക്കൊക്കെ ഉണ്ട്. ഭരതനിക്ക് രാജ്യം കൊടുത്താൽ എമ്പുള്ളിയ രാജ്യത്തിൽ എന്തെങ്കിലും നീ കാട്ടുകൻ പറയുന്നെല്ലാം കേൾക്കറ തുടരാൻ പുണ്ണിലെ തീക്കുള്ളി വെക്കണമായിരുത്ത വർത്തമാനമൊക്കെ നീ ചൊല്ലറായി. അപ്പടി ചൊല്ലി എന്നെ വിഷമിപ്പിക്കാതെ, എൻ്റെ കാലാവധി തീരാറായി, മുനിശാപം ഞാൻ ഓർക്കുന്നു. ഇവർക്ക് പണ്ട് നടന്ന അന്ത കഥ അതിനെ വിസ്തരിക്കണമെന്നുണ്ടാ ഇല്ലേ? അപ്പോൾ അന്ത കഥയെ ചൊല്ലറാൻ ചൊല്ലി കഴിഞ്ഞിട്ട് ഹാ രാമ, ഹാ സീത, ഹാ ലക്ഷ്മണ വലിയ ദശരഥൻ പ്രാണം വിടുറാൻ. ഇതോടുകൂടി വസിഷ്ഠ മഹർഷി രാജാവോട് ശരീരം എണ്ണ തുണിയിൽ പോട്ട് വയ്ക്കറാൻ. ഇതങ്ങ് നിർത്തി ഇന്ന സമയത്തിൽ രാമൻ എന്നെ ചേരാൻ. ഇവ വനവാസത്തിക്ക് ഒരുങ്ങനെ രാമൻ അങ്ങ് മരവൂരിയെല്ലാം കൈകൈ കൊടുക്കറ. അത് സീതയ്ക്ക് മരവൂര് കൊടുത്ത ഇവർ വസിഷ്ഠ മഹർഷി പൊട്ടിത്തീർക്കറ കൈകിട്ട് രാമനെ തന്നെ കാട്ടുക പോയി ചെന്നായി. സീതയ്ക്ക് മരവൂര് കൊടുത്ത് ഉണക്കന്നെ അധികാരം ഒരുക്കുന്നതിനും കിട്ടി അവളെ ചില്ലറ ഭാഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സുമന്ത്രർ രഥത്തിൽ കയറ്റി ഇവ 3 പേരെയും കൊണ്ടുപോരാൻ സർവ്വ പൗരജനങ്ങളും പിന്നാലെ ഓടണം. அப்படியே வந்து இவ രാത്രി സരയൂ നദി കരയിൽ വന്ന് ചേരാം. ജനങ്ങളാരും പോറ മട്ടില്ലേ. കൊഞ്ചം രാത്രി വൈകിനപ്പോൾ രാമനും സമുദ്രത്തിൽ തുടരാൻ ഇനി നമ്മൾ വൈകിക്കാറില്ല, നേരം വെളുത്ത ഇതൊരു ശല്യമാകും, ഇപ്പം തന്നെ നമുക്ക് ഇവിടെ വിടാൻ ചൊല്ലി ജനങ്ങളെ അറിയിക്കാക്കി അവ രാപ്പോട് രാത്രി തന്നെ അങ്ങോട്ട് പോകവേ. നേരെ പോയി ഗുഹൻ കാണറാൻ, ഗുഹൻ ഓടി വരാൻ. രാമൻ ഗുഹനെ ആശ്രയിക്കറാൻ. 2 പേരും കുശലം പേശിക്കറ. അങ്ങ് ഇരിക്കറ ഒരു മരത്തോട് ചോട്ടിൽ അന്നെങ്കിൽ രാത്രിക്ക് രാമനും സീതയും പടുത്തുക്കറ. ഗുഹനും ലക്ഷ്മണനും കാവലിൽ നിന്ന് പേശിക്കറ. സമുദ്രരും ഉണ്ടു. കാർത്താല അതിരാവിലെ നേരം വെളുത്തതും ഗുഹൻ ഒരു പടക് വരുത്തി അതിലെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും അക്കരെ കടത്തറാൻ. അവ മറിവോളം പാത്തിരുന്ന് നിൽക്കറാൻ സുമന്ത്രൻ. അത് കഴിഞ്ഞ് തിരുമ്പി അവർ നാട്ടിലേക്കും പറയാൻ. അത് കഴിഞ്ഞപ്പോൾ ദശരഥനോട് മരണവൃത്തം നടത്തുകയെ. പിന്നെ അടുത്ത പരിപാടി ഭരതനെ വരുത്തണം. അപ്പോൾ അതിക്ക് വേണ്ടി ഒരു ദൂതന്മാരെ കെ രാജ്യത്ത് അനുപ്പറാം. ദശരഥനോട് മരണവൃത്താന്തത്തെ അറിയിക്കാക്കി ചൊല്ലിവിടണം.
ഒരു സസ്പെൻസ് മാതിരി നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ചേർന്ന മാതിരി. അപ്പോൾ എന്നത്തേക്ക് വരച്ചെണ്ണ ഭരതന് ശത്രുഘ്നൻ ആകെ ആകാംക്ഷയച്ചു. അവ അങ്ങേന്ത് പറ 7 ദിവസം കൊണ്ട് പിടിച്ചതാണ് അയോധ്യ തീർത്തേക്ക്. 7ാമത്തെ ദിവസവും അയോധ്യ തീർത്ത് അയോധ്യയിലെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക. ജനങ്ങളെല്ലാം ഭരതനെ ഒരുമാതിരി തീക്ഷ്ണമ ഭാവത്തിൽ പയർക്കിറാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാവത്തിൽ ഭരതം കിട്ടും നമുക്ക് വല്ലാത്തൊരു തോന്നും. കാരണം ഒരു തെറ്റും ചെയ്യാതേക്ക് സർവ്വ പഴി വാങ്ങിനൊരു കഥ. അവരതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലേ. അപ്പോൾ ഇവർ നേരെ ഓടിപ്പോറാൻ. ആരുടെ കേൾക്കാൻ പറ്റും? നേരെ സ്വന്തം മാതാവ് റൂമിലേക്കും പോറാൻ. കയ്യെങ്കിലും പറഞ്ഞ അമ്മേ ഇവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ. ഇവൾ പൂള എല്ലാം നല്ലതിനാണ് പുത്ര, എല്ലാം നിനക്ക് നല്ലതിനെ വരുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പിന്നെ മനസ്സിലാവുന്നില്ലേ. അല്ല എനിക്കാകെ മനസ്സിലാവുന്നില്ല. അച്ഛൻ സാധാരണ എപ്പോഴും അമ്മയുടെ മുറിയിലാണല്ലോ ഞാൻ കാണുന്നത്. കൂടുതൽ സമയം ചെലവഴിക്കുന്ന എവിടെയാണ്? അച്ഛനോടെ പോയി. എന്താ പദ്യത്തിലെ തുടർന്ന മാതിരി തന്നെ തുടരേ. അപ്പോൾ അവ തുടരാ, നിൻ്റെ അച്ഛൻ സ്വർഗ്ഗലോകം പോയി ഉത്തരാന്ന് തുടരാം. അയ്യോ എൻ്റെ അച്ഛൻ സ്വർഗ്ഗലോകം പോയോ ഇതിൽ വിഷമിച്ച് അലറാൻ. അത് കഴിഞ്ഞ് ചേക്കറാൻ അച്ഛൻ മരിക്കുമ്പോൾ അവസാനം എന്താ പറഞ്ഞത്? ഹാ രാമ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രാണൻ കളഞ്ഞത്. അപ്പോൾ ഭരതന് കടുത്ത് ജോലി വെച്ചു. എന്താ അപ്പം അച്ഛൻ മരിക്കുമ്പോൾ ഇവരാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? രാമനും ലക്ഷ്മണനും എൻ്റെ ജ്യേഷ്ഠനും സീതാദേവി അവിടെ പോയെന്ന് വെക്കണം. അപ്പം തുടറ അത് വേറൊന്നുമല്ല, എന്താ വരമ്പാങ്ങിന് വിവരവും ഇവൾ കേട്ട വിവരത്തെയും എല്ലാം ചൊല്ലത്തോട് ഭരതൻ പൊട്ടിത്തെറിക്കാൻ. അതിമഹാഭാവിയാനോ എന്നോട് ഗർഭത്തിൽ ഞാൻ ജനിച്ചത് തന്നെ എത്രയോ പെരിയ പാതകം ചെയ്തവനാക്കി ഞാൻ. ഇത് ഇത്രയും ഒരു കൊടൂര കാര്യത്തെ ചെയ്തിട്ട് ഇത്ര കൂളാൻ ഞാൻ എങ്കിട്ട് പേശിട്ടെന്താ ഇല്ല. ഒന്നെ മാതാവാക്കും തൊഴിലത്ത് കൂടെ ഇങ്ങനെ ലജ്ജയാക്കും. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണെന്ന് വരെ തൊഴിലുണ്ട് മാതാവ് ഗർഭത്തിൽ. എന്നിട്ട് നേരെ ഓർഡർ കൗസല്യയുടെ റൂമിൽ അങ്ങ് പോയിട്ട് കെട്ടിപ്പിടിക്കാൻ ആവാം. കൗസല്യം തുടര പുത്ര നീ വന്നോ, ഇനി നിനക്ക് രാജ്യഭാരം എടുക്കാം. പാവം എൻ്റെ പുത്രന് എന്തിനാണപ്പാ എല്ലാവരും കൂടി കാട്ടി പറഞ്ഞേക്കുന്നത്? അവർ കഥറേ ലക്ഷ്മണൻ. അമ്മ വിചാരിക്കുന്നുണ്ടോ ഞാൻ രാജ്യഭാരം സ്വീകരിക്കുമെന്ന്? എൻ്റെ ജ്യേഷ്ഠൻ എവിടെ ഇരുന്നാലും ആ നിമിഷം ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് രാജാവാക്കാതെ ഞാൻ രാജ്യം ഭരിക്കില്ല. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചോന്ന് നേരത്തെ കൗസല്യ കെട്ടിപ്പിടിച്ച് ആറാവാം. ഇത്ര ഉത്തമനാണ് പുത്രനാക്കി നീ വേണ്ടിയിട്ട്. ഇപ്പടി വേഷിൻ്റെ വസിഷ്ഠം വന്ന് തുടരാൻ പോരും ദിവസം ആയാച്ച്. അപ്പോൾ അവിടെ മൃതദേഹം ഇപ്പോഴേ ദിവസം നിറയെ ആയാച്ച്. എണ്ണത്തൊഴി തൊഴിലെടുത്ത് കൊടുത്തേക്ക് സംസ്കാരാദി കറികളെല്ലാം ഉടനെ ചെയ്യുമ്പോൾ ഉടനെ അതെല്ലാം ചെയ്യാറാം. കൊഞ്ചം ദിവസത്തിൽ ഇതെല്ലാം പൂർത്തിയായിച്ച്. അത് കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ തുടരാൻ ഭരത ഇനി നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം രാജ്യഭാരം നടത്തുന്നത് നീയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. പറയാൻ ഗുരു അങ്ങ് എന്തായി പറയണത്? നമ്മുടെ സൂര്യവംശത്തിൻ്റെ വിധി പ്രകാരം മൂത്ത പുത്രൻ രാജാവാകണം. അങ്ങനെ വരുമ്പോൾ ജ്യേഷ്ഠനായ രാമൻ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെ രാജാവാകും? പക്ഷെ നിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അതാണ്. പിതൃവാക്യം അനുസരിച്ച് രാജ്യം നിനക്ക് തന്നിരിക്കുന്നത്. ഒരിക്കലും ഞാനത് ഏക്കാൻ തയ്യാറല്ല. എൻ്റെ ജ്യേഷ്ഠൻ എവിടെ ഇരുന്നാലും ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു കൊണ്ടുവന്ന് രാജാവാക്കിയിട്ട് ഇനി അടുത്ത ജോലിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ വനത്തിലേക്ക് പുറപ്പെടാം. ഒരു സന്ദർഭത്തിൽ വസിഷ്ഠൻ തുടരാൻ ലക്ഷ്മണനേക്കാളേറെ സ്നേഹം നിനക്ക് രാമനിൽ ഉണ്ടെന്ന് അവരെ തുടരാൻ. ഭരതനോട് എന്ത് സ്നേഹത്തെ കണ്ടിട്ട് ഭരതനോട് സങ്കടങ്ങൾ തീർന്നില്ലേ. സർവ്വജനങ്ങളും കൂടി പോയിട്ട് ഗുഹൻ ദൂരേന്ന് പരത്താൻ ഗുഹൻ അനുജന്മാരുടെ തുടരാൻ ഭരതൻ സർവ്വ സൈന്യ സന്നാഹത്തോടുകയാണല്ലോ വരുന്നത്. ഇതിനി രാമനെ ആക്രമിച്ച് இந்த 14 വർഷം പോരാത് ഉള്ള ജീവിതകാലം മുഴുവനും എനിക്ക് രാജ്യം ഭരിക്കണം എന്നുള്ള അതിൻ്റെ വരാൻ ശരിയല്ല. ഞാൻ ഏതായാലും ആദ്യം പോയി വിവരം അന്വേഷിച്ചിട്ട് വരാം. നല്ല ഉദ്ദേശമാണെങ്കിൽ നമുക്ക് പടകിറക്കാം, അല്ലെങ്കിൽ നിങ്ങളാരും ഇറങ്ങരുത് എന്ന് വേണ്ടിയിട്ട് പോരാൻ. ഭരതനെ ദൂരെ കണ്ടപ്പോഴേ ഗുഹനെ ദൂരെ കണ്ടപ്പോഴേ ഭരതൻ ഓടിപ്പോയി ആശ്രയിക്കാൻ. ഗുഹ നീ എന്ത് പുണ്യം ചെയ്തു, എൻ്റെ സഹോദരൻ നിന്നെ ആശ്രയിച്ചെന്ന് കേട്ടു. ആ മാറിൽ ഞാനും ആശ്രയിക്കട്ടെ എന്ന് വേണ്ടിയിട്ട് ഇവർ കെട്ടിപ്പിടിക്കാൻ ഗുഹനെ. അത് കഴിഞ്ഞ് ചേക്കറാൻ അന്ന് രാത്രി എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ജ്യേഷ്ഠത്തിനെയും എവിടെ കിടന്നോ ഉറങ്ങിയ ചേക്കറാൻ സ്ഥലം കാട്ടത്ത് അങ്ങ് വിഴുന്ന് ഉരുളറാൻ അന്ത മണ്ണിൽ. ഇതെല്ലാം കണ്ടപ്പോൾ ഗുഹനക്ക് എന്നെ ചെയ്യാനും ശരിയല്ലേ, ഇപ്പിടിപ്പെട്ട ഒരു ഉത്തമൻ എന്നെ സംശയിച്ചേനെ. ഉടനെ അനുയായിട്ട് തുടരാൻ 100 കണക്കിന് പറഞ്ഞു ഇപ്പം തന്നെ ഇറക്കിക്കോ, ഇവരെ നമുക്ക് അക്കരെ കടത്തണം. അക്കരെ കടന്ന് എല്ലാവരും ചേർന്ന് ഭരദ്വാജ മുനിയോട് അങ്കയാക്കും. ഭരദ്വാജ മുനിയും ഒരു ഉടനെ കൊടുക്കല്ലേ. ഇപ്പോൾ എത്തിന് വേണ്ട സന്ധ്യ അയച്ചതാങ്കിൽ ഭരദ്വാജനെ കിട്ട ചിത്രപടാതിലേ ഉണ്ട്. പക്ഷേ ഇപ്പം രാത്രി സമയം പോകാൻ പറ്റാതെ. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് എല്ലാവർക്കും ഇവിടെ വിശ്രമം, എല്ലാവർക്കുമുള്ള വിരുന്ന് ഞാൻ ഇന്ന് നൽകും ചൊല്ലി അവരോട് തപോശക്തിയിലെ കാമധേനുവോ വരുത്തറാരാം. കാമധേനു ചൊന്ന സമയം കൊണ്ട് പെരിയ പന്തലെല്ലാം പോയിട്ട് അങ്ങ് കൂട്ടിപ്പെട്ട സർവ്വ പൗരജനങ്ങൾക്കും മിഷ്ടാനമായ സദ്യ ഒരുക്കി
പരിചാരക സഹിതമാക്കും കാമധേനു കൊടുക്കണത്. എല്ലാവരും സുഖസമൃദ്ധമായ ആഹാരം കഴിക്കണം, ഭരതനും ശത്രുഘ്നും ഒരു വെള്ളം പോലും കുടിക്കാൻ ഒക്കാണ്ടിരിക്കാം. ഇപ്പോൾ ഭരതാജമന് രാത്രി അവളെ പാത്തിട്ടിരിക്കാൻ ഇവൻ എപ്പടി ഇരിക്കാൻ ചൊല്ലിയിട്ട് അക്ഷമനായിട്ടാക്കി ഇരിക്കാൻ ഭരതൻ നേരം വെളുക്കില്ലേ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് തോന്നരുത് ഞാൻ വിചാരിച്ച മാതിരി അല്ല ഇവനമാരി ഒരു ഉത്തമ ലോകത്തിലെ കാണാമെന്ന് ആര് വെക്കാൻ. അടുത്ത ദിവസം നേരെ ഇവ അതിരാവിലെ തന്നെ ചിത്രകലത്തിൽ ഇറങ്ങാം. അംഗത്തിനുമ്പോൾ ലക്ഷ്മണന് ഒരു സംശയം, ചേട്ടാ ഭരതൻ വലിയ പടയോടുകൂടി വരികയാണ്. രാമൻ ചോദിച്ചാൽ നീ വിചാരിക്കണ മാതിരില്ല, ഭരതൻ എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ എന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് വരണത്, നീ നോക്കിക്കോ എന്ന് ചൊല്ലിയിട്ടിരിക്കുക. അതേമാതിരി വന്നതും രാമരെ കണ്ടതും ഭരതൻ ഓടി വന്ന് കാലിലെ വീഴ്ത്തി കെട്ടിപ്പിടിക്കാൻ, ലക്ഷ്മണൻ ഭരതനോട് കാലിലെ വീഴാൻ, എൻ്റെ മൂത്തത് അനുസരിച്ച് ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെ കാലിലെ വീഴാൻ. ഇപ്പോൾ ഇവാളെല്ലാവരും പരസ്പരം എല്ലാവരും മാതൃജങ്ങളെ വന്നിക്കണം. കൈകേയി കൊണ്ടുപോകണമെന്നൊക്കെ ആദ്യം ഭരതൻ ചെന്നാൻ കിട്ടിയ. നാളെ രാവിലെ പുറപ്പെടുമ്പോൾ കൈകേയി ഒഴിച്ചുള്ള സർവ്വ മാതൃജനങ്ങളും വരണമെന്നാക്കി ചൊല്ലാൻ. പക്ഷേ കൈകേയി പോറ നമ്മൾ പുറയത്തും കാണണം, പക്ഷേ ഇവരങ്ങ് ചൊല്ലിയിരുന്നേ ഇപ്പോൾ വരണ്ടാന്ന്. അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാമൻ കേക്കറാർ എല്ലാവരും മന്ദേൽ പിതാവ് എങ്ങനെ ഇരിക്കണു, അച്ഛന് സൗഖ്യമല്ലേ എന്ന് കേർത്ത് അയ്യോ പറയാൻ മറന്നു, നമ്മുടെ അച്ഛൻ സ്വർഗത്തിനായി എന്ന് പറഞ്ഞാൽ ഉടനെ രാമനും ലക്ഷ്മണനും സീതാദേവിയെല്ലാം ரொம்ப വിഷമിക്കറാം. പിന്നെ വസിഷ്ഠനോട് ആഗ്രഹപ്രകാരം അവരോട് സംസ്കാര കർമാദികളെല്ലാം പക്കത്തിലേക്ക് നദീതീരത്തിൽ പോയിട്ട് എല്ലാവരും ചെയ്യാറാം. അതെല്ലാം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ തുടരാൻ ജ്യേഷ്ഠൻ തിരിച്ച് വരണം, ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. എൻ്റെ അമ്മ ചെയ്ത പാതകത്തിന് ഞാൻ ബലിയാറാവില്ല, രാജ്യം അങ്ങ് തന്നെ ഭരിക്കണം. നമ്മുടെ ഇക്ഷാകു വംശത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് മൂത്തപുത്രനായ രാമൻ തന്നെ വേണം രാജ്യം ഭരിക്കാൻ, ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ. ഇപ്പോൾ രാമൻ തുടരാൻ അത് നമ്മൾ തെറ്റപ്പെടാതെ, കാരണം ഇത് പിതാവിൻ്റെ ആജ്ഞയാണ്. പിതൃാജ്ഞ പാലിക്കുക എന്നുള്ളത് പുത്രധർമ്മമാണ്. ആ ധർമ്മം നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പാപം അച്ഛനാണ്. പിന്നെ അത് പരിപാലിക്കേണ്ട പാപം നമുക്കും വരും. അതുകൊണ്ട് ഒന്നും മാറ്റി ചെയ്യാൻ പാടില്ല. ഭരതനിടയ്ക്ക് തുടർന്നാൽ ശരി അങ്ങ് രാജ്യം ഭരിക്കും, ഞാൻ വനവാസ പോകും, അതെങ്ങനെ? അച്ഛൻ നമുക്ക് തന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാനുള്ള അധികാരമൊന്നും നമുക്കില്ല. ഇപ്പടി പരസ്പരം പലതും ചൊള്ളറാൻ. അപ്പോൾ എഴുത്തച്ഛ രാമായണത്തോട് രീതിയിലനുസരിച്ച് ഭരതന് മറ്റേ രാമർ വസിഷ്ഠനെ പാത്ത് ഒരു സ്ഥഗ്ന കൊടുക്കറേറ്റ കണ്ണാൽ. അതനുസരിച്ച് വസിഷ്ഠൻ മണ്ണുള്ള ഭരതനെ കൂട്ടിയിട്ട് പോയിട്ട് ചൊള്ളറാൻ കാര്യങ്ങളെല്ലാം നീ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. രാമൻ നിൻ്റെ ജ്യേഷ്ഠൻ സാക്ഷാൽ നാരായണൻ്റെ അവതാരമാണ്, രാവണ നിഗ്രഹത്തിനായിട്ട് മാത്രം ജനിച്ചവനാണ്. നിൻ്റെ ജ്യേഷ്ഠത്തെ സീതാദേവി സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മണൻ അനന്തൻ്റെ അംശമാണ്, നീ ശങ്കാണ് എന്നെല്ലാം അവരെ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കരാൻ. അതുകൊണ്ട് ഇതൊന്നും നീ വിചാരിക്കണമാതിരി നിൻ്റെ മാതാവോ മന്ത്രിയോ ആരും ഇത് തെറ്റുകാരൊന്നും അല്ല, ഇത് ഭവിക്കേണ്ടതാണ്. അതൊക്കെ ദൈവഗത്യ സംഭവിച്ചെന്ന് മാത്രം ധരിച്ചാൽ മതി എന്ന് ചൊല്ലാൻ. അപ്പോഴും ഭരതനിക്ക് പൂർണ്ണ തൃപ്തി പറഞ്ഞില്ലേ. അപ്പം രാജൻ തുടരാൻ 14 വർഷം മുടിഞ്ഞാൽ അടുത്ത ദിവസം അങ്ങ് അയോധ്യയിലെത്തണം. അല്ലെങ്കിൽ ആ ദിവസം ഞാൻ ചിത കൂട്ടി അവിടെ കാത്തിരിക്കും. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ചിതയിൽ ചാടി എൻ്റെ ജീവൻ കളയും. മാത്രമല്ല ഈ 14 വർഷം ഞാൻ മരൂര് ധരിച്ച് ജഡത്തോടുകൂടി അങ്ങ് എങ്ങനെയാണോ മനസ്സിൽ ജീവിക്കണത് അതുപോലെ ഒരു രാജകീയ സുഖങ്ങളും ഞാൻ ഏൽക്കുന്നില്ല. പൂർണ്ണ ബ്രഹ്മചര്യത്തോടു കൂടി തന്നെ ഞാൻ ജീവിക്കും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല, അങ്ങയുടെ പാതക എനിക്ക് വേണം ചൊല്ലി രാമൻ ரொம்ப സന്തോഷത്തോടെ കൊടുത്തിട്ട് അന്ത പാതകയെ തലയിൽ വെച്ചിട്ട് പോയിട്ട് അയോധ്യയോട് കിഴക്കേ ഭാഗത്തിലുള്ള ഒരു ഗ്രാമാന്തരമായ നന്ദിഗ്രാമം എന്നുള്ള സ്ഥലത്തിൽ ഒരു പർണശാല കെട്ടി അംഗ സിംഹാസനത്തിൽ വെച്ച് രാമരോട് പാതകയെ വെച്ച് നിത്യവും പൂജ ചെയ്ത് അതും നിന്നുണ്ട് 14 വർഷം രാജ്യം ഭരിക്കാനായിട്ടുള്ള. അന്ത 14 വർഷത്തിൽ രാമത്തെ പറ്റി ഞാൻ ചൊല്ലറില്ലേ. ഭരതൻ എന്നുള്ള പേര് തന്നെ ഭരത നിപുണൻ എന്നാ ഉണ്ടാക്കാൻ ഭരതൻ എന്ന് പേര് കൂട്ടാൻ ആദ്യം ചൊല്ലറുമുണ്ട്. രാമൻ മനുഷ്യനോട് മനസ്സെ രമിപ്പിക്കപ്പെട്ടവൻ, അതുകൊണ്ട് രമന്ത ഇത് രാമ. ഭരണനിപുണനായത് കൊണ്ട് ഇവന് ഭരതൻ. ശത്രുക്കളെ നിഗ്രഹിക്കാൻ കേമനായതുകൊണ്ട് ഇവൻ ശത്രുഘ്നൻ. ലക്ഷണമൊത്തവൻ ലക്ഷ്മണൻ. ഇതെല്ലാം ചൊല്ലിയിട്ടാക്കുമ്പോൾ അതുവാൾക്ക് പേര് ഓർഡർ തന്നെ ആദ്യകാലത്തിൽ. പിന്നെ എഴുത്തച്ഛ രാമായണം മുഴുവനും ചൊല്ലപ്പോന ഒത്തിരി സ്തോത്രങ്ങളാകും, സ്തുതികളും ഉപദേശങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കപ്പെട്ടതാക്കും. ആദ്യ സ്തുതി തന്നെ കൗസല്യോടാക്കും. ഭഗവാൻ പിറന്ന വഴിക്ക് തന്നെ അവരോട് പൂർണ്ണ രൂപം ദേവിയെ കാട്ടിക്കൊടുക്കണേ. കൗസല്യ ദേവിക്ക് ശംഖചക്ര കഥാവാണിയായിട്ട് എന്നിട്ട് നിന്ന് കൗസല്യ അവരെ തുടറ. രാമനോട് എന്താ ഭഗവാനെ വർണ്ണിക്കുന്ന സീനെല്ലാം ഉണ്ട്. അതിനത്
പ്രപഞ്ചം മുഴുവൻ ഭരിക്കപ്പെട്ട നാഥനാക്കും, വിരാട സ്വരൂപനാക്കും നീ എന്നെല്ലാം ചൊല്ലി ഒരുപാട് സ്തുതിക്കറാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് തുടരാം മതി, അങ്ങനെ ശിശുരൂപം പ്രാപിക്കണം, ആരും കാണറത്തേക്ക് പിന്നാലെ. അതനുസരിച്ച് ശിശുരൂപം പ്രാപിക്കണം. ശിശുരൂപം പ്രാപിച്ചതോടുകൂടി കൗസല്യക്ക് അന്ത കണ്ടതെല്ലാം മറന്നു പോയിടും. കാരണം അതിലാട്ട അവൾക്ക് പിന്നെ കുഴത്തെ വളർത്തപ്പെട്ടത്. യശോദയ്ക്ക് ഇതേമാതിരി കൃഷ്ണൻ മണ്ണ് നിന്നപ്പോൾ വായ പൊളിക്കുക തന്നെ. വായ പൊളിച്ചപ്പോൾ യശോദയ്ക്ക് എന്നെ ചെയ്യണം തിരിയില്ല, അതിൽക്കൂടെ കാണാത്ത വസ്തുക്കളൊന്നുമില്ലേ. കടശീര് തന്നെയും താൻ കെട്ടി നിൽക്കുന്ന കൃഷ്ണനെ അതിലെ കണ്ടപ്പോൾ ഞാൻ ആരെ കാണറേൻ. അപ്പം എന്താ ഭഗവാന്റെ മഹിമ കൂടി ഒരു നിമിഷത്തിന് മനസ്സിലാക്കിപ്പെടാം. ഉടനെ ഭഗവാൻ വായ അടുത്ത് മായയാക്കാൻ സർവ്വ സ്വഭാവത്തെ മറന്ന് പഴയപടി കൃഷ്ണനെ തിട്ടി അടിக்க പോറാം. കാരണം വെച്ചാൽ അത് കണ്ടെല്ലാം മറന്നയച്ചി. കാരണം അത് വെച്ചിട്ടിരുന്നാലും പിന്നെ ഇവാൾ വെച്ച് ജീവിക്കാൻ പറ്റാതെ സന്ദർഭങ്ങളിൽ താൻ ഭഗവാൻ ഇതെല്ലാം കാട്ടിക്കൊടുക്കാൻ. പിന്നെ ഒരു സ്തുതികൾ അധികം വരപ്പെട്ടത് രാമൻ പല ആൾക്കാരെ നിഗ്രഹിക്കുന്നുണ്ട്, രാക്ഷസന്മാരെല്ലാം. ഇവാളെല്ലാം മിക്കവാറും ഏതേൻ ഗന്ധർവന്മാരോ ദേവന്മാരോ എല്ലാം ശാപഗ്രസ്തന്മാരായി ഇരിക്കപ്പെട്ടവളായിരിക്കും. അപ്പം ശാപം മോക്ഷം കലക്കരുത് അവ രാമനെ സ്തുതിപ്പാം. അഹല്യ സ്തുതിയുണ്ട്. അഹല്യയെ കാലിൽ വെച്ച് അഹല്യക്ക് എന്താ രൂപം കടച്ചപ്പോൾ അഹല്യ രാമനെ സ്തുതിക്കുന്നുണ്ട്. இந்த സ്തുതികളെല്ലാം 2-3 പേര് കാണും ഭാഷകൃത്ത്. സ്തുതിയിൽ ചൊല്ലപ്പെട്ട വാക്കുകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ജീവൻ എപ്പടി ജനിക്കുന്നത്, മാതൃഗർഭത്തിൽ ഏത് സമയത്തിൽ പറക്കാൻ, ഏതേത് മാസങ്ങൾ എന്നെന്നാ അവയവങ്ങൾ ഉണ്ടാവുന്നത്, 10ാം മാസം എപ്പടി കുഴന്ത വെളിയിൽ വരുന്നത്, இந்த കുഴന്ത ഗർഭപാത്രം കിടക്കുന്നത് എന്നത്തെ ആലോചിക്കരുത്, പൂർവ്വജന്മാർജിതമായിട്ടുള്ള സർവ്വ പാപങ്ങളും മനസ്സിലാക്കി ഉണ്ടാക്കുന്ന കുഴഞ്ഞ ഉള്ള കിടക്ക്. അപ്പോൾ അങ്ങേരുത് തപിക്കുമാമിത്, എനിക്കിനി ജന്മം വേണ്ട, പോന ജന്മം മുഴുവൻ ഞാൻ കണ്ടതാക്കി, ഇനി എന്തൊക്കെ എനിക്കൊരു ജന്മം ഈശ്വര എനിക്കത് വേണ്ടാന്ന് വിചാരിച്ചത് തപിച്ചിട്ടിരിക്കും. പക്ഷെ മാതൃഗർഭത്തിൽ നിന്ന് വെളിയിൽ വന്നാണ് നിസ്മൃതി പോയാച്ച്, പിന്നെ ഒന്നും അറിയരുന്നില്ല. അതാക്കി നമ്മളുടെ അവസ്ഥ. ഗർഭകാലത്തിന് നമ്മൾ അനുഭവിച്ചൊന്നും നമ്മളത് തിരിയാതെ ജീവിതം വന്നാൽ നമ്മൾ പഴയപടി ഇതേ രീതിയിൽ പോയിട്ടിരിക്കും. അപ്പം ഇതെല്ലാം പല റിപ്പീറ്റേഷൻ വരും പലതിലെയും. ഇതെല്ലാം വീണ്ടും വീണ്ടും ചൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണലാം. ചിലതിലെ രാമനോട് വിരാട സ്വരൂപത്തെ വർണ്ണിക്കണുണ്ടു, ചിലതിലെ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന രാമൻ, എന്നിലും നിന്നിലും കുടികൊള്ളുന്ന ഒരേ പരമാത്മാവ് തന്നെയല്ല അങ്ങ് എന്നെന്നുള്ള രീതിയിലുള്ള സ്തുതികൾ വരുന്നുണ്ട്. ഇപ്പടി അന്ത കഥകൾ പോറത്. പിന്നെ തഞ്ചവടിയിൽ വെച്ച് ശൂർപ്പണക വരാം. ശൂർപ്പണക വന്ദേവായിട്ട് പ്രേമാഭ്യസനം നടത്തുന്നതും കുജനാസിക ഛേദനം നടത്തുന്നതും ഉടനെ അവൾ കിട്ടക്കിരുന്ന സ്വന്തക്കാര ഖരദൂഷണാദികളായിട്ട് പോയി വിലപിക്കറ. 14,000-ൽ പരം ഖരദൂഷണാദികൾ വരാം. അവളെ 3.25 നാഴിക ഇങ്ങനെ നമ്മളോട് 1.5 മണിക്കൂർ കൊണ്ട് രാമരെല്ലാവരും കാലുകൂരിക്ക് അയച്ചാലും ഓടാം ഒറ്റയ്ക്ക്. ഇത് കഴിഞ്ഞ് ശൂർപ്പണ അങ്ങിருந்து പോറ സമയത്തിലേക്കും എഴുത്തച്ഛൻ തുടരാൻ രാമനും സീതയും തന്നെ ഇരിക്കാൻ ലക്ഷണമില്ലേ. അപ്പോൾ തുടരാൻ ദേവി നമ്മളുടെ ജീവിതത്തിൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം നടക്കാറായി, ഇനിയിപ്പോൾ ശൂർപ്പണക വെറുതെ ഇരിക്കില്ല, അവൾ നേരെ പോയിരിക്കുന്നത് രാവണ സന്നിധിയിലാണ്. ഇനിയിപ്പോൾ രാവണൻ ദേവിയെ കൊണ്ടുപോകാൻ വരും. അതുകൊണ്ട് ദേവി അഗ്നിയിൽ മറിഞ്ഞിരിക്കുക, എന്നിട്ടൊരു മായാസീതയെ സൃഷ്ടിക്കുക. എന്താ മായാസീത ചൊല്ലപ്പെട്ടത് വാൽമീകനായ വേണ്ടി ഇല്ലെന്നങ്ങനെ മനസ്സിലാക്കിയിരിക്കാൻ. പക്ഷേ ഇവാട്ടി അത് ഉണ്ടു. അത് പ്രകാരം ദേവി അഗ്നിയെ പ്രാർത്ഥിക്കറ. ദേവി സ്വയം അഗ്നിയിലെ മറിഞ്ഞിട്ട് മറ്റൊരു മായാസീത അങ്ങ് സൃഷ്ടിച്ച് വെക്കറ. എന്താ മായാസീതയാക്കും പൊന്മാനെ കണ്ട് മോഹിക്കുന്നതും പിന്നീട് രാവൺ കട്ടുകൊണ്ട് പോകുന്നതിലെന്ന മായാസീതയായിട്ടൊക്കെ അതിൽ വർണ്ണിക്കുന്നത്. പിന്നെ മാരീചൻ ചൊല്ലപ്പെട്ടവൻ മാരീ സുബാഹു രണ്ടുപേരും അണ്ണാതമ്പിമാരാക്കും, താടകപുത്രന്മാരാക്കും. അപ്പോൾ രാമൻ താടകയെ വധിച്ച് അവസാനം വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് പുറത്ത് അംഗവെച്ചാക്കും മാരീച സുബാഹു കാണുന്നത്. സുബാഹുവ അസ്ത്രമേത് കൊടരാൻ, മാരീചൻ അസ്ത്രമേത് മാരീചൻ പേടിച്ചോടാൻ. അവസാനം തിരുമ്പി വന്ന് രാമൻകിட்ட അഭയം പ്രാപിക്കാൻ. അഭയം പ്രാപിച്ചവാളെ രാമർക്കും ചെയ്യാൻ മാറ്റാൻ. അത് രാമരോടൊരു സിസ്റ്റമാക്കും. അപ്പടി ഒരു ധർമ്മത്തിൽ ജീവിപ്പെട്ട കവർ. അതുകൊണ്ട് അവനെ വെറുതെ വിടറാൻ. അന്നേരെന്ത് മാരീചൻ രാമഭക്തനായിട്ടും വേണ്ടാത്തതൊന്നും പോയാക്കി അവന് കൊണ്ടുപോകാൻ കാര്യമുണ്ട് സ്വന്തം ജീവിച്ചിട്ടിരിക്കാൻ. അന്ത സമയത്തിലേക്കും ശൂർപ്പണക പോയി രാവണൻകിட்ட എന്നെ തുടരാ കേട്ടാനാ അവളുടെ രാമനെ മോഹിച്ചതിൽ പുറത്തില്ല. അപ്പടി ചൊല്ലപ്പറ്റാതെ അതിസുന്ദരിയായ ഒരു സ്ത്രീ സീത, അത് ജ്യേഷ്ഠന് വളരെയധികം യോജിക്കുമെന്ന് എനിക്ക് തോന്നി. ഈ കാട്ടിൽ കിടക്കുന്ന രാമനേക്കാളേറെ സീത യോജിക്കുന്ന അങ്ങേക്കാണ്. ഞാൻ അവളെ അപഹരിക്കാൻ നോക്കിയപ്പോഴാണ് എന്നെ ഇവരിങ്ങനെയൊക്കെ ചെയ്തത്.
എന്ന് രാവണനിക്ക് മോഹം ഉട്ടവാക്കും. രാമൻ പിന്നെ രാവണനോട് സ്വഭാവം തരികയും ഏത് സ്ത്രീകളോട് പറയും പോകട്ടോനാക്കുന്നുള്ളത് ഇല്ല. ശാപവും വാങ്ങി കെട്ടിയിട്ടിരിക്കാൻ, അല്ലാണ്ട് കഷ്ടമാക്കും. ഏതോ ഒരു സ്ത്രീയെ ബലാത്കാരം പിടിച്ചപ്പോൾ തന്നെ ഇനി ഏതൊരു രംഭതാൻ, രംഭ നമ്മുടെ കഥകളിയെല്ലാം വരും. രംഭയെ ബലാത്കാരമോ പ്രാപിക്കുന്നവൾ തുടരാൻ ഇന്നേക്ക് പ്ലാത് നളകൂപരൻ സ്വർഗത്ത് സ്ത്രീകളെ സംഭവിച്ചോളം അവൾക്ക് അന്നേക്ക് ഓരോ പുരുഷനാക്കും. അത് അവളുടെ ധർമ്മമാക്കും. അത് തെറ്റുമല്ല പറ്റാതെ. നളകൂപരൻ ചൊല്ലപ്പെട്ടത് കുബേരനോട് പുത്രനാക്കും. കുബേരൻ ചൊല്ലപ്പെട്ട് രാവണനോട് അണ്ണാവാക്കും. അവിടെ പാർക്കത്തെ ഇവൻ ചിത്തപ്പാവാക്കും. അങ്ങിന്ന് എൻ്റെ പിതൃവ്യനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഉതിരയ്ക്കൽ പറയാം. അതൊന്നും കേൾക്കറില്ലേ. ബലാത്കാരം അവരെ പ്രാപിക്കട്ടെ, അവൾ ശപിക്കറ. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതിക്ക് ഇനി അവളെ തുടവ് തന്നെ ചെയ്താന് അപ്പോൾ എനിക്ക് മരണം സംഭവിക്കുന്നില്ല. അതിനാൽ ബാക്കിപ്പെട്ട സ്ത്രീകൾ രക്ഷപ്പെട്ട. അപ്പടിയാക്കി ഇവർ സീതയെ കൊണ്ട് അശോകത്ത് വെക്കണം. എല്ലാവർക്കും ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതല്ല, ചെയ്ത് സാധിക്കാതെ രാവണനോട് മഹത്വം അപ്പടിയാക്കും. അപ്പോൾ എന്നാ ശരി. അപ്പം എന്നിട്ട് ഇവിടെ ഇവിടെയും തുടരാ ചൂർപ്പടകൻ. രാമൻ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ചേട്ടാ. നമ്മുടെ ജന്മസ്ഥാനത്തുണ്ടായിരുന്ന ഖരദൂഷണാദികൾ 14,000 പേരെയും ഒറ്റയ്ക്ക് വധിച്ചവനാണ്. അതുകൊണ്ട് അങ്ങ് സാഹസം കാണിച്ചപ്പോൾ രാമനെ എതിർക്കാൻ പോയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ സീതയെ കട്ടുകൊണ്ട് വരെ തുടരാം. അപ്പം അതിക്ക് പറ്റുന്ന ആൾ അരുത് വരുത്തും മരീചൻ മാമാവാക്കും, മായായിയാക്കും. എന്നാൽ ശരി, നേരെ മരീചൻ കിട്ട പോരാൻ. പിന്നെ കണ്ടപ്പോഴേ മരീചൻ തൂക്കിയാർ പോടുന്നത്. പിന്നെ എന്തൊക്കെ വരാൻ തിരിയാതെ. ഇപ്പം തുടരാൻ അമ്മാവൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇവിടെ രാമനും സീതയും എല്ലാം വന്നിരിക്കാമെന്ന് കേട്ടെ. സീതയെ എനിക്ക് അപഹരിച്ച് കൊണ്ടുവരണം, അതിനെന്നെ സഹായിക്കണം. അപ്പോൾ അവർ തുടരാൻ, നീ വിചാരിക്കുന്ന മാതിരിയല്ല രാവണ. രാമൻ ആരെന്ന് നീ അറിയില്ല. രാമൻ്റെ പരാക്രമം അറിഞ്ഞവനാണ് ഞാൻ. രാമൻ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം സാക്ഷാൽ ശ്രീമൻ നാരായണൻ്റെ അവതാര പുരുഷനാണ്. നമ്മളെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനുമാണ്. അതുകൊണ്ട് വേണ്ടാധീനത്തിലൊന്നും നീ പോകണ്ട. നിന്നെ ആരോ ശത്രുക്കളായിരിക്കും നിന്നെ അയച്ചെന്ന് എനിക്ക് തോന്നണം. അല്ലാണ്ട് നിൻ്റെ ജീവന് താല്പര്യപ്പെട്ട ആരും നിന്നെ ഇങ്ങനെ അയക്കില്ല. ഒരു നിമിഷം മരുന്നിൻ്റെ വർത്താനം കേട്ടപ്പോൾ രാവണനിക്ക് എന്നോ പോരാരാം. കൊഞ്ചം പോയി കഴിച്ചപ്പോൾ രാവണനെ ആലോചിക്കണം, ഞാൻ എൻ്റെ വന്ന ഇന്നത്തേക്ക് ഇവനോട് ഉപദേശം കേൾക്കുന്നത് അല്ലത്. ഉടനെ തിരുപ്പിയാച്ചി. അത് കണ്ടപ്പോൾ മരുന്നിന് തെരിഞ്ഞത് ഇവനോട് നാശം അടുത്താച്ചി. അതുതന്നെ ഞാൻ പറയാൻ വന്ന വഴിക്ക് മരുന്നിൻ്റെ വീണ്ടും തുടരാൻ. നീ ഒരു പെൺമാൻ രൂപത്തിൽ പോയിട്ട് സീതയെ മോഹിപ്പിക്കണം. അന്ത സമയം ഞാൻ രാവണന് സീതാദേവിയെ എനിക്ക് ഇട്ടിട്ട് വരാം. നീ ചെയ്യാത്ത വാളും കൊണ്ട് വധിക്കാൻ തയ്യാറാവാക്കും. അപ്പം മാരിഞ്ഞം വിചാരിക്കാൻ അന്നേക്ക് രാമബാണത്തിൽ രക്ഷപ്പെട്ടെ. ഇനി ഏതായാലും എന്നോട് മരണ അടുത്തായേശി. ഇനി ഇവൻ കയ്യാലെ പുറത്ത് വിടാൻ നല്ലത്, രാമബാണത്തിൽ വെക്കുന്നതാണ് നല്ലത്. പോറേൻ എന്ന് ചൊല്ലി അവർ ഒരു പെൺമാൻ രൂപത്തിൽ മാറിയിട്ട് പോറാൻ. ഇപ്പടിയാക്കും இந்த പൊന്മാനെ കണ്ട് സീത മോഹിക്കറ. അപ്പോൾ പൊന്മാനെ കണ്ട് സീത മോഹിക്കറ, രാമന്റെ തുടറ ആ മാനിനെ എനിക്ക് പിടിച്ചു തരണം. അപ്പം രാമൻ ലക്ഷ്മണന് കിട്ട സീതയെ എഴുപ്പിച്ചിട്ട് அந்த പൊന്മാനിൻ്റെ പിന്നാലെ പോരാൻ. അപ്പം കഥയുടെ നമുക്ക് தெரியும். கொஞ்சம் ദൂരം പോയി കഴിഞ്ഞ് ഇവർ കടക്കായ്ക്കാണ്. അപ്പോൾ അവസാനം അസ്ത്രം എഴുതി அந்த മാനെ വധിക്കറാൻ. அந்த വധിക്കുന്ന സമയത്ത് രാക്ഷസ്വഭാവം കാട്ടിനാൻ. ആ സീതയെ ആ ലക്ഷ്മണ ചൊല്ലിയിട്ട് രാമശബ്ദത്തിലേക്കും മാരീചനോട് മരണം. അവൻ ദൂരെയിരുന്ന് കേട്ട സീതയ്ക്ക് ഭയമാറുത്. അയ്യോ ലക്ഷ്മണ, ജ്യേഷ്ഠൻ്റെ കുരലല്ലേ കേൾക്കുന്നത്, ജ്യേഷ്ഠനെന്തോ അപകടം സംഭവിച്ചു. രാമൻ തുടരാൻ ലക്ഷ്മണൻ തുടരാൻ എൻ്റെ ജ്യേഷ്ഠനെ വധിക്കാൻ ഈ ഭൂലോകത്തിൽ ആരുമില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങേരെ നേരിടാൻ ആരാ ഉള്ളതെന്നെല്ലാം തുടരാൻ. പക്ഷേ സീതയ്ക്ക് വറതില്ലേ മനസ്സിൽ. അവസാനം നമുക്ക് ഇപ്പടി ഒരു വാക്ക് സീത ചൊല്ലുകൊള്ളാൻ തോന്നും. സത്യം തന്നെയാണ് രാമായണ ഭാഷീകരത്ത് സീത ഇവിടെ ചൊല്ലുന്ന വാക്ക് അതികഠോരമാക്കും. നിന്റെ മനസ്സിരിപ്പ് എനിക്ക് മനസ്സിലായി. ജ്യേഷ്ഠം മരിച്ചിട്ട് എന്നെ പ്രാപിക്കാനാണ് നിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല ലക്ഷ്മണ. ഞാൻ ആ നിമിഷം തീയിൽ ചാടി ചാവും തരും. ലക്ഷ്മണൻ ചെവി കൊത്തിക്കറാൻ. എപ്പടി ഇപ്പോൾ ഒരു വാക്ക് എനിക്ക് ചൊല്ല തോന്നിയിട്ട് സൈകെട്ടാക്കും ഭാവം അങ്ങേന്തവർ പോരാൻ. അപ്പോൾ മാരീച മരണം കഴിഞ്ഞപ്പോൾ രാമൻ മനസ്സിൽ ആലോചിക്കറേ. ഇപ്പോൾ രാവണൻ അങ്ങ് വന്ന് സീതയെ കൊണ്ടുപോയിട്ട് തയ്യാറാണ്. ദൂരെ ലക്ഷ്മണ കാണും സന്തോഷമായിപ്പോ ഇവ മന്ദാച്ചി. അപ്പം അങ്ങ് സംഭവം നടക്കും. പക്ഷേ അടുത്ത് വന്ന ലക്ഷണം കേട്ട് ഇവരൊന്നും അറിയാത്തവർ ലക്ഷ്മണ എന്താ ഇത് നേരത്തെ ലക്ഷണം തുടരാൻ നിവൃത്തിയില്ലേ. ശബ്ദം കേട്ട് ദേവി ഇങ്ങോട്ട് കണ്ണവനെ കോപിച്ച. സ്ത്രീകളല്ലേ, സ്ത്രീവാക്യത്തിനത്തിലേക്ക് മനസ്സത്വം കൊടുക്കാമായിരുന്നു ലക്ഷ്മണ.
അവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ചേട്ടാ, ശരി രണ്ടുപേരും തിരുമ്പി പോറാം. അന്ന് സമയം பார்த்து രാവണനൊക്കെ പറയാൻ, രാവണൻ സീതയെ അപഹരിച്ച കഥകൾ എല്ലാവരും തിരിയപ്പെട്ടതാൻ അവർ വന്ന് കൂട്ടിയിട്ട് പോരാൻ വഴിയിലെ ജടായു തടയറത്, ജടായുവോട് യുദ്ധം ചെയ്ത് അതിനോട് പക്ഷത്തെ ഛേദിக்கிறேன். അപ്പോൾ സീതാദേവി ജടായുക്ക് ഒരു അനുഗ്രഹം കൊടുക്കണം. രാമനെ കണ്ട് இந்த விஷயம் சொல்றது வரைக்கும் உனக்கு ஆயுசு இருக்கும், அது കഴിഞ്ഞ് அவனுக்கு மரணம் സംഭവിക്കുന്ന ഒരു അനുഗ്രഹം കൊടുത്തിട്ടാക്കി പോരാം. அப்படி போகிற வழியில் ഋഷിയൂക മല ബാലികാറ മല, ഋഷിയൂക മല അങ്ങ് സുഗ്രീവനും അവനോട് മന്ത്രിമാരി ഹനുമാനെല്ലാം നിൽക്കുമായിരുന്നു. അവളെ കണ്ടപ്പോൾ ദേവിക്ക് തോന്നുന്നത് ഇവാളാലെ നമുക്ക് എന്നെയും പ്രയോജനം കിടക്കുമാനാൽ ഇരിക്കട്ടെ തന്നോട് കയ്യിൽ പോട്ടുന്നത് ഉടവെളിയും ആഭരണത്തെ എല്ലാം സാരി തലപ്പിലെന്ന് കീറി ഒരു കെട്ടി കറക്റ്റാக കീഴ പോടാം. മുകളിൽ കൂടെ ആരോ പോറത് വേണം പാർക്കണം. അപ്പോൾ എന്നോട് കടച്ചത് ഇതെന്താ ആഭരണം, ശരി എന്നെ പ്രയോജനം കാണും, ഇരിക്കട്ടെ ഇല്ലവ മാറ്റി വെക്കണം. ഇഞ്ച തിരുപ്പി വന്ന് പാർക്കുന്നത് സീതാദേവിയെ കാണുന്നതില്ലേ. മനുഷ്യസഹജമായ രീതിയിൽ ഇവ രണ്ടുപേരും വിലപിക്കരാൻ രാമൻ. அப்படி போகிற വഴിയിലേക്കും ജടായുവെ കാണാം. അപ്പോൾ ജടായുവെ കാണുന്നത് ഏതോ ഒരു ഘോരമൃഗം, അയ്യോ ഇതാരായിരിക്കും, ഒരു പക്ഷെ നമ്മളെ സീതയെ അപഹരിച്ചാനായിരിക്കുമോ, അങ്ങനെയെങ്കിൽ അവനെ വന്ധ്യനാണ് എന്നൊരു ഓർഡറാണ്. അത് ഓർഡർ സമയത്തിൽ ജടായു ഓർഡറാൻ, ഞാൻ ഉങ്ങളോട് ശത്രുവല്ല, നിൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ് ജടായു. രാവണൻ നിൻ്റെ ഭാര്യ സീതയെ മോഷ്ടിച്ചുകൊണ്ട് അപഹരിച്ചു പോയി. അവനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ രാവണൻ്റെ ചന്ദ്രകാശമേറ്റ എൻ്റെ പക്ഷങ്ങൾ കീഴ വീണു. ദേവിയുടെ അനുഗ്രഹപ്രകാരം അങ്ങേ കണ്ട് ഈ വിവരം പറയുന്നത് വരെ എൻ്റെ ജീവൻ നിലക്കെട്ടുന്നവർ പറഞ്ഞു. ആ വിവരം പറഞ്ഞു നോക്കിയിട്ട് ജടായുവോട് ജീവൻ പോറത്. ഇഞ്ച നമുക്ക് വേണമെന്നെ ചിന്നൊരു വിഷമം തോന്നുന്നു. ജടായു നേരത്തെ ഇവ കാണറുണ്ട്. പഞ്ചവടിയിൽ വാർത്തയ്ക്ക് പിന്നാലെ കിട്ടയ്ക്ക് ഉള്ള സ്ഥലത്തിൽ ജടായുവെ കാണുക. ജടായുവെ കണ്ട് രാമനും ആര്യാക്കുന്നത് ദശരഥനോട് പുത്രന്മാർ വരുമ്പോൾ നിൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ് ഞാൻ എന്നെല്ലാം ചൊല്ലുന്ന ഭാഗങ്ങൾ നമ്മൾ നേരത്തെ വാശിപ്പോൾ. എന്നിട്ട് വാൾക്ക് ജടായു തിരികേക്ക് പോകുന്നതുകൊണ്ട് മനസ്സിലാക്കരുത്. പിന്നെ ഒരു പക്ഷിയാനാൽ പോലും രാമനോട് ദൈവം കാരുണ്യം അതാക്കും. இந்த പക്ഷിക്ക് വേണ്ട സംസ്കാരങ്ങൾ ചെയ്ത് ലക്ഷണം കിട്ട ചിതയൊരുക്കെ ചൊല്ലി അതൊക്കെ വേണ്ടതാണ് സംസ്കാരാദികളെല്ലാം നടത്തണം. அப்படி இந்த ജടായുക്ക് ഭഗവാന്റെ കയ്യാൽ മോട്ടം കിടക്കരുത്, രാവണൻ്റെ ചെയ്യാനായിട്ട്. പിന്നെ അങ്കേരുന്നിവ നേരെ പോയിട്ടിരിക്കാം. அப்படி போக போக ഒരു കബന്ധൻ ഇവനോട് രൂപം எப்படி കേട്ടാനാൽ രണ്ട് കൈ இப்படி നീണ്ട് തല വയറോട് ഭാഗത്തിൽ തലയും വിചിത്ര രൂപം. ഇതെന്നെ സത്വം തിരിയറതില്ലേ. അവൻ ദൂരെ നിന്ന് അടര് വരവാക്കും ഇവാളെ പിടിക്കരുത്തേക്ക്. ഉടനെ രാമന് ലക്ഷ്മണൻ അസ്ത്രം എടുത്ത് അവന് രണ്ട് കയ്യെ ഛേദിക്കണം. കയ്യെ ഛേദിച്ചപ്പം തുള്ളി വരാനാണ്. അപ്പം അവൻ്റെ വായിൽ അസ്ത്രം കയറാം. அப்படி കബന്ധൻ മരണം. അത് കഴിഞ്ഞ് അന്ന് ഒരു ദിവ്യ രൂപം പ്രത്യക്ഷപ്പെടുന്നു. കബന്ധൻ ശാപം കടച്ച ഒരു ദേവനാക്കി. അപ്പം അവൻ ചൊല്ലറാൻ പണ്ട് അഗസ്ത്യമുനിയോ ഏതൊരു മനുഷ്യ തന്നെ മറന്നുവെച്ചു അവരോട് ശാപം ഉണ്ടാകാനാണ് ഇപ്പടി ആന അവളെ ഞാൻ പരിഹസിച്ചത്തേക്ക്. അപ്പം അന്നൊക്കെ എന്നോട് തല ശരിക്കും യഥാസ്ഥാനത്തിലേ ആയിരുന്നത്. അപ്പം നീ ഒരു രാക്ഷസനായി ജീവിക്കട്ടെ, ഇനി എന്നൊക്കെ രാമബാണം എനിക്ക് കിടക്കുന്നതോ അമ്മയിലാണ് മോചനം കിടക്കുന്നത് കൊണ്ടുവന്നാണ്. പിന്നീട് ദേവേന്ദ്രനെ ഒരിക്കൽ കണ്ടപ്പോൾ ദേവേന്ദ്രനുമായിട്ടൊരു യുദ്ധം നടന്ന് ദേവേന്ദ്രൻ ഇവനൊരു തലയെ വെട്ടാൻ തല ഛേദിച്ചപ്പോഴും ഇവനിക്ക് മരണം സംഭവിക്കണില്ല. ഇപ്പം ഞാൻ ഇന്ന് എന്നെ ചെയ്തിട്ട് ദേവേന്ദ്രനാക്കി இந்த തലയെ മടിയിലൊക്കെ കൊടുക്കറേ. അപ്പടിയാക്കി ഇവനിക്ക് കുക്ഷിയിലെ തലയും കയ്യും നീണ്ടു പോകുന്നത്. കബന്ധൻ പിന്നെ ഇവരുടെ ചൊല്ലറാൻ இந்த கிட்டக்க ശബരി ആശ്രമം ഉണ്ടു. அந்த ആശ്രമത്തിൽ ശബരിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഇരിക്കാം. അവൾ എന്നെ എതിർപാർത്തുണ്ടാക്കി ഇരിക്കാം വർഷങ്ങളായിട്ട്. அந்த ശബരി ഉനക്ക് സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചൊല്ലിത്തരുവാണ്. അതുകൊണ്ട് അങ്ങ് പോകത്തിൽ ചൊല്ലറാൻ അത് പ്രകാരം ഇവ നേരെ ശബരി ആശ്രമത്തിൽ പോകണം. അങ്ങ് ശബരിയെ പാരിക്കണം. ശബരി ചൊല്ലപ്പെട്ടോൾ ഒരു താഴ്ന്ന ജാതി സ്ത്രീയാക്കുന്നാക്കി അതിൽ വർണ്ണിച്ചിരിക്കാം. അവള് കടുത്ത ഒരു പുണ്യം എന്നാ കേട്ടാനാ എത്രയോ ദിവ്യമായ മഹർഷിമാർ ഒരു കാലത്തിൽ അങ്ങ് ഇരുന്ന അവൾക്ക് വേണ്ട പരിചാരമെല്ലാം ചെയ്ത് ആക്കും. ഇവൾക്ക് ഒരു പുണ്യമായ ഒരു അവസ്ഥ കിടക്കരുത്. അവ അവിടെ വിട്ടു പോകുന്ന സമയത്തിൽ ഇവളെ അനുഗ്രഹിക്കറ. നീ இந்த ആശ്രമത്തിൽ ഇരുന്നപ്പോൾ രാമലക്ഷ്മണന്മാർ ഒരു കാര്യം ചെയ്ത് വരുക സീതാന്വേഷണമായിട്ട്. അന്നൊക്കെ അവളെ കാണരുത്, അവളിൽ നിന്നും എനിക്ക് മോക്ഷം കിടക്കുമെന്ന് പറഞ്ഞു.
அப்படி சபரி இவாளுக்கு வேண்ட பழங்களும் ഭക്ഷണങ്ങളും എല്ലാം ശേഖരിച്ച് ജനം കൊടുക്കറാവാം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് இந்த கிட்டக்க കിഷ്കിന്ധ ഉണ്ടു. കിഷ്കിന്ധയിൽ വിഷ്ണുശിങ്ക മൂലം அந்த സ്ഥലത്തിൽ സുഗ്രീവനും അവൻ്റെ അനുയായികളെല്ലാം ഇരിക്കാം. അവളിലേക്കും എനിക്ക് എന്നെ ഗുണം കറിക്ക് ചാൻസ് ഉണ്ട്. അങ്ങ് പൊയ്ക്കോ, ഇനി എനിക്ക് അങ്ങ് മോക്ഷം തരണം. ഞാൻ എൻ്റെ ശരീരം ചിതയിൽ ദഹിപ്പിക്കാൻ പോവാണ്. ഇനി അവൾ ചിത കൂട്ടി അവളെ அப்படி തോടവാക്കി രാമൻ അനുഗ്രഹിച്ച് അവൾക്ക് മോക്ഷം തന്നു. അപ്പോൾ സുഗ്രീവൻ ദൂരത്ത് പാർക്കടുത്ത് അസ്ത്രങ്ങളെല്ലാം കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് ദൂരത്ത്. இந்த സുഗ്രീവൻ എപ്പോഴും അങ്ങ് വന്നാന്ന് വെച്ചാൽ അവരുടെ ജ്യേഷ്ഠനാണ് ഭാര്യയും സുഗ്രീവനും തമ്മിലുള്ള ഭയങ്കര ശത്രുതയാക്കി. സത്യത്തിൽ സുഗ്രീവൻ നിരപരാധിയാക്കി. പക്ഷെ അവരുടെ നിരപരാധിത്വത്തെ ഭാര്യ അംഗീകരിക്കുന്നതില്ല. ഭാര്യ മഹാബലശാലിയാക്കി. അവങ്ങോട്ട് എതിരെടുത്ത് ഉരുവാനിക്കാനും സാധിക്കാറില്ല. അവനക്കൊരു വരബലം എന്നാ വെച്ചാൽ എതിരാളിയോട് പകുതി ബലം അവനെ കിടക്കും. അതുകൊണ്ടാക്കി രാവണൻ വരെ അങ്ങോട്ട് തോറ്റു പോരാൻ തുടങ്ങാം. ഇവർക്ക് നേരെ നിന്നായിട്ട് യുദ്ധം ചെയ്ത് അയക്കാതെ അത്ര ബലവാനാക്കി. അപ്പോൾ ഒരിക്കൽ ദുന്ദുബി എന്നൊരു രാക്ഷസനെ, ഒരു അസുരനെ വധിച്ച് അവനോട് ശരീരത്തെ വലിച്ചെറിയ കൊടുക്കുന്നത് കിട്ടക്ക മാതംഗമുനി തപസ് ചെയ്തിട്ടുണ്ടാൽ അവരുടെ ആശ്രമം മുഴുവൻ ഇവനോട് എന്താ രക്തമെല്ലാം വിഴുന്ന് മലിനമാകുന്നത്. ഉടനെ അവർ ശപിക്കാൻ ഇന്ത ചെയ്തവൻ എവനാനാലും ഇതിക്ക് ചുറ്റും 1.5 യോജന സ്ഥലം അവൻ കാല കുത്തനെ അന്ന് നിമിഷം അവൻ തല പൊട്ടി ചാവട്ടെ എന്നൊരു ശാപം കൊടുത്താൽ അന്ന് സ്ഥലത്തേക്ക്. അതാകും ഋഷിയുഗമലം. അതുകൊണ്ടാക്കി അത് ഇവനക്ക് സുഗ്രീവനക്ക് ഒരു രക്ഷാ അപജമായിട്ട് മാറാൻ കാരണം. അതിക്ക് പിന്നാലെ അത് കഴിഞ്ഞ് മായാവി എന്നൊരു അസുരൻ അവനുമായിട്ട് ഭാര്യ ഏറ്റുമുട്ടേണ്ട അവസരം വന്നത്. മറയക്കാനും ഗുഹയിൽ അവൻ യുദ്ധം ചേരാം. അപ്പോൾ ഭാര്യ ചൊന്നത് ഗുഹാമുഖത്തിൽ നീ നില്ല്, ഞാൻ അകത്ത് പോയിട്ട് ഇയാളുമായിട്ട് യുദ്ധം ചെയ്താം. അതിലേന്ത് പാല് വരവാക്കുമാനാൽ അവനെ ഞാൻ കൊന്നാച്ചി. ഇല്ല രക്തമാക്കി ഒഴുകി വരുന്നത് വെച്ചാൽ ഞാൻ മരിച്ചു വിചാരിക്കുക എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് കാലം ഗുഹയുടെ തമ്മിൽ യുദ്ധം. അവസാനം മായാവി തറന്ന് മരണസന്നനാണ്. മായാവി ഇത് കേട്ടിരുന്നു. മായാവി അത് ചാവറ സമയത്തിലൊരു കൂട്ട് വെച്ചാൽ അവൻ എന്നെ ഏതാൻ കേട്ടത് പാലിക്ക് വരെ രക്തത്തെ ആക്കി ഒഴുക്കി വിട്ടാൻ. അപ്പം രക്തം ഒഴുകി വന്നപ്പോൾ സുഗ്രീവൻ അടിച്ചാൽ ഭാര്യ പോയാച്ചി. ഇനി എന്താ മായാവി തിരുപ്പി ഇഞ്ചി വന്ന് ശല്യം ചെയ്യേണ്ടതില്ല. അവൻ ഗുഹാമുഖത്ത് ഒരു പാറയെ വെച്ച് അടയ്ക്കണം. തിരുപ്പി കിഷ്കിന്ധിയിൽ പോരാൻ എല്ലാവരും ചൊല്ലറ ഭാര്യയോട് മരണമാക്കി. അപ്പം അംഗീകരിക്കണം മാറ്റി മന്ത്രിമാരും സർവ്വ ആൾക്കാരും ചൊല്ലറ ഇനിയിപ്പോൾ നീ രാജ്യം വരി ഇവ എല്ലാവരും നിർബന്ധിച്ച് സുഗ്രീവൻ രാജാവാക്കണം. ഗുഹയിലെ കടന്ന് ക്ഷീണമെല്ലാം തീർത്ത് വെളിയിൽ വരപ്പെട്ട ഭാര്യ ഒരൊറ്റ തട്ടിലെന്താ കല്ലെല്ലാം തെറിപ്പിക്കാനാണ്. ഇത് ഗുഹാമുഖം തുറന്ന് അവർക്ക് നേരം വേണ്ട. ഇൻ്റെ വെറുതെ കിഷ്കിന്ധിയിൽ സുഗ്രീവൻ രാജ്യം വരച്ചിട്ടിരിക്കാൻ. ഇത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര കോപമാക്കി. അവിടെ ദുഷ്ട എന്നെ കൊല്ലറത്തേക്ക് വേണ്ടി ഇവൻ ഗുഹാമുഖത്തിൽ കല്ല് വെച്ച് അടച്ചിരിക്കുമായിരുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ. സുഗ്രീവൻ തുടരാൻ സത്യമായിട്ടും അപ്പടിയല്ല, എന്നെ മായ தெரியாது, ഞാൻ എപ്പടി കണ്ടതുകൊണ്ട് ചെയ്തതാക്കും. അങ്ങ് രാജ്യം ഭരിച്ചോളൂ, ഒന്നും കേൾക്കറില്ല, നീ ദുഷ്ടനാക്കും എന്ന് വേണ്ടി കണ്ടമാനം ഇവനെ ദേഹോപദ്രം ചെയ്വൻ. മാത്രമല്ല ഇവനോട് കൊണ്ടാട്ടി റുമയെ ഇവൻ കൈവശപ്പെടുത്തണം. സഹോദര പത്നിയെ സഹോദരിയായിട്ടോ പുത്രിയായിട്ടോ കാണേണ്ടതാക്കും. അതുപോലെ അവൻ ചേർന്നില്ലേ. അപ്പോൾ സുഗ്രീവനോട് കൂടെ നിൽക്കപ്പെട്ട 1-2 അനുയായികളുണ്ട്. ഹനുമാനും ചൊല്ലറാൻ ഭാര്യ നീ ചേർന്ന് തെറ്റാക്കും. അതുകൊണ്ട് നീ ഇവനെ വെറുതെ വിടണം, കേൾക്കാൻ വേണ്ടായിരുന്നു. കക്ഷിയില്ലാത്ത അവസാനം ഋഷിയുഗ മരത്തിൽ പോയി അങ്ങ് അഭയം പ്രാപിക്കണം. അങ്ങുള്ളൊരു കഥ രാമായണത്തിൻ്റെ ഉള്ളതാക്കുമ്പോൾ தெரியாதிല്ല. ഞാൻ കേട്ടൊരു കഥ വേണം എൻ്റെ ഇടയിലെ കെട്ടിയിട്ടുള്ളത്. ഋഷിയുഗ മരത്തിൽ ഇന്ന് സുഗ്രീവനെ ചുമ്മാ ഇവിടെ ഭാര്യ സമ്മതിക്കില്ല. ഇവർ നിത്യവും 4 സമുദ്രക്കരയിലെ പോയി സന്ധ്യാവനം മണ്ണി വരുവൻ. അപ്പോഴത്തെ പോറ വഴിയിൽ ഒരു ചാട്ടത്തിൽ സുഗ്രീവനോട് തലയ്ക്ക് ഒരൊറ്റ ചവിട്ട്, എന്നിട്ടാണ് അന്നണ്ട ഓടും. തിരുപ്പി ഇന്നണ്ട ഇതേ ചവിട്ട്, ഇന്നണ്ട ഓരോ ചവിട്ട്. ഇപ്പടി അന്നയ്ക്കും ഇവർക്ക് 3 നേരം ചവിട്ടുകൊണ്ടിരിക്കണം. ഇത് തുറന്നപ്പോൾ ഹനുമാനക്ക് സഹിക്കല്ലേ, ഇത് ഇപ്പടി വിട്ടാൽ പറ്റാതെ. ഒരു നാളേക്ക് ഹനുമാൻ ഓങ്കിയിരുന്നാൽ ചവിട്ടി ഇവൻ പൊങ്കിരുന്ന് ഹനുമാൻ ഇവൻ്റെ കാല കയറി ബലമാ പിടിച്ച് ഇവനെ കീഴ കൊണ്ടുവന്ന് കാലം മുട്ടിക്കലാണ്. പക്ഷെ ഹനുമാൻ വിചാരിച്ച് സാധിക്കാതെ ഭാര്യയോട് ശക്തി താടറില്ല.
പക്ഷെ ഹനുമാനെ തൂക്കി മേലെ പോർത്ത് ബാലിക്ക് സാധിക്കും. ഹനുമാന്റെ ബലം കൊണ്ട് ഹനുമാനെ പൊക്കിയിട്ട് പൊക്കലാം, പക്ഷെ സാധിക്കറില്ല. രണ്ടുപേരും അതേ സ്ഥാനത്ത് നിൽക്കുവാക്കി. ഇവൻ ഭരിക്കാൻ പറഞ്ഞില്ല, അവൻ പോക്കറാൻ പോകുന്നില്ല. അവസാനം അംഗം നിന്ന് ഒരൊപ്പന്തം. ഹനുമാനെ നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ, പിന്നെ എന്നെ തിന്നി ഇടപെടുക. അപ്പം പറഞ്ഞാൽ വഴക്കില്ലാതെ ശരി, നീ എന്താ ചെയ്യപ്പെട്ട അന്യായമാക്കി, പിന്നെ ഞാൻ സമ്മതിക്കട്ടെ, മേലാൽ ഇന്ന പരിപാടിനെ ചെയ്യാൻ വേണ്ടി സത്യം ചെയ്താലും അവന് വിടറിട്ടുണ്ട്. ഹനുമാനോട് സ്വഭാവം ഭാര്യയ്ക്ക് തിരിയും. എത്ര വർഷമാണ് അവരുടെ നിൽക്കാൻ, കാരണം അത്ര ശക്തിയുള്ള അവർ മനോബലമുള്ളവരാക്കും. അതുകൊണ്ട് ഇവരുടെ കളിച്ചിട്ട് കാര്യമില്ല വേണ്ടിയിട്ട് ഭാര്യ സത്യം ചെയ്തിട്ട് പോരാൻ. അതിന് ശേഷമാക്കും ഇത് സുഗ്രീവൻ കൊഞ്ചം സമാധാനമായി എന്താണ്ടാക്കും പിന്നെ ചൊല്ലപ്പെട്ട കഥ. ഇത് വാൽമീകിനകത്ത് ഇല്ല കിട്ടിയ, അല്ലാണ്ട് ഇത് ഞാൻ ചൊല്ലപ്പെട്ട കഥയിലില്ലേ. രാമായണം പലതും എഴുതിയിട്ടുണ്ട്, പല കഥകളിലും നമുക്ക് കേട്ട് വരാൻ സാധിക്കും. ഒരു സന്ദർഭവശാൽ ഒരു രസകരമായ സംഭവം ചേർത്തത് മാത്രം അംഗീകരിക്കപ്പെട്ട. അപ്പോൾ അന്ത സന്ദർഭത്തിലേക്കും ദൂരെ രാമലക്ഷ്മണന്മാരെ കണ്ട് സുഗ്രീവൻ ദൂരെ നിന്ന് വരപ്പെട്ട ആര് പാരി. ഇനി ബാലി എന്നെ ചൊല്ലിവിട്ട ആൾക്കാരോ തിരിയത്. അവ മിത്രങ്ങളാണ് കൂട്ടിണ്ടുക, ശത്രുക്കളാണ് നമ്മൾ അടുത്ത വഴി ആലോചിക്കാൻ ചൊല്ലേ. അതനുസരിച്ച് ഹനുമാൻ ഒരു വടു രൂപത്തിൽ ബ്രാഹ്മണ വേഷത്തിലേക്ക് പോരാൻ പോയി ഇവാളെ കാണാൻ. കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ആര് ரொம்ப സൗമ്യനെ കേൾക്കറാൻ. അപ്പോൾ രാമൻ കിട്ട ആരെന്നെ കേട്ടാലും കൃത്യമായ ഉത്തരം കൊടുപ്പാവാ. ഞങ്ങൾ അയോധ്യവതിയായ ദശരഥ പുത്രനാണ്, എൻ്റെ പേര് രാമൻ, ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണൻ, എൻ്റെ ഭാര്യ സീതയും കൂടെ ഉണ്ടായിരുന്നു. സീതയെ ഒരു അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. അവിടെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ നടക്കുന്നത്. ഉടനെ ഹനുമാൻ രാമൻ കിട്ട തുടരാൻ അവനക്ക് സൗകര്യം ചേർത്തുള്ള എല്ലാ കാര്യങ്ങളും സുഗ്രീവനാൽ സാധിക്കും. സുഗ്രീവനും അന്നമാതിരി തന്നെ ഒരു മനപ്രയാസത്തിൽ ഒരു വിഷമിച്ചിരിക്കപ്പെട്ടവനാക്കും. നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്താൽ പരസ്പര സഹായം കൊണ്ട് உங்களுக்கு പലതും സാധിക്കും. ഇത് ഹനുമാനോട് വാക്യങ്ങൾ അതിമനോഹരമാക്കി തുടരാം. ഇപ്പം രാമൻ ലക്ഷ്മണനോട് തുടരുന്നത്, ലക്ഷ്മണ ഇവൻ വൈയാകരണനാണ്, ഇത്രയും വ്യാകരണ ശുദ്ധിയോട് സംശയിക്കുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. അളന്തു തൂക്കി പേശപ്പെട്ടവനാക്കി, അതുകൊണ്ട് നമുക്ക് ഇവന് വിശ്വസിക്കാം എന്ന് പറയാം. ഉടനെ ഹനുമാൻ സ്വരൂപം എടുക്കാൻ അവരോട് ശക്തി കൂട്ടി ഇവർ ശരീരത്തെ പരിചയമാക്കി. ഒരു തോളിൽ ലക്ഷ്മണനും ഒരു തോളിൽ രാമനും തൂക്കിട്ട് നേരെ പറന്ന് ഇഞ്ച വന്ന് തൊട്ടാൽ ഇപ്പം നൃത്താങ്കളാക്കി. അപ്പോൾ ഞാൻ നേരത്തെ சொன்ன കഥയെല്ലാം സുഗ്രീവൻ ചൊല്ലറായിട്ട് இப்படி ബാല്യമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം. അപ്പോൾ അങ്ങ് എന്നെ ബാല്യെ വധിച്ച് എനിക്ക് സഹായം ചെയ്യണം, അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാനുള്ള സഹായങ്ങളും അത് തിരിച്ചെടുക്കുന്നതിലേക്ക് ഞാൻ ചെയ്യാം. ഉടനെ ഹനുമാൻ അഗ്നി കൂട്ടരാൻ അഗ്നിയുടെ രണ്ടുപേരും ഒപ്പം ചെയ്ത് അഗ്നി സാക്ഷിയായിട്ട് അവ സുഹൃത്ബന്ധം സ്ഥാപിച്ചിക്കണം. അപ്പോഴും സുഗ്രീവന് ചിന്നൊരു സംശയം, ഇത് ഭാര്യ കൊല്ലപ്പെട്ടോ എൻ്റെ ചേട്ടൻ സാധാരണക്കാരനല്ല, എതിരാളിയുടെ പകുതി ബലം അങ്ങ് നേരി നിന്ന് അങ്ങയുടെ പകുതി ബലം അയക്ക് കിട്ടും. അങ്ങനെ ഒരു ബലം കൂടി ഉണ്ട്. അല്ലാണ്ട് തന്നെ അയക്ക് വേണ്ട ആവശ്യത്തിനുള്ള ബലം ഉണ്ട്. ഇതില്ലെങ്കിലും ഇതും കൂടെ കിട്ടിയാൽ ഇതാണ്. അപ്പം അങ്ങേക്ക് ഇയാളെ എങ്ങനെ സാധിക്കാൻ പറ്റും? അപ്പോൾ അങ്ങ് ഒരു മല ചൊല്ലി കഴിഞ്ഞാൽ പണ്ട് ബാലി വന്ന ഒരു അസുരനോട് അസ്ഥികൂടമാക്കുന്നത്. അപ്പോൾ ഇതങ്ങേക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ? ആഗ്രഹം രാമൻ പെരുവിരൽ തട്ടി അത് ദൂരെ തീർക്കിற അങ്ങ് വെച്ച് തിരിയത്. അത് കണ്ടപ്പോഴേ ഇവിടെ സമാനം വെച്ച് ബാലിക്ക് തേർത്ത് ശക്തനാക്കി രാമൻ ചെയ്തത്. എന്നിട്ടും അങ്ങ് സപ്തജാലകം 7 വൃക്ഷം വട്ടത്തിൽ ഇവിടെ നിൽക്കുമ. അത് ബാലി അന്ത 7 വൃക്ഷങ്ങളിലെയും കൈക്കരുത്ത് കാട്ടപ്പെട്ടവനാക്കും. അത് ഒരസ്ത്രത്താൽ അവനക്ക് മുറിക്കാൻ പറ്റുമാ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ആർക്ക് അന്ത 7 ഇത് ദുഷ്ടിക്ക് സാധിക്കുന്നതോ അവനാലെ ബാലിക്ക് മരണം വരെ സാധ്യത ഉണ്ട് നോക്കാക്കുന്നുണ്ട്. രാമൻ ഉടനെ അസ്ത്രം എഴുതി ഒരൊറ്റ അസ്ത്രത്തിൽ വട്ടത്തിലെ കറങ്ങി അന്ത 7 മരത്തോടും തല ഛേദിച്ച് പോறது. ബാലി സുഗ്രീവന് സമാനമാക്കി. അപ്പോൾ ചോദിച്ചാൽ നീ പോയി ഭാര്യയെ പോരിന് വിളിക്കുക, വേണ്ട സഹായം ചെയ്യാനെന്ന് പറഞ്ഞാൽ സുഗ്രീവൻ കിഷ്കിന്ധയിൽ പോയിട്ട് ഭാര്യയെ പോരിന് കൂപ്പിടണം യുദ്ധത്തിന്. ഭാര്യ അനുസരിച്ച് ഇവനായിരിക്കും എങ്ങനെ യുദ്ധം ചേർത്ത് ഒരു ചാടി പറയാൻ. രണ്ടുപേരും യുദ്ധം. രാമന് ആകെ കൺഫ്യൂഷനായി ചെയ്യും. ഇവ രണ്ടുപേരും ഒരുപോലെ ഇപ്പം പാലിക്കത്തില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവൾ ഒരുത്തൻ ഇന്ദ്രനോട് പൊള്ളയും ഒരുത്തൻ സൂര്യപുത്രനുമാക്കും. ഇപ്പം സൂര്യപുത്രനാക്കും സുഗ്രീവൻ, ഇന്ദ്രപുത്രനാക്കും ഭാര്യ. ഇവർക്ക് എന്നെ അപ്പോൾ കണ്ടമാനം ഇടി സുഗ്രീവൻ കൊള്ളരാൻ. അവസാനം സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ട് വന്നിട്ട് അങ്ങോട്ട് തുറൻ ഇപ്പടി പലിക്ക് കൊടുക്കുന്നത് ആക്കുവാനാൽ അങ്ങേക്ക് തന്നെ എന്നെ വധിച്ചാൽ മതിയായിരുന്നു എന്ന് അങ്ങ് കേൾക്കറാൻ. അപ്പോൾ അതനുസരിച്ച് ലാസ്റ്റ് എനിക്കിവിടെ അബദ്ധം പറ്റപ്പെടാതെ അതുകൊണ്ടാക്കി തന്നെ
അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാല അടയാളത്തേക്ക് വേണ്ടി ലക്ഷണങ്ങളുടെ ചൊല്ലി ലക്ഷണൻ ഒരു മാല പണിത് ശുക്രൻ്റെ കഴുത്തിൽ പോട്ടെ. ബാലിയുടെ കഴുത്തിൽ ഇന്ദ്രൻ കൊടുത്തൊരു മാല അവന് കൊണ്ടു. വീണ്ടും സുഗ്രീവൻ പോയി ഭാര്യയെ തൊട്ട് പോപ്പെടാൻ. അന്ത സമയത്തിൽ താര ഭാര്യയോട് കൊണ്ടാട്ടിയാക്കും. താരയെപ്പറ്റി വർണ്ണിച്ചരുകൾ അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയാക്കും. അവൾ തൊള്ളറാ പോപ്പെടാതെ ഇപ്പത്താൻ ഉങ്കിട്ടൻ്റെ അടി വാങ്ങി പോനെ. വീണ്ടും അദ്ദേഹം നിങ്ങളെ പോരിന് വിളിക്കണമെങ്കിൽ പിൻബലത്തിൽ ആരോ ഉണ്ട്. സഹായം ഇല്ലാണ്ട് ഒരിക്കലും സുഗ്രീവൻ വരില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പുത്രനായ അംഗദൻ ഇങ്ങനെ വനത്തിൽ നടന്നപ്പോൾ സുഗ്രീവനോട് കൂടെ 2 ചെറുപ്പക്കാരെ കണ്ടാൽ അപ്പോൾ അയോധ്യപതിയാന രാമലക്ഷ്മണന്മാരാക്കി എല്ലാവരും തുല്യം അറിഞ്ഞാൽ അങ്ങനെയെങ്കിൽ അങ്ങിപ്പോൾ പോകുന്നത് ഉചിതമല്ല എന്ന് തുടരാം. താരയുടെ ഭാര്യ ഓടാൻ അതൊന്നും കാര്യമില്ലേ. രാമചന്ദ്രൻ്റെ ലക്ഷ്മണൻ എന്നോടൊന്ന് വൈരാഗ്യം. അത് മാത്രമല്ല ഇയാളെ കൊണ്ട് അവർക്ക് സൗകര്യം കിട്ടുന്നേക്കാൾ കൂടെ എന്നോട് പറഞ്ഞാൽ പോരെ. രാവണനെ നിമിഷം കൊണ്ട് ഇവിടെ ഞാൻ എത്തിക്കും. സീതയെ വേണം ഞാൻ ഇവിടെ കരകലത്തിൽ കൊണ്ടെത്തിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പോരെ പോയി യുദ്ധം നടക്കരുത്. അവസാനം രാമൻ ഒളിഞ്ഞു നിന്ന് ഒളിയം ചെയ്ത് ഭാര്യയെ വധിക്കറേ. ഭാര്യ വധിക്കത്ത് ഭാര്യ ആദ്യം രാമനെ കണ്ടവാനും ഭത്സിക്കറേ. ഒരു വാനരജീവിയാനെ എന്നെ ഒരു മനുഷ്യനാണ് നീ എന്തൊക്കെ പാതകം ചെയ്ത് കൊണ്ടായി ഉനക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനാമായിരുന്നത്. നീ ധർമ്മിഷ്ഠനാക്കി മഹാനാക്കി എന്നെല്ലാം കേട്ടിരിക്കേ. ഇതാ അവനോട് നീതി എന്നെല്ലാം കയറി അവരെ കൊഞ്ചം ചൊല്ലർത്ത് രാമൻ ആദ്യം കേട്ട് തുടരാൻ നീ ധർമ്മവിരുദ്ധം ചെയ്തതൊക്കെ കണ്ടാനാലും ഞാൻ അത് കണ്ടില്ല. ഇക്ഷാകു വംശത്തിലെ പെട്ട രാജ്യമാർക്കും ഇത് ചൊല്ലപ്പെട്ട ഭൂപ്രദേശം മുഴുവനും ഒന്നോട് കിഷ്കിന്തി അതിലെ പെട്ടത് പറ്റില്ലാച്ച. ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന എൻ്റെ സഹോദരനായ ഭരതനാണ്. അതുകൊണ്ട് ഇന്ന രാജ്യത്തോട് ഉത്തരവാദിത്വം എനിക്ക് കൊണ്ടു. അപ്പോൾ അധർമ്മം ചെയ്യപ്പെട്ടവാൾ ഞാൻ വധിപ്പേ. നീ എന്നോട് സഹോദരനായ സുഗ്രീവൻ കേട്ടൊക്കെ അനാവശ്യമായ രീതിയിൽ അവൻ എത്ര മാപ്പ് കേട്ടിട്ട് അവൻ ഇനി കൊടുക്കല്ലേ പോട്ടെ. അതിലും ഏറ്റവും നികൃഷ്ടം സുഗ്രീവനോട് പത്നിയെ നീ കൈക്കലാക്കി വെച്ചിട്ടുണ്ടായി. അത് അതിനും ദുഷ്ടം കാര്യം. വേറൊരു സന്ദർഭം തൊള്ളറ കൊണ്ടുവയ്ക്കുക. വാനരന്മാരെ സംബന്ധിച്ചോളം അതൊന്നൊരു ഇഷ്യൂ അല്ല തുടരാം, അത് വേറെ കാര്യം. അതുകൊണ്ട് നീ വധ്യനാണ്, നിന്നെ വധിക്കാൻ അർഹനാണെന്നെല്ലാം ചൊല്ലി അവസാനം ഭാര്യ സത്യം മനസ്സിലാക്കി ഭഗവാനെ തുടരാൻ തൊഴുത് എനിക്ക് പറ്റുന്ന മാപ്പ് എല്ലാം തരണം, എന്നോട് പുത്രനെ സംരക്ഷിക്കണം അംഗദനെ എന്നെല്ലാം തുടരാൻ. അപ്പം ഭാര്യയോട് എന്താ ശരീരത്തിലെ പഠിച്ച അസ്ത്രം അവരെ തന്നെ ഊരിയെടുത്ത് ഭാര്യ മരണമാവറത്. ഭാര്യ സ്വർഗത്തിനാണ് ഭാര്യയ്ക്ക് വേണ്ട ഉദക്രിയകളെല്ലാം ചേർത്തേക്ക് പുത്രനും സുഗ്രീവനും സഹോദരനും കൂടി ചേർന്ന് ചേരാം. അപ്പം താര വരാം. താര വന്ന് രാമനെ കാണുന്ന രംഗമുണ്ട്. ഇതമാതിരി തന്നോട് ഭർത്താവ് വധിച്ചതോട് വിഷമമെല്ലാം തുടരാം. താരയ്ക്ക് ഒരു ഉപദേശം കൊടുക്കറേ. താരോപദേശം എന്നെല്ലാം ചൊല്ലി വറതുണ്ട്. ഇത് ജീവൻ ചൊല്ലപ്പെട്ടത് നിത്യമല്ല അനിത്യമാക്കുമെന്നും ശരീരമല്ല എന്നുള്ള തത്വങ്ങളെല്ലാം നമ്മൾ തുടരാമേ. ഇതമാതിരി കാര്യങ്ങളെല്ലാം അതിൽ നിറയെ വർണ്ണിക്കറാൻ. ഒത്തിരി താരയ്ക്ക് സമ്മാനം കൊടുക്കറാൻ. മാത്രമല്ല അംഗദനക്കും സുഗ്രീവനക്കും ഒരു ഉപദേഷ്ടാവായിട്ട് ജീവിതകാലം നീ നിൽക്കണം, അതിക്ക് തക്കവണ്ണുള്ളവളാക്കി ചൊല്ലി അവിടെ അനുഗ്രഹിക്കറാൻ. താരയ്ക്ക് കാര്യം വാനസ്ത്രീ ആനാലും പഞ്ചകന്യയിൽ അവളുടെ പേര് വരും. അഹല്യ, താര, ദ്രൗപദി, സീത, മണ്ഡോദരി. ഇതിലെ ദ്രൗപദി മാത്രം താൻ മഹാഭാരതത്തിൽ, ബാക്കി 4 പേരും രാമായണത്തിലേക്ക്. അതിലെ മണ്ഡോദരി രാക്ഷസ കന്യകയും താര വാനരയും. സീതയും അഹല്യയും മാത്രം താൻ അന്ത അടുത്ത മനുഷ്യത് പറഞ്ഞോളൂ. മണ്ഡോദരിക്കും ഇരിക്കും അന്ത ഒരു പവിത്രത. രാവണ കൊണ്ടാട്ടി ആനാ പോയിട്ട് അവൾ പഞ്ചകന്യ വരപ്പെട്ട കന്യാന്ന് പേരാനാലും ഇവാൾ എല്ലാവരും ഗ്രസ്താളാക്കുക. അത് വേറെ കാര്യം. അത് അദ്ദേഹം തുടർന്ന് മാത്രമല്ല മണ്ഡോദരിക്കും സീതയ്ക്കും സാമ്യമുണ്ടെന്നൊരു തുടരാം കാഴ്ചയ്ക്ക്. സീതാന്വേഷണത്തേക്ക് പോകാൻ ഹനുമാൻ ഒരു നിമിഷം ശങ്കിക്കറാരാ മണ്ഡോദരിയെ പാത്തിട്ട്. ഇപ്പിടി ചൈതന്യമുള്ളൊരു സ്ത്രീ ആരായിരിക്കും ഇവൾ? പിന്നെ ഒരു രാവണൻ കിട്ടപ്പോൾ സ്ത്രീ ഒരിക്കലും എന്നോട് സീതാമാതാ ഇരിക്കാൻ മാട്ടാം. എന്നാൽ അവർക്ക് മണ്ഡോദരിയുടെ ബഹുമാനം നോക്കണം. പക്ഷെ അവളോട് രൂപ ലാവണ്യം അപ്യാക്കും. മയനോട് പുത്രിയാക്കാം അവൾ ശരിക്കും മണ്ഡോദരി. രാവണൻ പണ്ട് കൈലാസത്തിൽ പോയിട്ട് പരമശിവനുമായിട്ട് തപസ് കയറാൻ. എപ്പോൾ തപസ് കയറിത്തരാം അവർ തപസ് കഴിഞ്ഞപ്പോൾ പാർവതിയും പരമേശ്വരനും കൂടെ ഇഷ്ടപ്പെട്ട. പാർവതിയുടെ സൗന്ദര്യം കണ്ട് രാവണനൊക്കെ മറന്നു പോകാൻ. എന്നാ വരണം കേട്ടപ്പോൾ എനിക്ക് പാർവതിയെ സന്തോഷം പോരിച്ചല്ല. ഇത് വേറെ കഥ ഞാൻ കിട്ടിയ ഇതിൽ പെട്ടതല്ല. ഞാൻ അന്ത കഥ എന്നമാര് മാറ്റി തെളിവാക്കി.
പരമശിവന് കൊടുത്താൽ എന്നെ ശുദ്ധിയാച്ചില്ല, പാർവതി കൂടെ പോറാം. ഇതൊക്കെ ഉണ്ട് നാരദ മഹർഷി പറയാൻ. നാരദ മഹർഷി എന്ത് അക്രമം, ദേവി അങ്ങനെ ഇയാളുടെ കൂടെ പോണു, എന്ത് ചെയ്യാം, പരമശിവൻ എന്നെ ഇയാൾക്ക് കൊടുത്തു, എന്നെ ഇയാൾക്ക് രക്ഷപ്പെടുകയെന്ന്. അപ്പോൾ നാരദൻ ചോറ ഉനക്കെത്താൻ 100,000 രൂപം ഇരിക്കുക, എന്ത് സൗന്ദര്യ രൂപം അല്ലാക്കി നീ മഹാകാളിയാക്കും ഇല്ല, ഉനക്ക് 1000 ശിരസും 4 വെളിയിലെ ബന്ധം ഉണ്ടെ കണ്ട പേടിപ്പാ, 50 രൂപ ഉള്ളവളോ കൂടിയല്ലോ നീ, പിന്നെ നീ എന്നത്തെ കുട്ടി പേടിക്കറായി. എന്നിട്ട് നാരദൻ നേരെ രാവണൻ കെട്ട് പോരാ, എന്നാ രാവണ നീ ആരെ കൊണ്ടുപോറായിട്ട്, പരമശിവൻ എനിക്ക് അയ്യാ അവളെ വിശ്വസിക്കൊള്ളാൻ അവനെ പറ്റിച്ചിരിക്കാൻ തിരുമ്പി പാരി കൊടുത്ത കാളിയ രൂപത്തിൽ നിൽക്കണം. രാവണനക്ക് ഭയമാറുന്നു, ഇപ്പടി ഒരു സ്ത്രീ രൂപമാണ്, അവസാനം രക്ഷയില്ലാക്കി പാർവതി ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് കഴിഞ്ഞ് പുറത്തേക്കും മയനോട് രാജ്യം കണ്ട് മയൻ ആക്രമിക്കുന്നതെല്ലാം പോരാ, അങ്ക വെച്ചാൽ മയനോട് പുത്രിയാന മണ്ഡോദരിയെ കാണട്ടെ. അപ്പടി മയൻ രാവണനുമായിട്ട് സഖ്യം ചെയ്ത് സ്വന്തം പുത്രിയെ അവനിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക. അപ്പടിയാകും മണ്ഡോദരിയെ കൊണ്ട് വരപ്പെട്ടത്. പിന്നെ ബാല്യവധം കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാലഘട്ടങ്ങൾ മഴക്കാലം മറസംഖ്യം. അപ്പോൾ മഴക്കാലം സമയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ രാമനും ലക്ഷ്മണനും ഒരു ഗുഹയിൽ അങ്ങ് ഇരിക്കറ. രാജ്യം കടത്തുമ്പോൾ സുഗ്രീവൻ എല്ലാ സൗഭാഗ്യങ്ങളിലും കൂടി കിഷ്കിന്ധയിൽ ഇപ്പടി ജീവിക്കാൻ കൊഞ്ചക്കാലം ഒരു സൗഖ്യവും സുഖവും ഇല്ലാതെ ജീവിച്ചതിനോട് കടത്ത സന്ദർഭത്തിൽ മതിമറന്നിരിക്കാൻ. ഇപ്പം മഴക്കാലം കഴിഞ്ഞത് ഭാര്യ സുഗ്രീവൻ പറഞ്ഞ ലക്ഷണമൊന്നും കാണുന്നില്ലേ. അപ്പോൾ രാമൻ ലക്ഷ്മണൻ കിட்ட തുടരാൻ ഭാര്യയെ സുഗ്രീവനെ ഇനി ഒന്ന് പേടിപ്പിച്ചാൽ പോരും, അവനൊന്നും ചെയ്യപ്പെടാതെ, അവൻ നല്ലവനാക്കും. പക്ഷേ இந்த മറവിക്ക് ഒരു തക്കത കൊടുക്കണം. ലക്ഷ്മണന്റെ പ്രത്യേകം ചൊല്ലാട്ട എന്നെ ഇവൻ തിരിയാത്. ഒരു സന്ദർഭത്തിൽ இந்த വനവാസത്തേക്ക് ദശരഥൻ ചൊന്ന സമയത്തിനുണ്ടില്ല. ദശരഥനെ ശ്രീരാമന്റെ തുടരാൻ ഈ ദുഷ്ടയായ സ്ത്രീയുടെ വാക്കി നീ കേൾക്കണ്ട, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ വൃദ്ധനായ എന്നെ പിടിച്ച് കാരാഗ്രഹത്തിൻ്റെ രാജ്യഭാരം എടുക്കാൻ തുടങ്ങി. അപ്പടിയൊന്നും ഞാൻ ചെയ്യാൻ മാറ്റം തുടർന്ന് ഇത് ലക്ഷണം ചാടി കയറുന്നുണ്ട്. ഇത്രയും വൃദ്ധനും സ്ത്രീജിതനുമാണ്. അങ്ങനെ സ്ത്രീജിതനും വൃദ്ധനുമായ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ നമ്മുടെ പ്രധാനെ പിടിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ ഇട്ടേ എന്ന് ചൊല്ലുന്ന സന്ദർഭം വരെ കേൾക്കാറുണ്ട്. അപ്പോഴേക്കും ലക്ഷണോപദേശ സമയത്തിൽ രാമന് ചൊല്ലറുണ്ട്, ഈ പ്രപഞ്ചം ചൊല്ലപ്പെട്ടത് മിഥ്യയാക്കും. ജീവൻ സത്യം ജഗൻ മിഥ്യ എന്ന് തന്നെ ചൊല്ലുവാളെ. അത് നമ്മൾ ദേശത്ത് ഇതെപ്പോഴും മിഥ്യയാക്കുന്നല്ല ഉള്ളത്. നമുക്കത് താരെടുക്കണം. നമ്മുടെ ഇന്ത ബുദ്ധി പോരാത്. നമ്മളോട് അറിവോട് തലങ്ങൾ എത്ര ഉയർന്നാത്താൻ അന്ത അളവൊക്കെ നമുക്ക് എത്തപ്പറ്റും. ഇപ്പോഴേക്കും ചൊല്ലാൻ ജഗത്ത് മിഥ്യയാണ്. പിന്നെ അല്ല, ഈ പ്രപഞ്ചം സത്യമാണെങ്കിലോ അത് ദുഃഖപൂർണവുമാണ്. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് ആവശ്യമില്ല. ഇത് സത്യം മനസ്സിലാക്കണം നീ. അതുകൊണ്ട് എന്താ രാജ്യഭരണം കിടക്കുന്നതൊന്നും ശാശ്വതമല്ല. എന്താച്ചാ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവനെ സമാധാനപ്പെടുത്തി ചൊല്ലിവിടുന്ന രംഗമുണ്ട്. എപ്പോഴും ലക്ഷ്മണന് കോപം കൂടുതലാക്കും. പ്രത്യേകിച്ച് രാമൻകെട്ട് അത്ര അവർഷനാക്കും അവർ. ഭരതനക്ക് ഭക്തിയാക്കി രാമൻകെട്ടൊക്കെ, ലക്ഷ്മണനക്ക് അവർഷം കൂടുതലാക്കി. അതൊക്കെ അവ തമ്മിൽ വിറ്റാൽ രണ്ടുപേരും രാമനോട് ഇത് കിട്ട ആൾക്കാർ തന്നെ. அப்படி സുഗ്രീവൻ കിட்ட പോയിട്ട് ഒരു ഞാളിയെ ഒരു വിട്ടപ്പോഴത്തേക്കും അങ്ങ് മുഴുവൻ പ്രകമ്പനം കൊണ്ടുള്ളത്. ഉടനെ ഹനുമാൻ ചൊല്ലാൻ ലക്ഷ്മണൻ മന്ത്രിക്കാൻ, നീ ഇപ്പോൾ പോകണ്ട, താരയെ ചൊല്ലിവിട്. ഇപ്പോൾ എന്നെ കണ്ടാൽ ലക്ഷ്മണൻ അന്യം ചെയ്യാത്, താര പോറാം. താര പോയി കഴിഞ്ഞ് ലക്ഷ്മണൻ കിட்ட ചൊല്ലട, ലക്ഷ്മണ പഞ്ചകാലമായിട്ട് ഒരു സുഖ സൗകര്യങ്ങളൊന്നും കണക്കാക്കി ജീവിച്ചെന്നാക്കും സുഗ്രീവനിൻ്റെ. അപ്പം അതിനാലെ അവനക്ക് കൊഞ്ചം മറതി അല്ലാണ്ട് അവൻ ചെയ്ത് തെറ്റാക്കും. ഞങ്ങൾ സമ്മതിക്കണോ? പക്ഷെ അവൻ ഉങ്ങൾക്ക് പേടിച്ചാൽ ഒക്കാണ്ടിരിക്കാൻ, അതുകൊണ്ട് നീ അവനെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ചൊല്ലി വിടറേ. സൗമ്യപൂർവ്വം നിങ്ങൾ വീണ്ടും ആരംഭിക്കണം, സീതാന്വേഷണം തുടരാം. அப்படி സുഗ്രീവൻ പറയാൻ വീണ്ടും ശ്രീരാമനോട് കാൽക്കൽ വീഴുന്നത് അവ രണ്ടുപേരും കെട്ടിപ്പിടുത്തുക. ഇനി അടുത്ത് സീതാന്വേഷണമാക്കും. സീതാന്വേഷണത്തേക്ക് ചെന്ന സമയം കൊണ്ട് 10 ദിശകൾക്കും ഇവ വാനരന്മാരെ അനുഭവമാക്കും. അത്രമാത്രം വാനരങ്ങളെ അന്ത സമയം കൊണ്ട് സുഗ്രീവനൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ടായി. സമയത്തിൽ എത്ര വാനരന്മാരുണ്ടോ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ മന്ത്രിക്കാം. ഓരോ ദിശയ്ക്കും വിടവാക്കും. അതിൽ ദക്ഷിണ ദിശയ്ക്ക് വിട്ട സ്ഥലം ഇതിലേക്കും ഹനുമാൻ, അങ്കദൻ, ജാമ്പവാനല്ല. അപ്പം നമുക്ക് ഏകദേശം ഉദ്ദേശിക്കില്ല. അത് മാത്രമല്ല, രാമൻ തന്നോട് അങ്കുലിയത്തെ എടുത്ത് കൊടുത്തത് ഹനുമാൻ കിട്ടിയേക്കും. അപ്പം രാമന് വിശ്വാസമുണ്ട്,
സീതയെ കാണുമ്പോൾ ഇവന്താണ്, അല്ലാണ്ട് എത്രയോ പേര് ഇരിക്കുക, എന്തെങ്കിലും ഹനുമാൻകട്ട മാത്രം ഒരു കൊടുത്തായിരുതാൻ. അപ്പോൾ തനിക്ക് വേണ്ടി സേവനം ചേർത്ത് പുറന്തവനാക്കുന്നു, സീതയെ കാണേണ്ടവൻ ഇവൻ താൻ തിരിയും. അതുകൊണ്ട് அந்த അങ്കുലിയത്തെ ഊരി കൊടുക്കറേ. ഇവ എപ്പടി സീതാന്വേഷണം നടത്തി പല ഗുഹയിലേയും പോയി അവസാനം ഒരു സ്വയംപ്രഭ നിർത്തിയുണ്ട്. അവളോട് ഗുഹയുടെ പുറത്ത് അവൾക്ക് കണ്ണു കെട്ടി പോരും, എങ്ക പോണം തിരിയറുന്നില്ല. ഇവ അങ്ങരുത് പ്രാർത്ഥിക്കറാം. സ്വയംപ്രഭ ആലോചിക്കരുത്. നിങ്ങൾ ആര് കേട്ടപ്പോൾ രാമകാര്യത്തിൽ വന്ന വാനരന്മാരൊക്കെ നിറഞ്ഞപ്പോൾ രാമകാര്യത്തിക്ക് വേണ്ടി തന്നെ ഞാൻ ഉക്കാണ്ടിരിക്കാൻ இந்த ഗുഹയിലെ உங்களுக்கு வெளியில் இருக்கிற மார்க்கம் நான் சொல்லித்தரேன், அங்கே போனால் உங்களுக்கு പെട്ടെന്ന് തന്നെ உங்களுக்கு இந்த கடல் தீர்த்துக்கெல்லாம் எத்த പറ്റും. മാത്രമല്ല இந்த ഉദ്യാനത്തിൽ இருக்கிற സർവ്വ ഫലങ്ങളും പക്വങ്ങളെല്ലാം ഉൾക്കാക്കും. നിങ്ങൾ ക്ഷീണിച്ച് വന്നിരിക്കുക, ആവശ്യം പോലെ ഇതെല്ലാം ഭക്ഷിക്കലാം, ഇங்கே இருக்கிற ജലം ഉള്ളിൽ കഴിക്കലാം. ചൊല്ലി സ്വയംപ്രഭ പോയി രാമനെ കണ്ട് സ്വയംപ്രഭ അവളോട് സ്തുതിയെല്ലാം ഉണ്ട്. സ്വയംപ്രഭയ്ക്ക് മോശമെല്ലാം കൊടുക്കുന്നുണ്ട് രാമൻ. അങ്ങേത് പോകാൻ ഇവ നേരെ ഒരു ദക്ഷിണഭാരതി அந்த സമുദ്രത്തോട് കരയിലാക്കുമ്പോൾ നിൽക്കുന്ന ഒരു പെരിയ മല. ഇനി അങ്ങ് പോയിട്ട് ഇനി എന്നെ ചേർന്ന് അടുത്ത സ്റ്റെപ്പ് വേണം എന്നെ ചേർത്തിക്കുന്നത്, ഒരു മാർഗവും കടக்கிறതില്ല. അപ്പം ഇനി അപ്പം அந்த സ്ഥലത്തിൽ ജഡായോട് സഹോദരൻ സമ്പാദി കിടക്കുന്നുണ്ട്. സമ്പാദിയോട് ചിറക് സൂര്യൻ പ്രകാശത്തിലെ കരിഞ്ച് പറക്കപ്പറ്റേ കിടക്കുവാക്കും. അപ്പം അങ്ങ് വരപ്പെട്ട ജീവജാലങ്ങളെല്ലാം ഭക്ഷിക്കറാക്കും സമ്പാദ്യത്തിന് ജോലി. അപ്പോൾ സമ്പാദി ആലോചിക്കരുത്, കാലങ്ങളായിട്ട് ഭക്ഷണമില്ലാതെ കിടക്കാൻ ഒരുപാട് വാനരന്മാർ വന്നിരിക്കാളെ. അപ്പോൾ തനിക്ക് ഭക്ഷണം കിടക്കും, മനസ്സിനനുസരിക്കരുത്. എൻ്റെ വാനരന്മാരും கொஞ்ச നേരം അങ്ങ് ഒക്കാണ്ട് തുടങ്ങി. ഇനി നമ്മൾ എന്നെ ആവും സുഗ്രീവൻ ഒരു മാസത്തേക്കുള്ള തീരുമാനം ചെല്ലു ശരിയാക്കി. സുഗ്രീവ ആജ്ഞ എന്നൊരു വാക്യമുണ്ട്. കാരണം സുഗ്രീവൻ്റെ ആജ്ഞ തെറ്റിച്ചാൽ സുഗ്രീവൻ പിന്നെ ചുമ്മാ ഇരിക്കാൻ പുള്ളിയെല്ലാം വധിപ്പിക്കാൻ ചോദിക്കാം, പിന്നെ എന്താ ഒരു മാസം കഴിഞ്ഞ് നിങ്ങളെ പിന്നെ വരണ്ടെന്നാക്കി. അപ്പോൾ ഇവ ആരോത്ത് ആലോചിക്കണം എന്ന അപ്പോൾ അങ്കതം ചൊല്ലറുണ്ട്, ഇവനങ്ങ് അപ്പാവിയെ നശിപ്പിച്ചവനായിരിക്കും, ചെത്തപ്പാവിൻ്റെ കാര്യമില്ല, അവൻ ചൊന്നവാക്കി ചെയ്യവൻ, അതുകൊണ്ട് എപ്പോഴും രക്ഷപ്പെടുത്തി വരും. അപ്പോൾ ആ ചൊല്ലറ ഇനി ഇന്ത സമ്പാദിക്കാൻ നമ്മൾ ഇരയാവണം. അന്ത സമയം ഇവ ചൊല്ലറ. എന്നാലും ജഡായു എന്ത് ഭാഗ്യവനെ ആവശ്യം നോക്കണം. രാമശരം അല്ല, രാവണൻ്റെ ശരമേറ്റ് മരിക്കാൻ താമത്ത് ശ്രീരാമചന്ദ്രൻ്റെ ദയവ് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഇദ്ദേഹത്തിന് മോക്ഷം പ്രാപിച്ചു. അദ്ദേഹം അങ്ങനെക്ക് വേണ്ടി ഉദയക്രയം നടത്തി തന്നെ തുടർന്ന് കേൾക്കത്തപ്പോൾ സമ്പാദി ഇതുവിട്ട് കേൾക്കുന്നു. ജഡായോട് വാക്ക് കേട്ടപ്പോൾ സമ്പാദി ജഡായോട് അണ്ണാ വൽവ. ഉടനെ സമ്പാദിയെ പാട് കൂപ്പിടരുത്, നിങ്ങൾ അടുത്ത് വരൂ, നിങ്ങളിപ്പോൾ പറഞ്ഞ ജഡായുവിൻ്റെ കഥ എനിക്ക് കേൾക്കണം തുടരാൻ. അപ്പോൾ വാനരന്മാർ സംഗതിയാരും തുടരാൻ ജഡായുവും ഞാനും സഹോദരന്മാരാക്കാം. പണ്ട് ഞങ്ങൾ രണ്ടുപേരും സൂര്യലോകത്തേക്ക് പറന്നെത്തലാൻ ചൊല്ലിയൊരു വാശിക്ക് പോനോ. പറന്ന് എത്രത്തോളം ഉയരെത്തിക്കഴിഞ്ഞാലും സൂര്യനോട് താപം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നത്. ഇപ്പോൾ സഹോദരനെ രക്ഷിക്കുന്നതിന് വേണ്ടി സഹോദരൻ്റെ മുകളിൽ ഞാൻ പക്ഷം വെച്ച് പോനുണ്ട്. സഹോദരൻ രക്ഷപ്പെട്ടാൽ പക്ഷേ എന്നോട് പെട്ട കരിച്ചു പോയി. അപ്പം ഞാൻ അന്ന് ഇന്ന് മലയിൽ വിടുന്നതായി. അപ്പം இந்த கிட்டக்கு இருக்கப்பட்ட ஒரு மகர்ஷி இருந்தார். அந்த சத்குணனான மகர்ஷிக்கு வேண்டி நான் பல കാര്യങ്ങളും ചെയ്തു കൊടുത്തேன். അപ്പോൾ അവരെനിക്കൊരു അനുഗ്രഹം പണിയിരിക്കാൻ രാമകാര്യത്തിക്ക് വേണ്ടി ഒരു കാലത്തിൽ വാനരന്മാരിച്ച് വരുക. അവൾക്ക് സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നീ ഉപദേശിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കരിഞ്ഞ പക്ഷം താനേ ഉനക്കത് പൂർവപക്ഷമായിട്ട് തീരും എന്ന് തുടരാൻ. ഇപ്പം അതിക്കൂടെ സമയമായാച്ചി എന്ന് വേണ്ടിയിട്ട് തുടരാൻ ലങ്ക കഴുകനോട് കണ്ണുമല്ലോ അല്ല. അപ്പം അത് അങ്ങേന്ന് പാത്ത് ചൊല്ലറത്. ഇത്ര 100 യോജന ദൂരത്തിൽ ലങ്ക എനിക്ക് കാണാം. എന്താച്ചാ അങ്ങേ എന്താ സീതാദേവി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെ മോനെ രക്ഷപ്പെടാൻ സാധിക്കും ചൊല്ലി സമ്പാദ്യം ചൊല്ലരുത്. അന്ത ചെന്ന സമയം കൊണ്ട് എൻ്റെ പക്ഷങ്ങളെല്ലാം പഴയപടി പറന്ന് സമ്പാദ്യം അങ്ങേന്ന് പറന്ന് പോറത്. ഇനി എപ്പടി இந்த സമുദ്രത്തെ കടപ്പും അടുത്ത ആലോചനയായി. ആരാരെ കടക്കാൻ പറ്റും? ഓരോരോ വാനരന്മാർ ഞാൻ 10 യോജന ചാടും, ഒരുത്തൻ ഞാൻ 20 യോജന ചാടും. അങ്കതൻ ലാസ്റ്റ് വന്നാൽ എനിക്ക് 100 യോജന ചാടാൻ പറ്റും, അക്കരെ കടക്കും. നിക്കരനാ വരുവേനായിട്ട് അന്നേരം ചൊല്ലിക്കുന്നത് ജാമ്പവാൻ തുടരാൻ. നമ്മുടെ പ്രാണനന്ദനായ ഹനുമാൻ എവിടെ? അയാളെ എവിടെ നിന്ന് കണ്ടില്ലല്ലോ ഏക്കറെ. അപ്പോൾ എവിടെ ഏക്കറെ? ഇന്ന കാര്യം സാധിക്കണമെന്ന് അവന്താനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം ബലം മറന്നു പോകും. അങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് ആ ബലം വരും എന്ന് വേണ്ടി ജാമ്പവാനും മരണങ്ങളെല്ലാം കൂടി ഹനുമാനെ പ്രകീർത്തിക്കുവാക്കും ബലശാലി. അപ്പടി പ്രകീർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തൊരു ഉത്തേജനം കിടക്കുന്നത്. അവരപ്പടിയെ പൊങ്ങിക്കഴിഞ്ഞ് ഭയങ്കര രൂപമെടുത്ത് കടലെ ചാടവാക്കും. പോറ സമയത്തിൽ ഇവർക്ക് പല ഹിൻഡ്രൻസ് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്ക് മൈനാക പർവ്വതമേ വന്ന് ഇവർക്ക് സഹായം ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി എന്നോട് ശരീരത്തിൽ கொஞ்ச നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോ,
വേണ്ട രാമകാര്യത്തിൽ പോകപ്പെട്ട റെസ്റ്റൊന്നും എനിക്കില്ലേ ഉടനെ. ഒരു സുരസ ഏതോ ഒരു അസുരശ്രീ അവൾ വന്നിട്ട് ഇവരെ മുഴുക പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ചെയ്താൽ ഇവരുടെ ശരീരത്തെ പരിശാക്കിനെ. അവളോട് വായ പിന്നെ പരിശാക്കിന அப்படி പരിശാക്കി വരുന്ന സമയത്ത് ரொம்ப ചിന്നവനാണ് വണ്ട് രൂപത്തിൽ. அப்படி അവളുടെ ചെവിയെ കൂടെ ഉള്ളിൽ വന്നേരാം. അത് കഴിഞ്ഞ് പോർത്ത അടുത്തത് സിംഹികை മറ്റൊരു അസുരശ്രീ. അവൾ എപ്പടി കഴിച്ചാൽ നിഴല കണ്ടാൽ അത് പിടിച്ച് വലിക്കണം. அப்படி ഹനുമാനോട് നിഴല കണ്ട് പിടിച്ച് വലിക്കണം. താഴെ ഭാഗത്തതും ഇടത് കയ്യാൽ ഒരൊറ്റ കീറിലേക്ക് അവരെ കൊള്ളരുത്. സ്ത്രീയാനോട് ഇടതുകയിലേക്ക് അടിക്കണേ. അവളെയും വധിച്ച് കഴിഞ്ഞ് നേരെ ലങ്കയ്ക്ക് ചാടാൻ. ലങ്കയിലെ ചാടി കഴിഞ്ഞപ്പോൾ സന്ധ്യ അയച്ചു. അപ്പോൾ കോട്ട മതിലെ ചാടി കണ്ടത് ഒരു സ്ത്രീ ഓടി പറ ലങ്കാലക്ഷ്മി. അവൾ പറഞ്ഞാൽ ആരാക്കി ഇഞ്ച വന്നിരിക്കരുത്, ഇഞ്ച കോട്ടയോട് കാവലക്കാരിയാക്കി ഞാൻ എന്നെ തടുത്ത് ആർക്കും ഇത് പോകാൻ പറ്റാതെ. അപ്പോൾ ചേട്ടാ എനിക്ക് പോയിത്താനാവണം, ഇഞ്ച പോണമാന എന്നെ തോപ്പിക്കാൻ എനിക്ക് പോകാൻ പറ്റാതെന്ന് പറഞ്ഞാൽ. അവസാനം അവൾ ഇങ്ങോട്ട് പുറത്ത് ഇവർ അവളെ ഇടത് കയ്യാൽ കരണത്തിൽ ഒരു അടിയടിച്ച് നമ്മൾ മറിഞ്ഞ് വിടറാം. അപ്പോൾ അവൾ ചൊല്ലറ ഇപ്പം എനിക്ക് പണ്ട് ശാപമുണ്ട്. ഇഞ്ച ഏതൊരു വാനരനോട് ഹസ്തത്താൽ എന്നൊക്കെ എനിക്ക് അടി കടിച്ചിന് ഇതാ പറയണോ അപ്പം എനിക്ക് മോചനമാക്കും. നീ വന്നിരിക്കുന്നത് ഹനുമാനാക്കി ഞാൻ മനസ്സിലാക്കി അയച്ച് നീ അന്വേഷിച്ച് വന്ന ആളിഞ്ചി ഇരിപ്പുണ്ടു. അതുകൊണ്ട് ഇനി അവനക്ക് സൗകര്യം പോലെയുള്ള പാത്തുക്കോ എന്ന് വേണ്ടിയിട്ട് വിടരാൻ. അവിടെ ലങ്കാലക്ഷ്മിയും അവളോട് മോക്ഷത്തിലോട്ട് പോറാം. രാത്രി മുഴുവനും ഇവരങ്ങെല്ലാം പരിധി നടക്കറേ സീതാദേവി അന്വേഷിച്ചു. അന്ന് സമയത്തിലേക്ക് ഇവർ മണ്ടോതിരിയും പാരിക്കറതില്ല. വിഭീഷണോട് കൊട്ടാരം കാണാറുണ്ട്. അവിടെ പോയിപ്പോയി അവസാനം കിംസിക വൃത്തത്തോട് കണ്ടുപിടിച്ചാൽ അങ്ങ് ഒരു തണലിൻ്റെ സീതാദേവിയും കൊഞ്ചം രാക്ഷസ്ത്രീകളെല്ലാം വട്ടം കൂടി ഒപ്പാണ്ടിരിക്കാം. അന്ത സമയത്തിൽ பார்த்தപ്പോൾ പെരിയ ഘോഷം பார்த்தപ്പോൾ അങ്ങ് തീവട്ടിയും ബന്ധവും എല്ലാം വേണ്ടി രാവണൻ കൂടെ മണ്ടോതിരി എന്നെ സീതാക്ക് പറ. അപ്പോൾ ഇവരൊന്നും ശരിയായിക്കുന്ന മരത്തോട് മുകളിൽ കയറി ഒളിഞ്ച് ചിന്ന വേഷം എടുത്ത് ഒക്കാണ്ടിരിക്കാനാണ്. രാവണൻ വന്ന് പല രീതിയിലും സീതയെ പ്രലോഭിക്കറാൻ അവനോട് രാമനൊന്നും ഇനി വരപ്പോറതില്ലേ. അതുകൊണ്ട് ഇനി അവനെ കാത്തിട്ടേക്കേണ്ട കാര്യമില്ലേ. ഇപ്പടി വെറുതെ എന്ന മരച്ചോട്ടിലിരുന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലേ. കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പട്ടം വഴി വരെ ജീവിക്കണം എന്നാൽ പ്രലോഭിക്കറാൻ സീതാദേവി തിരിച്ചൂടെ പാരിക്കൽ അവസാനം ഒരു പുല്ലിരുന്നത് എടുത്ത് മുന്നാലെ വോട്ട് കൊടുക്കണം. എന്നോട് പതി വന്നാനാ നീ അന്നിക്ക് മുന്നാലെ എന്ത് ത്രണ സമാനം തന്നെ ഉള്ളത്. ദേഷ്യം വന്ന് സീതയെ ഉദ്രവനായിക്കാൻ മണ്ടോര് തടയറാം പാപമൊന്നും ചെയ്യാതെ വേണ്ടിയിട്ട്. പിന്നെ നിരാശപ്പെട്ട് തിരുമ്പി പോരാൻ പോറ സമയത്തിൽ മരത്തിലിരുന്ന് ഇവൻ രാമകഥ വർണ്ണിക്കറേ. ഇപ്പോൾ സീത ആലോചിക്കറ ഇതാരുടെ അന്ന് മരത്തിൽ ഇപ്പോൾ രാമകഥ വർണ്ണിക്കത്തില്ല. ഇനി ഇത് വല്ല രാക്ഷസമായി ആയിരിക്കുമോ, ഇവ പലതും ചേവാതെ വിശ്വാസം പറഞ്ഞില്ലേ. ഹനുമാൻ നേരെ ചാടി വന്ന് സീതയെ തുടരാൻ ഞാൻ രാമദൂതനാണ് ഹനുമാനാക്കി അവർക്ക് വിശ്വാസം വർദ്ധിക്കുക. രാമനോട് അങ്കുലിയും കാട്ടി തറഞ്ഞിട്ട് കൊടുക്കറേ. അത് കണ്ടപ്പോൾ ദേവിക്ക് ரொம்ப സന്തോഷമായിട്ട് അത് കണ്ണിൽ ഒട്ടിക്കഴിഞ്ഞ് ഹനുമാൻ കണ്ടപ്പോൾ അപ്പോൾ സീതയ്ക്ക് ഒരു സമാധാനമാക്കി. ഏതായാലും എന്നോട് ഇരിപ്പണം കണ്ടാച്ചുക ഇനി എപ്പിടിയാനാലും. അപ്പോൾ ഹനുമാൻ തുടരാൻ ഞാൻ വിചാരിച്ചാൽ എന്നോട് തോടുകൾ കയറ്റി ഇപ്പോഴേ വേണം എന്നെ കൊണ്ടുപോകാൻ. പക്ഷേ അവൾ തുടരാൻ വേണ്ട, എൻ്റെ പതി തന്നെ വന്ന് ഈ പാപിയെ നിഗ്രഹിച്ച് എന്നെ വീട്ടിൽ പോകണം. അതാണ് ശരി. പിന്നെ നീ എല്ലാം എപ്പി ഇരിക്കായി ഉങ്ങളമാതിരി ഉള്ള എപ്പി രാമന് സഹായം തുടങ്ങി എങ്കിൽ പല രൂപം എടുക്കലാം. മാതാവേ വേണമെങ്കിൽ കണ്ടോട് വേണ്ടിയിട്ട് അവരുടെ ബൃഹത്ത് രൂപത്തിരുന്ന് കാട്ടിക്കൊടുക്കാറ്. ഞാൻ മാത്രമല്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നോട് കൂട്ടിലുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമല്ല എന്ന് പറയാൻ. പിന്നെ പോന പോക്കിൽ വന്ന സ്ഥലത്തിൽ വെറുതെ പോകപ്പെടാതെ വന്നത് അറിയിക്കണം. അതിക്ക് വേണ്ടി ഒരു ഉദ്യാനത്തിൽ പോയിട്ട് അങ്ങനെയുള്ള മരങ്ങളെല്ലാം പിടിച്ച് പറിക്കുകയും പടങ്ങൾ തിന്നുകയും എല്ലാം നമ്മുടെ കഥകളെല്ലാം നമ്മൾ കേട്ടിരിക്കും. അവസാനം രക്ഷയില്ലാക്കി വിവരം അറിഞ്ഞ് രാമനോടൊപ്പുള്ള അക്ഷയകുമാരൻ മറ്റ് ചിലവാളെല്ലാം ഇങ്ങോട്ട് വരാം. അവളെല്ലാം ഹനുമാൻ നിസ്സാരമായി വധിച്ചുവിടേ. ഇതെല്ലാം കേട്ട രാവണന് ഇപ്പടി ഒരു മഹാവായി വന്നാലും പിടിക്കണമേ. അപ്പോൾ അവസാനം ഇന്ദ്രജിത്തെ നേരിട്ട് പറയാൻ. ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രത്തിലല്ല മോഹനാസ്ത്രം വെച്ച് ഇവനെ മോഹിപ്പിക്കാൻ. ഇവനിക്ക് തെരിഞ്ഞത് എന്നാലും ശരി രാവണനെ പാരിക്കത്ത് ഇതാകും മാർഗം എന്ന് ചൊല്ലി അന്ത ഇതൊക്കെ പഴകി കൊടുക്കാൻ രാമനെ കെട്ടിയിട്ട് നേരെ രാവണസന്നിധിയിൽ പോറാം. രാവണസന്നിധിയിൽ നീ ആയിരുന്നു വെക്കരുതും രാമനെ പറ്റി പ്രകീർത്തിക്കരുതും ഇവനെ വധിക്കലാം എന്ന് പറഞ്ഞത് വിഭീഷണനാണ് പറഞ്ഞാൽ ദൂതനെ കൊല്ലപ്പെടാതെ. പണ്ടൊരു ദൂതനെ കൊന്ന ശാപം വേറെ രാവണന് കൊണ്ടു. അതായത് കുബേരൻ ലങ്കയിൽ ഇരുന്നവനാക്കി. കുബേരനും രാവണനും രണ്ടുപേരും വൈശ്രവണ പുത്രന്മാരായി, വിശ്രവസ്തോട് പുത്രന്മാരായി. വിശ്രവസ് പുത്രനാണ് ഉണ്ടാകും കുബേരന് വൈശ്രവണം എന്നുള്ള പേര്. അവൻ യക്ഷസ്ത്രീയുടെ പുറന്താൻ ഇവൻ രാക്ഷസ്ത്രീയുടെ പുറന്താനാണ് ഉള്ളത്. അപ്പോൾ കുബേരനെ രാവണനിക്ക് പണ്ട് ദേഷ്യമാക്കി. കാരണം
അതിക്കിടയിൽ ഇവൻ നന്നായിരിക്കട്ടെ ഒരു ഉപദേശിക്കുന്ന കുബേരൻ ആളെ വിട്ട அந்த ദൂതനെ ഇവൻ കൊള്ളറാൻ. ദൂതൻ ശപിക്കറുണ്ട്, ദൂതന്മാരെ വധിക്കാൻ മാട്ടാ, ദൂതനെ വധിച്ചെങ്കിൽ നാളേക്ക് ഒരു ദൂതനാരെ തന്നെ അവനക്ക് മരണത്തിലുള്ള സംഭവം വരട്ടെ എന്ന് ശപിച്ചിട്ടുണ്ടെങ്കിൽ ചാവറാൻ. അപ്പം എന്നാൽ ഇവനെ എന്നെ വാലിക്ക് തീ കൊളുത്തി ബാലാക്കിൻ്റെ രാക്ഷസന്മാർ വാനരന്മാരോട് ഏറ്റവും മുഖ്യ അവയവം അത് നശിപ്പിക്കാൻ ചുറ്റിയാക്കും. അതിക്ക് വേണ്ട ബാല തീ കൊളുത്തറ. പിന്നെ അന്ത കഥയെല്ലാം തിരിയും രാവണനോട് ഹനുമാൻ എപ്പടി ലങ്ക ദഹിപ്പിച്ചാരെന്നുള്ളതെല്ലാം. അതെല്ലാം കഴിഞ്ഞ് അങ്ങേത് നേരെ കടലിലെ ചാടി ബാലിലുള്ള തീയെല്ലാം കാണിച്ചിട്ട് നേരെ പറയാം. അങ്ക വന്ന് വാനരന്മാരുടെ ചൊല്ലറാൻ നമുക്കെല്ലാവർക്കും ഇനി രാമനെ കാണാൻ പോറക്കില്ല. എല്ലാവരും പറയാം. ദൂരേന്ന് ഹനുമാനെ കണ്ടപ്പോൾ ഹനുമാൻ ഉപയോഗിക്കുന്ന പദം കണ്ടേൻ സീതയെ എന്നാക്കി തുടരാൻ. இந்த കണ്ടേൻ സീതയെ എന്നുള്ളപ്പെട്ട അന്ത ഒരൊറ്റ വാക്ക് വെച്ചിട്ട് നമ്മുടെ രാജഗോപാലാചാരി തമിഴിലെ രാമായണം എഴുതിയിരിക്കാൻ. ഞാനത് വായിച്ചിരിക്കാൻ அந்த പുസ്തകം. ചക്രവർത്തി തിരുമകൻ എന്നുള്ള പേരിൽ പഴയ കാലത്തിലെ കൽക്കിയിൽ മാസം തോറും എഴുതിയിട്ടുണ്ടായിരുന്നു. അവസാനം ഇത് ഒരു പുസ്തകമായി രൂപീകരിക്കാം. അന്ത കഥയിൽ ഒരു 2 പേജ് വരും. കണ്ടേൻ സീതയെ ബുദ്ധിമതാം വാരിഷ്ടം എന്നൊക്കെ അത് ഹെഡിങ് കൊടുത്തിരിക്കാൻ. അപ്പോൾ ഹനുമാനോട് അന്ത ബുദ്ധി എപ്പടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കണ്ടേൻ സീതയെന്ന് പറഞ്ഞാൽ അന്ത കണ്ടേൻ എന്നുള്ള പദത്തിലേന്ത് സീതയവൻ കണ്ടാച്ചെന്ന് മനസ്സിലാക്കണം. സീതയെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സീതയെ ഇനി കാണല്ലയോ, ജസ്റ്റ് വേർഡ് തന്നെ വെറുതെ തിരിയാത് ഇല്ല. അപ്പം അപ്പടി ഒരു സംശയത്തിൽ കട കൊടുക്കപ്പെടാവാം. അതാകും ഹനുമാനോട് അന്ത ചോയ്സ്. എന്താ കണ്ടേന്ന് ആദ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി എന്നത് പോനായി ഒരാളെ കാണാൻ പോനെ കണ്ടാച്ചി ഇല്ല. അത് നമ്മൾ ചൊല്ലണം. നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ ആരെയും ചൊല്ലി വിട്ട് ഇനി ആളെ കണ്ടേ കേട്ടാൽ കാര്യം ചൊല്ലമാട്ടെ. ഇന്ത്യയിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ പോകാനപ്പോൾ എന്നുള്ള വിഷമങ്ങൾ, പിന്നെ ഇവൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് കഷ്ടപ്പെട്ടത്, അങ്ങ് റൂം എടുത്തെല്ലാം കഴിഞ്ഞ് കാര്യം എന്നാച്ചേട്ടാ നടന്നു ഇരിക്കാതെ ഇല്ല. പോണ കാര്യം നടക്കല്ലേ. ഇനി അത് ആദ്യം അടുത്ത ആഴ്ച എനിക്ക് പോകണം ചൊല്ലുവാൻ. അപ്പം ഇത്തമായിരുന്ന അബദ്ധങ്ങളൊന്നും ഹനുമാനിക്ക് വരാതെ. ഹനുമാൻ അത്ര ശ്രദ്ധിച്ച് പേശപ്പെട്ടവനാക്കി. നേരത്തെ നമ്മൾ ചൊന്നമേ ഹനുമാൻ്റെ വാചകങ്ങൾ അതാകാതെ നമ്മളങ്ങ് മനോജവന്മാരും ദില്ലിവേഗം ഗജേന്ദ്രയും ബുദ്ധി വധാംവരിഷ്ടമില്ല വാദാത്മജം മാനരയൂതമുഖ്യം ശ്രീരാമദൂതൻ അത്രയ്ക്ക് ബുദ്ധിമാനാക്കവൻ. അളന്തു തൂക്കി സംസാരം തന്നെ ഹനുമാനിൽ നിന്ന് പഠിക്കണമോ. ഒരു വാക്ക് പോലും അനാവശ്യമായി അവരുടെ വായിലെന്ത് വരാതെ എത് ചൊല്ലണമോ അത് മാത്രം ചൊല്ലുക. അപ്പം അന്ത ഹനുമാനൻ പറയാൻ ഹനുമാൻ അന്ത സീതാദേവിയോട് ചൂടാമണിയും അതെല്ലാം അവൾ കൊടുക്കറാൻ. അത് കണ്ട് രാമന് ரொம்ப സന്തോഷമാക്കി, എല്ലാവരും കണ്ടാക്കി. ഇനി അടുത്ത മാർഗം എപ്പോഴാவது സേതുബന്ധനം നടത്തി ലങ്കയ്ക്ക് പോകണം. അതുപോലുള്ള മാർഗം அதுக்கு നേരെ ഇവ രാമേശ്വരം ഭഗവതിയേച്ചി അങ്ങനെ സമുദ്രലംഘനം നടത്തണം. அதுக்கு ഇവർ 3 നാളേക്ക് വരുണഹോമം നടത്തലേ. അന്ത വരുണൻ പ്രത്യക്ഷപ്പെടാതിരിക്കാനപ്പോൾ രാമന് കോപം പറഞ്ഞു. രാമർ ശരിക്കും തന്നെ കോപിച്ചിട്ടുള്ള അവരോട് രംഗം ரொம்ப കുറവാക്കി. വരുണനെ വധിക്കത്ത് കോപിച്ചിട്ട് അസ്ത്രം എടുത്ത് വയ്ക്കുന്ന ഒരു ഭാഗമില്ല. അതൊക്കെ നമ്മുടെ നാട്ടുകാരോട് ചോദിച്ചിട്ട് പറഞ്ഞു. കണ്ടിക്കാതെ നിങ്ങൾ രാമനെ അവ ഒരു യോദ്ധാവാദ രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ അതെന്താ വരുണനെ നശിപ്പിക്കപ്പോഴും രംഗമാക്കുന്നത്. ഇത് കേട്ട് വരുണൻ ഓടി പറയാൻ ഇന്നും ചെയ്യപ്പെടാതെ അവർ തൊട്ട് അസ്ത്രമിട്ട് കടലെ വറ്റിച്ചുകൂടിയെന്നൊക്കെ തുടർന്നത്. പിന്നെ അന്ത അസ്ത്രം രാമബാണം വെറുതെ ഇരിക്കാതെ തൊടുത്താനെ വിട്ടുത്താനാവണം. പണ്ട് സീതാന്വ പരിണയം കഴിഞ്ഞ് വറ വഴിയിൽ ഭാർഗവരാമനുമായിട്ട് വന്നപ്പോൾ ഇതാക്കി പഠിച്ചാണ്. പരശുരാമൻ വഴിയുടെ തടയറാരെ ശൈവതാവത്തെ മുറിച്ച നീ എങ്കിട്ട് ഇരിക്കുന്ന വയറ്റജാവം മുറിക്കാൻ യോഗ്യനാണോ? ഈ ഭൂമിയിൽ 2 രാമൻ വേണ്ട, ഒന്നര ഇനി ആയിട്ടെന്നെ. രാവണനെല്ലാം ദശരഥനെല്ലാം കാല പിടിക്കാൻ പുത്രൻ ചിഹ്നവനാക്കി ഉദ്രവിക്കപ്പെടാതെ തന്നെ തുടരാൻ. പക്ഷേ ഇവരത് രാമൻ തുടരാൻ സാരമില്ല. അന്ത ചാപത്തെ കയ്യിൽ വാങ്ങി അത് തൊടുത്ത് കഴിഞ്ഞപ്പോൾ കേൾക്കാൻ ഇനി എന്താ തൊടുത്താച്ചി ഇത് അത്ര ഏത് ഭാഗത്ത് വിടണം, ഒന്നിലോ ഒന്നോട് മോക്ഷമാർഗം തടയലാം. അയാട്ടോ അവനോട് ഇനി താമസ ലോകമുണ്ട് ഏത് തടയണം തുടരാൻ. പരശുരാമൻ തുടരാൻ എനിക്കിനി മോക്ഷം വേണ്ട, അന്ത മാർഗത്തിൽ ഇനി തടഞ്ഞൂട്ട് പറഞ്ഞത്. അപ്പം അസ്ത്രം വെച്ച് പരശുരാമൻ്റെ മോക്ഷമാർഗം തടയലാൻ. അവതാര പുരുഷൻ എന്നാണ് പരശുരാമനോട് വെറും ഒരു ആവേശ അവതാരമായിരുന്നത്. കാർത്തവീര്യാർജനെ കൊല്ലറത്തേക്കും ക്ഷത്രിയന്മാരെ പാഠം പഠിപ്പിക്കത്തുള്ള കാലത്തോടൊന്നും അവർക്ക് ഇരുന്നത്. പിന്നെ അവരോട് അന്ത ദൗത്യം കഴിഞ്ഞയച്ചു. അപ്പം രാമൻ പിറന്ന സമയത്തിൽ അവരോട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ടായിരുന്നു രാമനെ കണ്ട് തന്നിൽ അവശേഷിച്ച വൈഷ്ണവത രാമനിക്ക് പകരണം. അത്
അതാക്കത്തെ വൈഷ്ണവജാപം കൊണ്ട് പറഞ്ഞത്. എപ്പോൾ വൈഷ്ണവജാപം പരശുരാമൻ്റെ കയ്യിലേന്ത് ഇവർ വാങ്ങറാരോ അന്ത സമയത്തിൽ തന്നിൽ അവശേഷിച്ച വിഷ്ണുമായി അവർ കൊടുക്കറായിരുന്നു. പിന്നെ നമ്മൾ പരശുരാമനൊരു സാധാരണ മഹർഷിതായി. പരശുരാമൻ പിന്നെ ഉണ്ട്, രാമാവതാരം കഴിഞ്ഞ് പരശുരാമനുണ്ടേ. മഹാഭാരതത്തിൽ നമ്മൾ പരശുരാമനെ കാണുമോ? ഇല്ല. അപ്പോൾ കൃഷ്ണനാകും. കൃഷ്ണനോട് അവതാരം ബന്ധപ്പെട്ട് പരശുരാമനിക്ക് നാശമില്ലേ, ചിരഞ്ജീവിയാക്കും അവർ. അപ്പം അത് അവതാര പുരുഷനിലെ പരശുരാമനിക്ക് அப்படி ഒരു വ്യത്യാസമുണ്ട്. അതുമാതിരി വർണ്ണം തുടരാൻ നിറയെ ശത്രുക്കളുടെ ലോകത്തിൽ എന്നോട് വരുന്ന കടലിലെ ജീവിക്കറ അവളോട് പൊറുതി മുട്ടിയങ്ങനെ ഇരിക്കേ. അപ്പം இந்த அஸ்திரம் அவளை நசிப்பிக்கப்பட தொடராൻ. அப்படி அந்த വർണ്ണാസ്ത്രം அந்த അസ്ത്രം அந்த വർണ്ണത്തിന് ഉപദ്രവിക്കപ്പെട്ട രാക്ഷസികളെല്ലാം നശിപ്പിക്കുന്നതാണ്. പിന്നെ അവർ സേതുബന്ധനം നടത്തിയുള്ള വഴി കൊടുക്കാൻ വാനരന്മാരും എല്ലാവരും കണ്ട സമയം കൊണ്ട് അതിനുള്ള വഴി ചെയ്ത് കൊടുക്കണം. இந்த സമയത്തിൽ ലങ്കയിൽ இப்படி மறுகரையில் ராவணன் அல்ல ஸ்ரீராமன் வந்தாயேச்சு இவ சிற கட்டின்னு இருக்கா. அதிகம் தாமசிக்கப்புறம் வருவான்னு തന്നെ തുടർന്ന് വിഭീഷണൻ തുടരാൻ നീ ചെയ്ത അക്രമമാക്കും. രാമൻ സാധാരണക്കാരനല്ല, സീത എപ്പോഴാவது അവനേക്ക് കൊടുത്തോടോ തിരുപ്പി എന്ന് തുടരാൻ. അപ്പോൾ വിഭീഷണനോട് പേച്ചവർ കേൾക്കറില്ലേ, നീ എപ്പോഴുമേ എനിക്കെതിരിതാൻ ചൊല്ലുവായി, എന്നോട് വാക്കിനെ കേൾക്കണ്ട, അതുകൊണ്ട് ഇവനെ വധിക്ക പോരാരാം. വിഭീഷണൻ അങ്കേന്ന് രക്ഷപ്പെട്ടു വന്ന് രാമൻ കിട്ട അഭയം പ്രാപിക്കറേ. அப்படி இவா விபீஷணன் அபயம் கொடுக்குறேன். പിന്നെ ലങ്കയ്ക്ക് പോகிறது, ലങ്കയ്ക്ക് പോയിട്ട് അവളുടെ യുദ്ധകർമ്മങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുന്നത്. അത് ഓരോരുത്തോളം വധിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിരിക്കും. அப்படி രാവണവധத்துக்கு മുന്നാലെ അഗസ്ത്യനോട് ഉപദേശത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം വരെ സ്വീകരിച്ചിട്ടാക്കും രാവണനെ വധിக்கிறேன். രാവണവധം കഴിഞ്ഞിട്ട് സീതാദേവിയെ കൊണ്ടുവരാ അഗ്നി പരീക്ഷണം നടത്തി തുടരാൻ. അപ്പോൾ അഗ്നി പരീക്ഷണം നടത്തി തുടരുന്നത് വാൽമീകൻ അല്ല, മറ്റേ എഴുത്തച്ഛ രാമായണം നേരത്തെ തെരിയും. കാരണം ദേവി അഗ്നിയിലെ മറിഞ്ഞിരിക്കുവാക്കും. അപ്പോൾ അഗ്നിയിലെ മറിഞ്ഞിരിക്കുന്ന ദേവിയെ വീണ്ടും ഇവരെടുക്കാൻ அந்த മായ സീത പോറതായിട്ടാക്കി പറഞ്ഞത്. അങ്ങനെ വാൽമീകി രാമായണത്തിൽ അപ്പം ചൊല്ലിയിട്ടില്ലേ? വാൽമീകി രാമായണത്തിലെ വാസവൻ ചൊന്നാന ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള വിഭീഷണൻ സുഗ്രീവൻ എല്ലാവരും വിഷമിക്കറ ഇപ്പോഴത്തെ ഒരു നിബന്ധന ഇവരെപ്പോഴും ചൊല്ലിവിട്ടാലും ചൊല്ലിയിട്ട്. അപ്പോൾ സീതാദേവി തുടര രാമനെ അല്ലാതെക്ക് ഏതേലും ഒരു പുരുഷനെ മനസ്സാ പാച വിചാരിച്ചിട്ടുണ്ടെന്നാണ് ഈ അഗ്നി എന്നെ ചുട്ടിരിക്കട്ടെ വേണ്ടിയിട്ടൊക്കെ കയറാം. ഒരു കളങ്കവും ഇല്ലാക്കി തിരുമ്പി വരാം. നീ എന്നെ എപ്പടി ചെയ്തേ? രാമനോട് സീത പവിത്രയാണെന്ന് എനിക്കാരും പറഞ്ഞു തരണ്ട. സീതയോട് പവിത്ര ചുട്ടി എനിക്ക് തെരിയും. പിന്നെ എന്നെ തീനി ഇവിടെ ചെയ്തായി. ഇത് പൊതുജന സമക്ഷം സംശയമുള്ളവൾ തീർക്കത്ത് പിന്നെ ചെയ്തെന്നുള്ളൂ. അല്ലെങ്കിൽ സീതയായിട്ട് എനിക്ക് അവിശ്വാസം കുറവൊന്നും ഇല്ലാതെ അവർ തുടരാം. അവിടേക്കും അങ്ക പറഞ്ഞത്. പിന്നെ അവളെല്ലാവരും തിരുപ്പി അയോധ്യയിലെ മറങ്ങി വറ വഴിയിലെ ഭരദ്വാജാശ്രമത്തിലെ ഭരദ്വാജർ കൊണ്ട നേരെ ഇവാൾക്ക് സ്വീകരണം കൊടുക്കാൻ. അന്ത സമയത്ത് ഹനുമാൻ കെട്ടൊക്കെ രാമനെ തുടരാൻ നീ ഓടിപ്പോയി അയോധ്യയിൽ ചെല്ലി, ഇവനിപ്പോൾ ചെത കൂട്ടി അങ്ങ് ചാടിയിട്ടിരിപ്പൻ ഇവിടെ തടയും, ഞാനിപ്പോൾ ഒത്തോട്ട് ചൊല്ലി പെണ്ണമാരിയെ അങ്ങ് ചെത കൂട്ടി ഇന്നാ വെച്ച് വരുതാൻ. പിന്നെ ഇവാങ്ക പോയി കഴിഞ്ഞ് എല്ലാവരും പരസ്പരം ഇതാവുന്നത്. രാമൻ പോറതും മാതാക്കളെ കണ്ടപ്പോൾ ഓടിപ്പോയി കൈകേയി മാതാവോടെ കാലിലെ വിടുന്ന് കതറ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നത്തേക്ക് ഇവർ കൈകേയി മാതാവോടെ കാലിൽ പോയി കതറാൻ? ഒരു പക്ഷേ പൊതുജന സമക്ഷം തനക്ക് അപ്പടിയൊന്നും ഇല്ലേ, എനിക്ക് എന്നെ കാട്ടുകരിപ്പനും കാണാനാലും ഞാനത് വരയ്ക്കാൻ മാട്ടെ ഇന്ന് നാട്ടുകാർ പോയി തീർത്താക്കുവാ അല്ല. കാരണം രാമർക്ക് തെരിയും തന്നോട് അവതാര ഉദ്ദേശം നടക്കുന്നതിന് വേണ്ടി ഒരു ജീവിതം ബലി കഴിച്ചുകൊള്ളാൻ കഴിയുകയും അല്ലാച്ചാ സ്വന്തം മാതാവ് പോലും ചെയ്യാത്ത കാര്യമാക്കി സ്വന്തം പുത്രനെ സ്വന്തം ഭർത്താവട്ടെ നാട്ടുകാരോടെല്ലാം പഴിവാങ്ങിനാണ്. ഇതെല്ലാം ചെയ്തത് തന്നോട് എന്താ ഇത് നടക്കണം, അതൊക്കെ അങ്ങ് അവർ കാട്ടുന്ന ഉദ്ദേശം. പിന്നെ പട്ടാഭിഷേകമെല്ലാം നടക്കുന്നത്. പട്ടാഭിഷേകം നടന്ന് എല്ലാവർക്കും വേണ്ട ഇതെല്ലാം കൊടുക്കുന്ന സമയത്തിൽ സീതാദേവിയുടെ ഹനുമാൻ്റെ ഊഴം വന്നപ്പോൾ കേൾക്കറാൻ എന്താ രത്നമാല ഇനി ആരും കൊടുക്ക പോറായി. അപ്പോൾ ഹനുമാനും കൊടുക്കണം. അപ്പോൾ അന്ത സമയത്തിൽ തുറരാൻ നിന്നിലും എന്നിലും ഇവൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവനോ ഒന്നിലും ആശയില്ലാത്തവൻ, ഭക്തി മാത്രമേ ഇവൻ ആവശ്യമുള്ളൂ. അപ്പോൾ സീതാരാമതത്വം കേൾക്കാൻ ഇവൻ അർഹനാണ്. അതുകൊണ്ട് രാമതത്വം നീ ഇവന് ഉപദേശിക്കണം തുടരാൻ. രാമതത്വം എന്ന് വല്ലപ്പെട്ട് അവിടെ പ്രകൃതിയും പുരുഷനും ഭഗവാന്റെ ആജ്ഞപ്രകാരം മൂലപ്രകൃതിയായ ഞാൻ ഞാൻ മൂലപ്രകൃതി സർവ്വസൃഷ്ടികളും എന്നിലൂടെ നടക്കുന്നു.
പിന്നെ ഭഗവാന്റെ ഇഷ്ടപ്രകാരം സൃഷ്ടമായതെല്ലാം തിരിച്ച് വീണ്ടും ഞാൻ ഭഗവാന് കൊടുക്കുന്നു. ഇതാക്കും സൃഷ്ടിയോട് ക്രമങ്ങൾ ചൊല്ലിയിട്ട് ചുരുക്കമാത്താൻ അങ്ങനത്തെ കാര്യം ചൊല്ലറാം. അവിടെ ഹനുമാനിക്ക് വേണ്ട ഉപദേശം എല്ലാം കൊടുക്കണം. പിന്നെ രാമരാജ്യം, അവരോട് രാജ്യത്തിൽ എല്ലാവരും സമ്പുഷ്ടമായി ജീവിച്ചാന്നും ഉള്ള കഥകളെല്ലാം ചൊല്ലിയാക്കും അത് തീരപ്പെട്ടത്. യുദ്ധകാന്ഡത്തോടു കൂടി സാധാരണ രാമായണ പാരായണം നടത്തുമ്പോൾ നിർത്തിവിടുക. ഉത്തരകാന്ഡം സാധാരണ ഒരു വാശികർ പതിവില്ലേ. ഉത്തരകാന്ഡം പൊതുവെ ഉത്തരകാന്ഡത്തോട് ആദ്യ ഭാഗങ്ങൾ കംപ്ലീറ്റ് രാവണനോട് ജന്മമെല്ലാം പറ്റി ചൊല്ലറതാക്കും. രാവണൻ എപ്പി ജനിച്ചാൻ എന്നുവെച്ചാൽ അഗസ്ത്യർ പറയാറ് രാവണനെ പത്ത് രാമൻ കിട്ട അഗസ്ത്യർ തുടരാൻ മഹത്താനൊരു കാര്യമാകാൻ നീ ചെയ്തായി. രാവണനെ പോലെ ഇത്ര ദുഷ്ടനാൻ ഒരിക്കലും നിഗ്രഹിച്ചാൽ ഇല്ല, ആരാലും സാധിക്കാത്ത കാര്യമാക്കും. അപ്പം രാമന് കേൾക്കറാരാണ് ഇത്രമാത്രം അവനെ തുടരാളെ എൻ്റെ രാവണനായത് അവൻ എപ്പടി ഇത്ര ശക്തനാരാണ്ട് കേൾക്കറത്തെ അഗസ്ത്യർ കൊല്ലപ്പെട്ട കഥയാക്കും രാവണ ഉത്ഭവമല്ല. മനസ്സിലാച്ചാ ഇവിടെ മാല്യവൻ കുമാരി ഇവിടെ ആൾക്കാർ ലങ്കയിൽ ഇരുന്നതായിട്ടും ദേവാസുര യുദ്ധം നടന്ന് മഹാവിഷ്ണുവാളെല്ലാം ലങ്കയിൽ നിന്ന് ഓടിച്ചതായിട്ടും അപ്പടി ഇവ കാട്ടിക്ക് വന്ന് കാട്ടിൽ നടക്കപ്പെട്ട സമയത്തിൽ വിശ്രവസൂർ ആശ്രമത്തിന് കിട്ടുക അവർ ചിന്ന അങ്ങ അടുത്ത് പ്രവേശിക്കപ്പെട്ട സ്ത്രീകൾക്ക് കന്യാകത്വം നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ശാപം വെച്ചിരുന്ന തിരിയായിക്ക് കൈകസ്തി അങ്ങ് പടറാം. അപ്പോൾ പിതാവ് മാല്യവാൻ കൈകസ്യം കൊണ്ട് വിശ്രവസൂരിൻ്റെ പോയിട്ട് കാലിൽ വിടാൻ എന്നോട് പുത്രിയെ സംരക്ഷിക്കണം. വിശ്രവസു സമ്മതിക്കാൻ അപ്പടി കൈകേയിയെ അവർ പാണിഗ്രഹണം ചെയ്ത് അതിലെ പുറക്കപ്പെട്ട മക്കളാക്കും വിശ്രവസു മഹർഷിയാക്കും. പുലസ്ത്യനോട് പുള്ളയാക്കും വിശ്രവസു. രാജാ ബ്രഹ്മർഷിയാൻ്റെ പുലസ്ത്യനോട് പുള്ള വിശ്രവസുക്ക് കൈകസ്യയുടെ രാക്ഷസിയിലെ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, അപ്പുറം ശൂർപ്പണ എന്നിവരുണ്ട് 4 കുട്ടികൾ ജനിക്കുന്നത്. പിന്നെ മഹർഷിമാരുടെ എല്ലാം കാര്യം ചൊല്ലിക്കഴിഞ്ഞാൽ കുട്ടികൾ വിളിച്ചാൽ ആ വാട്ടിൽ പോയുടെ തവസ്ഥയ്ക്ക് പിന്നെ കൈകസി ഇവാളയും വെച്ചിട്ട് അന്ത വാനത്തിൽ ജീവിക്കുന്നതെല്ലാം ആക്കി. നമ്മളെന്താ കഥകളിൽ ഉത്ഭവത്തിൻ്റെ രാമനോട് ഭാഗം കണ്ടാൽ തെരിയും. മുകളിൽ ഒരു നാളേക്ക് കുബേരൻ പുഷ്പകുമാരൻ്റെ പുറത്തെ പാത്ത് ഈ കൈകസി നെടൂരിപ്പെട്ട് അടറാളാം. ഇതൊക്കെ കണ്ട് രാവണൻ കേൾക്കാൻ അമ്മ എന്തിനാണ് ആ മുകളിൽ നോക്കി അയാൾ ആരാണ്, നമുക്കെന്ത് ദ്രോഹം ചെയ്തിട്ട് അയാൾ ദ്രോഹം ചെയ്തതല്ല പുത്ര, നീയും അവനും ഒരേ പിതാവിൻ്റെ മക്കളാണ്. നിന്റെ പിതാവ് വിശ്രവസുവിൻ്റെ തന്നെ പുത്രനാണ് കുബേരൻ വൈശ്രവണൻ. അവൻ എത്ര ശ്രേഷ്ഠനായിട്ട് ജീവിക്കുന്നു, നിങ്ങളിങ്ങനെ കാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കലായിരുന്നു. അപ്പോഴാക്കി രാവണന് തോന്നുന്നത് എന്നാൽ ശരി താനിവിടെ ഇരുന്നാൽ പോരാത്, അതിനെന്ത് ചെയ്യണം, തപസ് ചെയ്യണം. അവിടെയാക്കും കുംഭകർണനെയും വിഭീഷണനെയും കൂട്ടിയിട്ട് രാവണൻ പോയി തപസ് ചെയ്തത്. അവിടെ മരണമില്ല വരം കേട്ട് അവസാനം നിസ്സാരം മനുഷ്യനോട് കയ്യിൽ നിന്ന് മരണസമയത്ത് സാരമില്ലെന്ന് വാങ്ങരുത്. കുംഭകർണൻ നിർദേവത്വമാക്കി ഉദ്ദേശിച്ചാൻ, പക്ഷേ ഇവനിക്ക് ഇത്ര പാപിയാനാൻ ഇവനിക്ക് ഇനി കൊടുത്താൽ എന്നെ അടക്കം ചൊല്ലിയിട്ട് ദേവന്മാർ ഇവരുടെ നിദ്രത്വം ചൊല്ലിപ്പെട്ട വാക്ക്. അതുകൊണ്ട് ഇവനിക്ക് തൂക്കമായിരിക്കും ജീവിതം മുഴുവനും. പിന്നെ എപ്പോഴാണ് ഒരു 6 മാസം നിദ്ര, 6 മാസം ഇവനിക്ക് അല്ലാത്ത രീതിയിൽ പോലാമെന്നല്ല വെച്ച് പോടുന്നത്. വിഭീഷണൻ ഭക്തി മാത്രം കേൾക്കറൻ. രാവണൻ കുംഭകർണ വിഭീഷണൻ്റെ വ്യത്യാസം എന്നാ വെച്ചാൽ കുംഭകർണൻ രാവണനും കിട്ട ചൊല്ലറുണ്ട്, നീ ചെയ്ത് തെറ്റാക്കും, രാമനായിരുന്നു എനിക്ക് നന്നാ തിരിയും, നമ്മളെ വധിക്ക് ജനിച്ചവനാക്കും. അങ്ങനെ രാമൻ നല്ലവനാക്കും, സഹൃദയനാക്കും. രാവണൻ കിട്ട പോയിട്ട് ഇനി മാപ്പ വഴി സീതയെ തിരിച്ചു കൊടുത്താൽ അവനൊന്ന് വെറുതെ വിടുവാൻ തുടരാൻ ഉപദേശം കേൾക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ ഇപ്പോൾ എഴുപ്പല്ലേ, അപ്പോൾ എനിക്ക് സൗകര്യം വരുത്താൻ ഞാൻ എനിക്ക് യുദ്ധം ചെയ്യും, അയാട്ടോ അവൻ സൗകര്യത്തിൽ പോകണം. അപ്പോൾ കുംഭർണില്ലേ അപ്പോൾ എനിക്ക് പോകണ്ട, അവനക്ക് വേണ്ടി ഞാൻ പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറായി. വിഭീഷണൻ അഭയം പ്രാപിച്ച രാമൻ കിട്ടുക, കുംഭകർണൻ അതേസമയം രാവണൻ യുദ്ധം ചെയ്ത് തരാൻ. ஆனால் കുംഭകർണൻ വിഭീഷണൻ കിട്ട കുംഭകർണന് ദേഷ്യമില്ലേ. അത് രാമനോട് സന്നിധിയിൽ കാണപ്പെട്ട കുംഭകർണനെ ആശ്ലേഷിക്കാൻ ഓടിപ്പോയിട്ട് മനക്കാവ് സൽബുദ്ധി തോന്നത്തെ ഈ ആശ്രവംശം ഇന്ന് നിലനിൽക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും, എന്താ അതുകൊള്ളൊരു പുണ്യം നീ ചെയ്തായി എന്ന് വേണ്ടിയിട്ട് ഇവരുടെ ഭാവം മാറി. പിന്നെ ഇവർ ഭയങ്കര യുദ്ധമാക്കും. കുംഭകർണൻ ശരീരം വേദിച്ച് കഴിഞ്ഞപ്പോൾ വാനരന്മാരെല്ലാം ചവിട്ടേറ്റ് മരിക്കുവാക്കാൻ തുടങ്ങാം, അത്ര ശക്തിയാക്കി. അവസാനം ഇവരോട് കൈകളും പാദങ്ങളും എല്ലാം ഭഗവാൻ ചെയ്തിച്ച് അവസാനം അവനോട് ഉത്തമാംഗമാന തലയെ കടലിൽ എഴുതേറാക്കി ചൊല്ലപ്പെട്ട കുംഭകർണനെ പറ്റി. രാമായണ കഥയെല്ലാം നമ്മൾ ഇത്രയും ചൊല്ലേണ്ട കാര്യമില്ല, എല്ലാം തെറ്റിയതാൻ. രാമായണനോട് ഉത്തമാന പ്രശ്നം ധർമ്മമാക്കി രാമായണത്തിൽ ചൊല്ലിയിരിക്കപ്പെട്ട മുഴുവൻ. പ്രത്യേകിച്ച് വാൽമീകി രാമായണത്തിൽ എന്നാൽ ഒരു മനുഷ്യൻ അവതാരിച്ച് ഭഗവാനോട് യാതൊരു കാരുണ്യവും കാട്ടാക്കി തന്നെ ധർമ്മവും നീതി അതേപോലെ സഹാനുഭൂതി ത്യാഗം ഇതെല്ലാം ചെയ്യപ്പെട്ടവരായിരുന്നു ശ്രീരാമൻ. ധൈര്യവാനുമാക്കും. അധൈര്യമൊന്നും അവർക്ക് ഉണ്ടായിരിക്കല്ലേ, ആരെയും നേരിട്ട് ശക്തിയുണ്ട്, പക്ഷേ അധർമ്മമായിട്ടൊരു കാര്യവും പ്രവർത്തിക്കാൻ മാട്ടായിരുന്നു.
ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകപ്പെട്ടവരൊക്കെ രാമൻ. അതുകൊണ്ടാണ് സീതാ പരിത്യാഗം അവർക്ക് ചെയ്യേണ്ടി വന്നത്. വേണമെന്നാൽ സീതയ്ക്ക് വേണ്ടി അവർക്ക് രാജ്യം ഉപേക്ഷിച്ചിരിക്കലാം. എന്നിട്ട് സീതയും കൂട്ടിന് എങ്കിലും ജീവിച്ചിട്ടുണ്ടെ പോലും. അപ്പോൾ രാമൻ അങ്ങ് തെറ്റുകാരനാവൻ. കാരണം രാജ്യം ഭരിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു. പക്ഷെ അതല്ല, പ്രജാക്ഷേമം, പ്രജാ താല്പര്യം, അതാക്കും അവരുടെ ധർമ്മം. അതൊക്കെ വേണ്ടി സ്വന്തം പത്നിയെ ഉപേക്ഷിച്ചിട്ട് വന്നാലും അവർ ചെയ്താൽ, പത്നിയെ ഉപേക്ഷിച്ചാൽ ചോദിച്ചിട്ട് അവർ വേറൊരു സ്ത്രീ വിവാഹം കഴിക്കല്ലേ, അവർ കൊട്ടാര സൗമ്യമായ ജീവിതവും നടത്തല്ലേ. സീത ഉപേക്ഷിച്ച ശേഷം വെറും നിലത്തിൽ കിടന്ന് തൂങ്ങിരാനാക്കി തുടരാൻ രാമൻ. സീതയ്ക്കിൻ്റെ സൗഭാഗ്യം എനിക്ക് വേണ്ട വെച്ചിട്ട് அப்படி ധർമ്മത്തേക്ക് ഒരു വിധത്തിൽ അവർ ധർമ്മത്തെ വിടമാട്ടെ. അതായത് അത്രമാത്രം. പിന്നെ രാമായണത്തോട് കാലിക പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം നമുക്ക് തിരിയില്ല. ആൾക്കാർ അധികാരം കടയ്ക്കുന്നതിന് വേണ്ടി എന്നെല്ലാം ആട് കഷ്ടപ്പെടുക. ഇത് നാളേക്ക് രാജ്യം കടയ്ക്കും എന്ന് നനച്ച രാമനക്ക് നേരം വെളുത്തതും അത് നഷ്ടപ്പെടുന്നത്. പക്ഷെ അതിൽ യാതൊരു കുറ്റവുമില്ലേ. അത് സധൈര്യം ഏക്കമല്ല ചേരാൻ. പിന്നെ രാമനെത്താൻ മനത്തേക്ക് പോച്ചെന്ന ആനാൽ ലക്ഷ്മണൻ സ്വമേധ്യ പോകവാക്കും, ജീവിതം ത്യാഗം ചെയ്യവാക്കും, സീതയും പോറാം. ലക്ഷ്മണനോട് പൊണ്ടാറ്റി ഉറുമിളை കൗസല്യക്ക് പാതുകാപ്പാൻ നിൽക്കറാളാം. കാരണം സീത പോയാച്ചേ കൗസല്യനെ ആര് പാത്തുപ്പാം. ഭരതനെ പാത്തുக்கிறதுக்கு ഇവളുണ്ട്, കയ്യെ പാത്തുക്കുന്നത് ഭരതനെ കൊണ്ടാട്ടി മാണ്ഡവ്യമുണ്ട്. സുമിത്രയെ പാത്തുக்கிறதுக்கு വേണേൽ ശത്രുഘ്നെ കൊണ്ടാട്ടി ശ്രുതകീർത്തിയുമുണ്ട്. അപ്പം കൈകയെ കൗസല്യം പാത്തുக்கிறதுக்கு വേണ്ടി 14 വർഷം ഉറുമളയാക്കി ത്യാഗം ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവരും ജീവിതം ത്യാഗമാക്കും. അധികാരം കയ്യിലെ കടച്ചിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഭരതൻ ഇല്ല. അമ്മ അവനക്ക് രാജ്യം കൊടുക്കറ, പക്ഷെ കയ്യിലെ കടന്ന സൗഭാഗ്യം എനിക്ക് ആവശ്യമില്ലേ എന്ന് ത്യാഗം ചെയ്ത് കാട്ടിനാക്കും. 14 വർഷം ഒരു ജീവിത സൗഭാഗ്യങ്ങളും ചെയ്യാതേക്ക് മരവര് ധരിച്ച് കാട്ടിലെ വഴിയറമാര് തന്നെ എല്ലാം ധരിച്ച് ജീവിച്ച് കാട്ടിക്കൊടുക്കാനാക്കും. അപ്പോൾ രാമായണത്തോട് കഥകൾ എത്ര ചൊന്നാലും നമുക്ക് തീരാതെ. ഞാൻ ചൊന്ന കാര്യങ്ങൾ എന്നെ ആണെങ്കിൽ തിരിയാൻ എന്നെ ചൊന്നെന്നുള്ളത്. ഇതിൻ്റെ നമ്മൾക്ക് എന്നെ കേട്ട് തൃപ്തിയാച്ചായിട്ട് അതും എനിക്ക് തിരിയാതെ. രാമരോട് മുന്നാലിരുന്ന് രാമകഥ ചൊല്ലത്തുകൊണ്ട് ഞാൻ ആളല്ല. കാരണം എന്നെ വായിലെ തോന്നിയിട്ടുണ്ടെന്നാണ്. അത് മുഴുവൻ എന്താ ഭഗവാനോട് കാരുണ്യം കൊണ്ട് മാത്രമേ ചൊല്ല സാധിക്കും. അല്ലെങ്കിൽ നമ്മളാരും ചൊല്ലത്തേക്ക് ഞാൻ രാമകഥ ചൊല്ലേൻ എന്തിനാ വിളിച്ചെന്ന് അവർ വിചാരിച്ചാൽ എന്നെ തടയത്ത് ഒരു കുഷവും വേണ്ട. ശബ്ദം പറഞ്ഞത് നമ്മുടെ നാഭീലെന്തും ഇല്ല ഇല്ല. അത് വായിലെ വന്ന് നമുക്ക് വെളിയിലെ വരണമാണ് ഈശ്വര കാരുണ്യമില്ലെങ്കിൽ സാധിക്കാതെ. അത് പൂർണ്ണമായി വിശ്വസിക്കേണ്ട ആൾക്കാരാകും നമ്മൾ. ഏത് പ്രവൃത്തിയും ഈശ്വര കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് നടക്കുന്നതുള്ളത്. അതെത്താൻ രാമായണവും കാട്ടിത്തറതുള്ളത്. കർക്കിടക മാസം രാമായണ മാസം. இந்த രാമായണ മാസത്തിൽ കൊഞ്ചം നേരം രാമനെ പറ്റി ഞാൻ രാമ വ്യാഖ്യാനം തന്നെ ഞാൻ വ്യാഖ്യാനിച്ചിട്ട് എനിക്ക് തിരിയാതെ. ഞാൻ ചൊന്നേനെ ഇതെന്നോടൊരു പ്രഥമ സംരംഭമാക്കും. ഞാൻ പലരുടെയും കഥകൾ പഴയകാലത്ത് അന്നൊക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. കുട്ടികൾക്കെല്ലാം തരും നിങ്ങളുടെ കഥകളും ഇല്ലാതെ കേൾപ്പാ പലരും. പക്ഷേ ഇന്ന് ഞാൻ ചൊന്നേനെ എനിക്ക് ചില ഓരോ കുറവുകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചുണ്ടാക്കി ഞാൻ മുമ്പോട്ട് പേജിന് പിന്നെ എനിക്കൊരു സമാധാനം എൻ മുന്നാലെ ഇരിക്കപ്പെട്ടാലും എനിക്ക് തരുന്ന ആൾക്കാർ തന്നെ ആരും അപരിചിതരില്ലേ ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു അവസരം ഒരുക്കി തന്ന പെരുമ്പാവൂർ ബ്രാഹ്മണസഭ യുവജന വിഭാഗം ആൾക്കാർക്ക് എന്നോട് നന്ദിയെ ചൊല്ലവേ. യുവജന വിഭാഗത്തോട് എന്നാക്കും ജില്ലാ പ്രസിഡന്റ് മൂർത്തിയാക്കും ഇതിനോട് സൂത്രധാരകൻ അതും ചൊല്ലിത്തറയും. മൂർത്തി ശേഖരൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അവൾക്ക് ജില്ലാ പരിവേഷമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലേ. ഇയാളെ എന്നോട് പിന്നാലെ വളർന്ന കുഴപ്പങ്ങളാക്കും. അവൾക്ക് എന്നെയും തിരിയും കവാളും തിരിയും. അവളുടെ ഉയർച്ചയും ഉന്നതിയും കണ്ട് സന്തോഷപ്പെട്ടവരാണ് ഞാൻ. എന്നെ അത്രമാത്രം ജയിക്കപ്പെട്ട കുഴപ്പമുള്ള കവാളല്ല എന്താ വെച്ചാൽ. അതിനാൽ ഞാൻ ചൊന്നത്തിലെ உங்களுக்கு ഏതാവത് നന്മ തോന്നിയിട്ടുണ്ടെന്നാണ് അതുകൊന്നും ഉത്തരവാദിനാനല്ല. സാക്ഷാൽ ഭഗവാനായ രാമസ്വാമിയാക്കുന്നു. എന്നോട് വാക്കിലെ ഏതാത് പിഴകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അത് മുഴുവൻ എന്നോട് മാത്രം കുറ്റകൃത്യമാക്കുന്നത് ഞാൻ ചൊല്ലറേ. ഏതാനാലും ഇത് കേട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും നന്ദി. കായേന വാച മനസേന്ദ്രിയർവ ഉച്ചാൽപ്പനാവാൽ ഹൃദയസ്വാവ സർവമേദ്യ സകലം പത്മൈ നാരായണ ഏതി സമർപ്പയാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരേ രാമ രാമ രാമ. जानकीकान्त
இன்னைக்கு ரொம்ப பெருமையும் അഭിമാനവുമാണ് സായാഹ്നം. നമ്മൾ 1.5 മണിക്കൂർ നേരം ശ്രീരാമ കഥയുടെ വ്യാഖ്യാനങ്ങൾ ரொம்ப ചിട്ടയാ ഭംഗിയാ വിനയമാ നമ്മളുടെ ചെവിയിൽ പകർന്നു തന്നിരിക്കാൻ. ഇത് പെരുമ്പാവൂരിൻ്റെ ഒരു ചരിത്രമാണ്. ശ്രീരാമ ഭജനോടത്തിലെ നമുക്ക് இப்படி ஒரு சௌபாகியம் கிடைச்சது. എനിക്ക് എറണാകുളത്ത് അറിവും വിജ്ഞാനമെല്ലാം എന്നോട് ചെറുപ്പകാലം മുതൽ എനിക്ക് തിരിയും. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പേശപ്പെട്ടവരാണ്. ഇത്ര കഥാപാത്രങ്ങളെ കോർത്തിണക്കി അവളോട് ഉറവുകളെയും അന്ത ബന്ധങ്ങളെയും ഇന്നേക്ക് നമ്മുടെ യുവാക്കൾക്ക് പകർന്നു കൊടുത്തതിന് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഹരിയണ്ണാവ് കൊടുത്ത പ്രസാദം നമുക്ക് കഴിച്ചതിൽ ரொம்ப സന്തോഷം. കൂടുതലായിട്ടൊന്നും ഞാൻ പേശാറുള്ളതിൽ ഇനിയും നമ്മളോട് പെരുമ്പാവൂർക്ക് ഇതുപോലുള്ള അറിവും വിജ്ഞാനമുള്ള നമ്മളുടെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട്. അവളെല്ലാം യുവജന വിഭാഗം നമുക്ക് വേണ്ട രീതിയിൽ അവ നമുക്ക് വിളമ്പി തരുക എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാകും ഇരിക്കും. ഏതായാലും പെരുമ്പാവൂർ പുരസഭ യുവജന വിഭാഗം ഓരോ മാസവും നല്ല നല്ല പ്രോഗ്രാം വെച്ച് നമുക്ക് ബ്രാഹ്മണസഭ എന്നെ ചെയ്ത് എന്ന് ചിലവാ കേൾപ്പാം. ബ്രാഹ്മണസഭ ഇന്നേക്ക് ചെയ്തതാക്കും ഏറ്റവും പുണ്യം. എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്നോട് വാക്ക് നിർത്തറേ. ലോകാ സമസ്ത സുഖിനോ പോകുന്നു. നമ്മുടെ അറിവെപ്പറ്റി നമുക്കെല്ലാവർക്കും ഞാനും ഒരുപാട് സംശയം കഥകളിയെ പറ്റിയൊക്കെ കേട്ടേ. കഥകളിയിലെ സീതാസൗകര്യത്തെ പറ്റിയും അല്ലാത്ത ഭഗവതത്തെ പറ്റിയെല്ലാം ഞാൻ കേട്ടുപോയി. എനിക്ക് ഭംഗിയാണ് അത് ചൊല്ലിത്തരുവാർ. അതിനോട് പാട്ട് സഹിതം ഏതാണ്ട് നളചരിത്രത്തിലെ പാട്ട് മുഴുവൻ ഹരിയണ്ണാക്ക് കാണാപ്പാടമാക്കും. കാരണം ചിഹ്നത്തിലെ നടന്നു വരുന്ന കഥകളി കണ്ടുള്ള പരിചയം. അതുപോലെ ഹരിയണ്ണാക്ക് എന്താ കഥ സ്വാംശീകരിക്കത്തുള്ള കാരണം എന്നാക്കും എങ്കെഴുതാക്കും ഹരിയണ്ണ എന്താ കഥ പഠിച്ചാലെന്ന് നമ്മൾക്ക് ആദ്യം ചൊല്ലാൻ. പണ്ട് മതപാഠശാല ഉണ്ടായിരുന്നത്. കൊഞ്ച ദിവസം ഞാനും പോയിരിക്കേ. കൊഞ്ചം കഴിഞ്ഞ് എനിക്ക് ബോറടിച്ചത് വേണ്ടാന്ന് വെച്ചത്. അതെ. അപ്പോൾ ഹരിയാണ അത് ആദ്യം മുതൽ അർത്ഥമാരായ മതപാഠശാലയിൽ അറ്റൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് പഠിച്ചെടുത്ത് അന്ത അറിവ് നമുക്ക് ഹരിയാണ പകർന്നു തന്നാൽ എല്ലാവരും രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെയും ഓരോ കഥാപാത്രവും അപ്പവും ഇപ്പുറവും ഭയങ്കര കണക്റ്റഡ് ആക്കും. അതിലെ എല്ലാവിധ അതായത് അപ്പാവോട് ധർമ്മം, അമ്മയോട് ധർമ്മം, സ്വന്തം പുത്രന്മാരോട് ധർമ്മം, കൂട്ടുകാരന്മാരോട് ധർമ്മം, ഫ്രണ്ട്സോട് ധർമ്മം വരെ എന്താ രാമായണത്തിലിരിക്കും. ഹനുമാനെയും സുഗ്രീവനെല്ലാം ശരിക്കും രാമൻ ഒരു ഫ്രണ്ട്സായിട്ടാക്കും കൂടിനെ. അന്ത ഫ്രണ്ട്സ് വരെ സഹായിച്ചിട്ടാക്കും ഓരോ ഭാഗങ്ങളിലെയും വന്ന് സീതയെ കണ്ടുപിടിக்கிறதுക്കും അതുക്കും എല്ലാത്തിനും ഹനുമാൻ ഒരു നിമിത്തമാണ്. അപ്പോൾ ഓരോരുത്തരോട് ധർമ്മം. ഒരു അപ്പ എന്നെ ചെയ്യണം, അമ്മ എന്നെ ചെയ്യണം, പിള്ള എന്നെ ചെയ്യണം, പിള്ളയോട് ധർമ്മം എന്നാക്കും. ഇതെല്ലാം എന്താ രാമായണത്തിലെ വ്യക്തമായിട്ട് ചൊല്ലിയിരിക്കുക. ഇതൊന്നും കൂടുതൽ എനിക്ക് ചൊല്ലിത്തരി தெரியாது. എന്നോട് ചിന്ത ചോദിച്ചിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇത്രയും നേരം ഹരിയണ്ണ എന്താ അറിവ് നമുക്ക് അവരോട് അറിവ് നമുക്ക് പകർന്നു തന്നതിൽ ரொம்ப സന്തോഷം. രാമരോട് അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിർത്തണേ. നന്ദി, നമസ്കാരം. ശരിക്കും മനസ്സ് ரொம்ப നിറഞ്ഞിരിക്കുക. കാരണം ഞങ്ങൾ ചിന്നത്തിലേന്ത് ചിത്തപ്പാടിൻ്റെ കഥകൾ കേട്ടൊക്കെ വളർന്നിരിക്കും. പക്ഷേ പെരുമ്പാവൂരിലുള്ള എല്ലാ നിവാസികൾക്കും ചിത്തപ്പാടിയത് പല രീതിയിലുള്ള അറിവുകൾ ഇരിക്കും എന്നുള്ളതും കണ്ടിന്യൂസ് ഇതെല്ലാം ഭഗവാനോടൊരു അനുഗ്രഹം തന്നെ. എത്ര പേരുകൾ കൂട്ടിയിണക്കി, എത്ര കഥകൾ കണ്ടിന്യൂസാக சொல்லப்பட்டது. ഒരു നിമിത്തം എങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വര മുടിഞ്ഞത് പ്രത്യേകമായി സമൂഹം ഗ്രൂപ്പിലെ ഞങ്ങളും കൂടെ മെമ്പർ ആകും. இந்த ഫോട്ടോ കണ്ട സമയത്തിൽ വി വർ റിയലി ഷോക്ക്ഡ്. ചിത്തപ്പ இப்படி ഒരു ടോക്ക് ചൊല്ല പോറാറെന്ന് കേട്ടോ. ഞങ്ങൾ സർപ്രൈസാകും വന്നോ എங்களுக்கு വര മുടിഞ്ഞത് കലந்துക മുടിഞ്ഞത് എങ്ങളോട് പ്രത്യേക സന്തോഷം അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. ബ്രാഹ്മണസഭ ജില്ല എനിക്ക് ടൈറ്റിൽ രാമായണം വ്യാഖ്യാനം എന്നായിരുന്നാലും ആക്ച്വൽ രാമായണം അബ്രിഡ്ജ്. നമ്മൾ പെരിയ പെരിയ കാവ്യങ്ങൾ ഇതെല്ലാം കോളേജിലെ സ്കൂളിൽ അബ്രിഡ്ജ്ഡ് വേർഷൻ പഠിക്കും. കാരണം ഒറിജിനൽ വായിക്കാൻ പറ്റാതെ 10-24,000 ശ്ലോകങ്ങളുള്ള മഹാകാവ്യം, ആദികാവ്യം അത് ഒരു ഇത് വിട്ടുപോകാതെ ടോട്ടൽ സീക്വൻസിൽ
இங்கே அவர் சொல்லியிருக்காரு சார், அவருக்கு ராமானுகிரகம் நிச்சயமாக உண்டு. ராமாயணம் ஏக ஸ்லோகத்திலிருந்து முழுவன் பூர்வம் ராமம் தபோவனாதி கமனம் சொல்லி லாஸ்ட்டில் பச்சாத்மம் சொல்கிறோம். அதே மாதிரி அவர் சொன்ன மாதிரி ராஜகோபாலாச்சாரியோட பால ராமாயணம், இப்படி பலதும் നമുക്ക് தெரியும். വൈറ്റമിൻ ആറാക്കി നമുക്ക് രാമായണം, നമ്മൾ കുഴന്തയിലെ ഉള്ളൊരു നറിഷ്മെൻ്റ് ആക്കേണ്ട രാമായണം. ഇവർ കണ്ണദാസൻ ചൊല്ലുവാർ, മനിതൻ கடவுள் மனிதனாக பிறக்க வேண்டும், காதலித்து வேதனையில் வாட வேண்டும். ராமாயணம் அதுதான். கடவுள் மனிதனாக பிறந்து காதலித்து வேதனையில் வாடின ஒரு அவதாரமாக ராமாவதாரம். அப்படி அதில் இன்றைக்கி டெமோக்ராட்டிக் ஃபங்க்ஷன்ஸ், மேனேஜ்மெண்ட் ஃபங்க்ஷன்ஸ் எல்லாருக்கும் சொல்கிறதாக ராமாயணம். எல்லா ஆൾക്കാർക്കുള്ള ഐഡിയൽ റോൾ ഫംഗ്ഷൻ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുഴന്തകൾ എന്നെ വേണമെന്നാൽ ഇன்றைக்கி കഥ മുഴുവൻ തിരിച്ചാച്ച് അബ്രീജ്ഡ് വെർഷൻ വാസിക്കണം, പ്രോസ് വാസിക്കണം, മുതല്ല தெரிஞ்சுக்கிட்டு അതിനോട് മസ്റ്റ് പ്രശ്നത്തിൽ വാസിച്ച് നമ്മൾ ഓരോരുത്തരും രാമായണം തിരിച്ചാൽ இந்த ലോകമേ രാമരാജ്യമാകും. ശ്രീരാമജയം. അതീരമാണ് ரொம்ப ഒരു നമ്മൾ സാധാരണയായി ഉപന്യാസം കേട്ടിരിക്കണം. പക്ഷേ ഇன்றைக்கி അവർ ചൊന്നത് സബ്ജക്റ്റ് നന്നാ പഠിച്ചുകൊണ്ട് വന്ന് നല്ല സരസமாக ക്ലാസ് എടുக்கிற പ്രൊഫസർമാർക്ക് അത് അംഗീകരിക്കും. നമ്മൾ കൂടെ ഇருந்து இப்படி ரத்னம் இருக்குது என்னோட எல்லாருக்கும் காட்ட ரொம்ப நன்றி. യുവജന വിഭാഗത്തിന് പ്രത്യേക നന്ദി. നല്ല പ്രോഗ്രാം, ഡൺ വെരി വെൽ, ആൾ ദി ബെസ്റ്റ്. ആദ്യം 2 വാക്ക് ചൊല്ലിട്ട് വിട്ടെ. അപ്പം ഇപ്പോൾ இதுக்கு முன்னால் எல்லாரும் சொன்ன மாதிரி இன்னும் ஹரியண்ணாட்ட இது மாதிரி நான் சில சமயத்துலலாம் பேசுகிறது, இவரோட ஒரு பெக்யூலியாரிட்டி என்னன்னு പറഞ്ഞാൽ ഇവർ ജമ്പ് ഇൻ മഹാഭാരത, ഉപനിഷത്ത്, പിന്നെ കഥകളി, രാമായണം, ഒരു 5-6 കാര്യങ്ങളിൽ இப்படி ക്ലബ് ചെയ്യവർ ഒറ്റ ആക്ടിവിറ്റി, ഒരു പർട്ടിക്കുലർ സംഭവത്തെ. അപ്പോൾ അത് ജ്ഞാനസ്ഥാനത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാക്കുക. അത് നമ്മളാൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ നമ്മളെ അന്ത വഴിയിലാണ് കൊടുക്കും. അപ്പോൾ അത് എന്നത്തിനാലെന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രമാത്രം ഒരു കാര്യത്തിൽ എന്നവാക്കുമ്പോൾ നമ്മളുടെ കഥ എന്നുള്ളപ്പെട്ടത് മാത്രമല്ല, അതിലുള്ള തത്വം அது என்ன கொண்டாக்க அப்படி விடுறாரு. இப்போ இந்த கைகேகிட்ட போய் நமஸ்கரிச்சா சொல்கிறத இருக்கிற அந்த தத்துவம் என்னெന്നുള്ളത് ഓരോരുത്തരോട് റിക്വയർമെൻറ്റ്സ് അവളോട് ചെയ്യേണ്ട കർമ്മം എന്നതുங்கிறது அப்படிയുള്ള കാര്യങ്ങളിൽ ഹരിയണ്ണാவோட വ്യൂ இஸ் வெரி இம்பார்ட்டன்ட். அந்த வியூ ஆக்சுவலி சொன்னால் இந்த ராமாயணத்தோடு പ്രസക്തി കാലികമാക്കി മാറ്റുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് இந்த രാമായണം തന്നെയാകും ഭാരതത്തെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ പാകിയ പുസ്തകവും, വേറൊന്നുമല്ല. അപ്പോൾ അത് മഹാത്മജിയും ഓരോരുത്തരാളും இந்த രാമായണത്തിലുള്ള കഥകളോട് തത്വങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാക്കും ഭാരതത്തോട് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുള്ള ദിവസങ്ങളും കൂടി വന്നത്. ഇന്നേക്ക് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആക്കും. നാഷണൽ യൂത്ത് ഡേ സ്വാമി വിവേകാനന്ദനോട് പിറന്ന നാളാണ്, ഇന്നേക്ക് ഇന്റർനാഷണൽ യൂത്ത് ഡേ കൂടിയാക്കും. അപ്പോൾ ഇന്നേക്ക് இந்த പ്രോഗ്രാമുക്ക് വന്നു ചേർന്ന ആദ്യമായിട്ട് ഞാൻ നന്ദി ചൊല്ലുന്നത് இந்த പ്രോഗ്രാമോട് അധ്യക്ഷൻ ശ്രീനാഥ്, എന്നോട് സഹപ്രവർത്തകനും இந்த ഉപസഭയുടെ ഉപാധ്യക്ഷൻ, അവർക്ക് ഞാൻ നന്ദി ചൊല്ലുറേ. இந்த പ്രോഗ്രാം ഏറ്റവും ഗംഭീരമാക്കി തീർത്ത നമ്മളോട് ഇന്നത്തെ വിശിഷ്ടാതിഥിയും இந்த പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ച് നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ച് നിർത്തിനാൽ ആക്ച്വലി ഇനി അടുത്ത് എന്നെ ചൊല്ലപ്പോറാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ. ഇനി അടുത്ത് എപ്പോൾ തീർത്തുകൂടുന്നത് ഇതിൽ அந்த യുദ്ധത്തെല്ലാം സിമ്പിളായി ചൊല്ലിവിട്ടാണ് തീർത്തിട്ടാണ്. പക്ഷെ அதுக்கு പിന്നാലെ നമുക്ക് എന്നെ ചെയ്യണമോ എന്നെ தெரிஞ்சுக்கணுமோங்கிறதுல அவரோடு அந்த പ്രാവീണ്യത്തെ ரொம்ப നന്നാ നമുക്ക് தெரியல. 1.5 മണിക്കൂർ പോകുന്നത് നമുക്ക് தெரியவே இல்லை. ஸோ அதாக்கும் அதோட இம்பார்ட்டன்ட். மாமாவுக்கு நான் காலில் விழுந்து நான் நமஸ்காரம் பண்ணிக்கிறேன். அது மாதிரி உபசபா பிரசிடென்ட் ஸ்ரீ என் ராமச்சந்திரன், இங்கே வந்து சேர்ந்த CSV ജില്ലാ ബ്രാഹ്മണ സഭയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ CS വെങ്കടേശ്വരൻ, സമൂഹ പ്രസിഡന്റ് ശ്രീ N ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, മറ്റ് സഭാ സമൂഹം ഭാരവാഹികൾ, യുവജന വിഭാഗത്തോട് ഏറ്റവും ഊർജ്ജസ്വലരായ എന്നോട് സഹപ്രവർത്തകർ എല്ലാവർക്കും, കൂടാതെ ഇന്നേക്ക് இந்த പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് കാർ പിടിച്ച് വന്നിരിക്കുന്ന മഞ്ജുക്കാവും ഉമ്മാക്കാവും, അവ നമ്മ ഹരിയണ്ണാവോട് അണ്ണാവോട് ഡോട്ടേഴ്സാക്ക് അവെല്ലാവരും வந்து இந்த ப்ரோக்ராம் ரொம்ப நன்னாக்கி தன்யமாக்கி தந்தாங்கிறது ரொம்ப ஒரு சந்தோஷமான காரியம்.
എല്ലാ പ്രോഗ്രാം നന്നാവുന്നത് നമ്മളോട് ചിന്ന ചിന്ന പാർട്ടിസിപ്പേഷൻ കൊണ്ടാക്കും. ഇത് വലിയ മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളോട് 1 മണിക്കൂർ 1.5 മണിക്കൂർ സീരിയലോ മറ്റുള്ള മോശமான മൈൻഡ് മാറ്റി വെച്ചിട്ട് ഇപ്പോഴുള്ള നല്ല സത്സംഗത്തിൽ ചേർത്തിട്ടോ എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യം ഇന്നെങ്കിൽ നമ്മൾ ആത്തിക്ക് പുറത്ത് ഉണ്ടാവും. ഇന്നേക്ക് ആഹാരം കഴിക്കാത്തതായാലും അന്ത ഒറ്റ വാക്ക് ഞാൻ ചൊല്ലിയിട്ട് ശ്രീരാമജയൻ നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു ഗ്രഡേഷനിൽ പോകപ്പെട്ടതാണ്. ഇതേ നമ്മൾ മഹാഭാരതത്തിൽ എടുത്താൽ അത് ശാഖകളാക്കി, അത് പല ശാഖകളാ പൊരിഞ്ഞിരിക്കും. അതിലുള്ള ചില കഥാപാത്രങ്ങളെ എടുത്താൽ അത് മാത്രം ചൊല്ലിയിട്ടിരിക്കില്ല. പിന്നെ രാമാവതാരത്തെയും കൃഷ്ണാവതാരത്തെയും കമ്പയർ ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചൊല്ലപ്പോൾ നമുക്ക് ചൊല്ലാം. ഈ ചൊല്ലത്തിന് വേണ്ടി തന്നെ കൂടുതൽ അല്ലാട്ടിയ ഇതെല്ലാം മനുഷ്യനെ അറിഞ്ഞിരിക്കണം. നിറയെ കുട്ടികളെല്ലാം കഥ കേൾക്കണം. ഇനി വേറൊരു കാര്യം, ഞാനിതിൻ്റെ ചൊന്ന ആളുകൾ പിടിക്കുമെന്ന് എനിക്ക് தெரியாது. ഇന്നത്തെ കാലഘട്ടങ്ങളിലെല്ലാം പ്രശ്നോത്തരി ഒരു വലിയ വിഷയമാക്കി. എന്നെ ആകും പ്രശ്നോത്തരി. ഉത്തരത്തിൽ നിന്നും ചോദ്യം എടുക്കുക, അതൊക്കെ പ്രശ്നോത്തരി, വേറെ ഒന്നുമില്ലേ. ഇത് പക്ഷേ കണ്ടുപിടുത്ത മഹത്വമല്ലേ. ചോദ്യങ്ങൾ കേട്ട് ഉത്തരം കണ്ടുപിടിക്കണം നമ്മൾ. അപ്പത്തെ അറിവ് വർദ്ധിക്കും. അല്ലാച്ചാ ഇത് ആദ്യം തന്നെ ഉത്തരത്തെ കണ്ടിട്ട് അതിനെ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഇന്റെ ചോദ്യത്തെ കുട്ടികളെ പഠിപ്പിക്കുവാകും. തെറ്റില്ലേ, കുട്ടികൾ പഠിക്കരുത്. പക്ഷെ ഞാൻ എന്നെ ആരോഗ്യം തരുമ അന്ത കൊണ്ടുകാട്ട് നിങ്ങൾ രാമായണ കഥയെ ചൊല്ലു എന്നെ ചിലപ്പോൾ ചൊല്ല ശരിയായത്. അങ്ങനെ അവ എല്ലാം ചൊല്ലുക. അതാണ് രസം. രാമനോട് അപ്പാവായിരുന്ന ദശരഥൻ. ദശരഥൻ എത്ര ഭാര്യമാരെ? 3 പേരെ. അവരുടെ പേരെന്താ ചൊല്ലുക? എവരിത്തിങ് കേട്ടുമ്പോൾ അവ എന്നാണോ ചൊല്ലുക. ഇത് കണ്ട് പാതാകത്താൽ സന്തോഷിക്കാറൊക്കെ കുഴந்தை എല്ലാം തിരിയുന്നു. കുഴந்தை അന്ന് രാമായണ കഥ ഇരിക്കുന്നു ചൊല്ലുക എന്നിട്ട് അവൾ കൊല്ലം തിരിയാതെ. കാരണം അപ്പടി അവൻ പറ്റുന്നില്ലേ. അപ്പടി വേണം നമ്മൾ പഠിക്കരുത്. അപ്പടി പഠിച്ചാൽ നമ്മൾ മനസ്സിൽ ഇതെല്ലാം ഉറയ്ക്കും. നമ്മളോട് കാലഘട്ടത്തിൽ അതുപോലെ കഴിവുണ്ടായിരുന്നത് ഇല്ല. ഞങ്ങൾ ആ സ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്തിൽ എസ് എ തരുക. അത് എസ് എ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊല്ലണം അല്ലേ. നേരെ തിരുപ്പിയും വരും. അങ്കിങ്ങനെ കൊണ്ട് തന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പടി പഠിപ്പിച്ചിട്ടൊരു കാലം ഉണ്ടായിരുന്നത്. ഇത് ഗുളിക വിഴുങ്ങണമാതിരിയുള്ള രീതിയിൽ പോകുന്നില്ല. കഥകളെല്ലാം കുട്ടികൾ നിറയെ കേട്ട് പഠിക്കണം. അതിക്ക് നമ്മൾ ആൾക്കാരെ കൂടെ സൗകര്യം ചെയ്യണം. പഴയകാലത്ത് വീടുകളിലേക്ക് കിടക്കും. ഇന്ന് അതുകൊണ്ട് സൗകര്യമില്ലേ. ആരോടും കുറ്റമല്ല, കാലത്തോട് മാറ്റം. അതും കൂടെ ചൊല്ലുന്ന മാത്രം. നന്ദി, നമസ്കാരം. മാമാവ് എനിക്ക് തെരിയും. പക്ഷെ ഇത്ര നന്ന ഒരു രാമായണം കഥ ചൊല്ലുവെന്ന് ഞാൻ പ്രതീക്ഷിക്കല്ലേ. ரொம்ப நல்லா இருந்தது. அது ഒരു വാക്കിലൊന്നും ചൊല്ലി തീരവേ മുടിയാത്. അത്ര നന്നായിരുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് സകലതും ചൊല്ലാൻ രാമായണത്തോടെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാനും യൂട്യൂബിലെല്ലാം നിറയെ പേരോട് കേൾക്കുന്നുണ്ട്. ரொம்ப നന്നായിരുന്നത്. പിന്നെ ഇതേപോലെ ഭാഗവതവും കൂടെ ഒന്ന് ചുരുക്കി ചൊന്നാൽ കൊള്ളാം. എനിക്കൊരഭിപ്രായമുണ്ട്. എന്നാൽ എനിക്ക് ഭാഗവതം കേൾക്കാൻ ரொம்ப പിടിക്കും. നിറയെ പേരോട് ഞാൻ കേൾക്കുന്നുണ്ട്. அதனால் இந்த மாதிரி சுருக்கி மாமா சொன்னால எனக்கு ரொம்ப சந்தோஷம். இன்னும் நிறைய மாமா சொல்லுறது கேட்கறதுக்குள்ள ஆசையோடு கூடி நான் நன்றி, நமஸ்காரம் சொல்கிறேன்.